അതാണ് ഞാൻ ആ പടം ചെയ്യാൻ കാരണം, ആ പേര്. അപ്പൊ എന്നോട് എല്ലാവരും ചോദിച്ചു കമ്പിപ്പടമാണോ ചെയ്യുന്നത് ചോദിച്ചായിരുന്നു. ചേട്ടൻ എന്നെ ഒന്ന് പിടിച്ചേക്കണേന്ന് പറഞ്ഞു. രാജസുകുമാരൻ എന്നല്ലേ പുള്ളിയുടെ പേര് തന്നെ. എറണാകുളത്തൊരു ഹോട്ടലിൽ ഞാൻ, ദിലീപ്, അങ്ങനെ കുറച്ച് പേർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ ആ ഡയറക്ടർ പറഞ്ഞത് ഇയാൾ വേണ്ട. പക്ഷെ അത് പിന്നീട് ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. എനിക്കത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ എൻ്റെ പടത്തിൻ്റെ കഥ ഞാൻ അച്ഛനോട് പറഞ്ഞു. മമ്മൂട്ടി സാറാ നായകൻ അച്ഛനറിയാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്കഷന് വേണ്ടി പോയിട്ട് അന്ന് വൈകിട്ട് അച്ഛൻ മരിച്ചു. ഏതാണ്ട് വിത്തിൻ 6 months സാർ എൻ്റെ പടം തുടങ്ങി. ഒരു യാന്ത്രികമായിട്ടാണ് ഞാൻ പോകുന്നത്. പോയി മേക്കപ്പ് മാൻ്റെ മുമ്പിൽ ചെന്ന് ഇരുന്ന് ഡ്രസ്സ് മാറുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. ഇയാളെന്നെ മേക്കപ്പ് ചെയ്യുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, മീശ പഠിക്കുന്നു. തിരിച്ച് ഞാനിങ്ങനെ വരുമ്പോൾ അമ്മുക്കായിട്ട് ഇരിപ്പുണ്ട് അവിടെ. അത് കേട്ടപ്പോൾ എൻ്റെ കയ്യും കാലും പിറക്കാൻ തുടങ്ങി. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ രഞ്ജിയേട്ടനെ വിളിച്ചു. രഞ്ജിയേട്ടാ, ആരും വിളിച്ചിട്ട് ഇത് തന്നെ പറഞ്ഞു, ഇത് ഒരു അശ്വം ചെയ്തിട്ട്. ഞാനും ദിലീപ് കൂടി കളിച്ച ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ അഭിനയിക്കുന്ന സിനിമയാണ് ഓട്ടംതുള്ളൽ. അതായത് എൻ്റെ അടിത്തറ സ്ട്രോങ് ആണ്. ഒരു പ്രളയത്തിലൊന്നും ഞാൻ പോവില്ല. ഞാൻ സിനിമയിൽ എപ്പോഴും സിനിമ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കാണും. पर प्यार पड़ा दिल कभी न छोड़ो, ओ गीत दिल में तुले मोहब्बत. Every great film begins with a story. But behind every story is a dream, a vision, and a team of passionate people who bring it to life. Some films entertain us for a few hours, while others stay with us for years. They make us laugh, move us to tears, and become a part of our memories. Today on Shine with Nalan, we are joined by two remarkable personalities from Malayalam cinema. A filmmaker whose storytelling gave us memorable films, including the blockbuster Pavada, and who now returns with his latest film, Ottam Thullal. Please welcome director G. Marthandan. Joining him is a man who has made generations of Malayalis laugh with his impeccable comic timing, while also proving his versatility through memorable character roles. One of Malayalam cinema's most beloved actors, Harisri Ashokan. Today we will revisit the journey behind Pavada, explore the making of Ottam Thullal, uncover stories from behind the camera, relive unforgettable moments from their careers, and discover the people behind the artist. Ladies and gentlemen, I am Nalan Shine and this is Shine with Nalan. Let's shine together. Namaskaram Marthandan ചേട്ടാ. നമസ്കാരം അശോകേട്ടാ. വെൽക്കം ടു ഷൈൻ വിത്ത് നളൻ. ഷെഫ് നളൻ. മാർത്താണ്ഡൻ ചേട്ടാ, പുതിയ വിശേഷങ്ങൾ, പുതിയ സിനിമ. അതിനു മുമ്പായിട്ട് ചേട്ടനടുത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ യാത്രകളിൽ പല പ്രമുഖന്മാരുടെ വാക്കുകളിൽ നിന്നും കേൾക്കുന്ന ഒരു പേരാണ് മാർത്താണ്ഡൻ. ജി മാർത്താണ്ഡൻ. നമുക്ക് ഉൾപ്പെടെ പറയുന്നത് അസോസിയേറ്റ് ഡയറക്ടർ എന്ന ജി മാർത്താണ്ഡനെ പറ്റി. ഇദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ തന്നെ ആ സിനിമ ഭയങ്കര സേഫ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം റീസെൻ്റ്ലി നമുക്ക് ലാൽ സാറിൻ്റെ മകനും പറയുന്ന കുറേ കാര്യങ്ങൾ പൊതുവെ ഇൻഡസ്ട്രിയിലും കേട്ടിട്ടുണ്ട്. പാവാട പോലത്തെ സിനിമയൊക്കെ ചെയ്തു വന്ന ഈ ജേണിയിൽ ഒരു ഡയറക്ടർ ആയതിനു ശേഷം ഹൗ ഡു യു ഫീൽ? എനിക്കങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ഡയറക്ടറായി അങ്ങനെ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ട്, ഞാൻ എപ്പോഴും ഒരേ രീതിയിൽ. പിന്നെ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ഡയറക്ടറായപ്പം കുറച്ചുകൂടെ കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാണല്ലോ. മറ്റേത് നമ്മുടെ കൂടെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ചേഞ്ചസ്, അതൊരു വലിയ ചേഞ്ച് ആണെങ്കിലും വലിയ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാനത് എൻജോയ് ചെയ്ത് തന്നെ. റെസ്പോൺസിബിലിറ്റി സെയിം ആണ്. ഞാൻ അന്നത്തെക്കാട്ടിലും റെസ്പോൺസിബിലിറ്റി കുറച്ച് കുറഞ്ഞെങ്കിലേ ഉള്ളൂ. അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഭയങ്കരമാണ്. ഡയറക്ടറായപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മറ്റുള്ളവർ കുറച്ചുകൂടെ നമുക്ക് റെസ്പെക്ട് ചെയ്ത്, അസോസിയേറ്റ് ആയിട്ട് കഴിയുമ്പോൾ റെസ്പെക്ട് ഇല്ല. ആ ലൈനാണ്. ഇപ്പം അങ്ങനെയല്ല, കുറച്ച് ഡയറക്ടർ എന്നുള്ളൊരു ബഹുമാനം കിട്ടുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ്, ആ ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ വളരെ കുഞ്ഞിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ്. കാരണം ഞാൻ 33 വർഷമായി സിനിമ വന്നിട്ട്. 33 years. ഞാൻ വളരെ 18 വയസ്സുള്ളപ്പോൾ ഞാൻ സിനിമ വന്നതാണ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എല്ലാവരും അവനവൻ്റെ പിള്ളേർ പഞ്ചാരടിച്ച് നടക്കുന്ന പ്രായങ്ങളിൽ ഞാൻ അതൊന്നുമില്ല. എൻ്റെ മദ്രാസിൽ പോയി അലഞ്ഞ് കോടമ്പാക്കം അങ്ങനെ ഡയറക്ടർമാരെ കണ്ട്
കാരണം അന്ന് ഫോണില്ല, മൊബൈൽ ഫോണില്ല. അപ്പം അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ. അതായത് എൻ്റെ അടിത്തറ സ്ട്രോങ് ആണ്, ഒരു പ്രളയത്തിലൊന്നും ഞാൻ പോവില്ല. മനസ്സിലായി. ഞാൻ സിനിമയിൽ എപ്പോഴും സിനിമ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കാണും. സിനിമയെ പ്രണയിച്ചെത്തിയ ഒരു മനുഷ്യനാണ് അല്ലേ? അതെ അതെ, എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം സിനിമ. ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഈ പോക്കിനിടയ്ക്ക് ഞാൻ എനിക്കറിയില്ല അത് മനഃപൂർവ്വം വിട്ടുപോയതാണോ എന്തോന്ന് എനിക്ക്, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാമാണ്. സ്കൂൾ കാലഘട്ടത്തോട്ടാണോ കോളേജ് കാലഘട്ടം? എൻ്റെ അച്ഛൻ ഭയങ്കര MGRന്റെ ആരാധകനായിരുന്നു. അപ്പം അച്ഛനൊരു സാധാരണ പിയൂണായിരുന്നു. ഒരുപക്ഷെ സിനിമയിലോട്ട് വിടാനായിട്ടും ഇന്നത്തെ പോലെ ഈ ഒരു ഡിജിറ്റൽ യുഗം അല്ലല്ലോ, സിനിമ ഒരുപാട് കൈ എത്താത്ത ദൂരത്താണ്. അപ്പോൾ പുള്ളി ഉള്ളിൻ്റെ ഉള്ളിൽ മകനെ എന്തെങ്കിലും സിനിമയിലാകണമെന്ന് ആഗ്രഹിച്ചിരിക്കാം, പക്ഷെ അതിനുള്ള സ്കോപ്പ് പുള്ളിക്കില്ല. പക്ഷെ ആ ആഗ്രഹമായിരിക്കും എന്നിലോട്ട് കയറിയത്. പക്ഷെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് അച്ഛൻ. അച്ഛൻ്റെ പേര് ഗോപാലൻ നായർ എന്ന് പറയും. അച്ഛൻ ഒരു പിയൂണും കൂടെ ആയിരുന്നു, പിന്നെ ഒപ്പം നല്ലൊരു കുക്കായിരുന്നു. ആ നാട്ടിലുള്ള എല്ലാ കല്യാണങ്ങൾക്കും മേജർ കുക്ക് എന്ന് പറയുന്നത് അച്ഛനായിരുന്നു. ഭയങ്കര ഫേമസ് ആയിരുന്നു, വലിയൊരു കലാകാരൻ്റെ ലുക്കും ഒക്കെ ആയിരുന്നു. അതുപോലെ വലിയൊരു മനുഷ്യനാണ്. ഒന്നുമല്ലാതെ വന്ന് പിള്ളേരുടെ വിദ്യാഭ്യാസം കൊണ്ടും മറ്റേ കൊണ്ടൊരു എന്താ പറയുക, ഒരു വലിയൊരു മനുഷ്യനായിട്ടാണ് പുള്ളിക്ക് അവസാനം ജീവിതം കഴിഞ്ഞ. പുള്ളിക്ക് എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും മാറി ഏതാണ്ട് 10 വർഷത്തോളം ഒരു മോൻ്റെ കൂടെ അമേരിക്കയിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷിച്ചാണ് അച്ഛൻ പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോയത്. എത്ര സഹോദരങ്ങളാണ്? എനിക്ക് 4 ചേട്ടന്മാരും 2 സഹോദരിമാരും. ഞാൻ ഏറ്റവും ഇളയയാളാണ്. എനിക്ക് ഇവരെക്കാട്ടിലൊക്കെ ഒരുപാട് ഏജ് വ്യത്യാസമുണ്ട്. അച്ഛൻ എപ്പോഴും പറയത് നിന്നെ വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടാണെന്ന് പറയും. അതുകൊണ്ട് അപ്പോൾ നിന്റെ ചിന്തയിൽ എപ്പോഴും 2 ചിന്തകൾ കാണുന്ന അച്ഛൻ പറയുന്നത് ഭയങ്കര തമാശ പറയുന്നത്. അങ്ങനെ ആയിരുന്നു, പക്ഷെ സിനിമ വന്നതിന് ശേഷം അങ്ങനെയില്ല. അച്ഛൻ വെച്ചോളമ്പിയതിന്റെ ഒരു ഐശ്വര്യവും തീർച്ചയായിട്ടും അച്ഛനെ പെട്ടെന്ന് അച്ഛൻ വിട്ടുപോകുന്നത്. കാരണം രാവിലെ തന്നെ ആലപ്പുഴയ്ക്കൊരു ഞാൻ ബെന്നിച്ചേട്ടൻ്റെ ഒരു പടം പുതിയ തീരങ്ങളാണ്, സത്യൻ സാറിൻ്റെ പടം നടക്കുന്നിടത്തോട്ട് ഞാൻ എൻ്റെ പടം എടുത്ത് ബെന്നിച്ചേൻ എഴുതുന്നത് എൻ്റെ പടം. എൻ്റെ പടത്തിൻ്റെ കഥ ഞാൻ അച്ഛനോട് പറഞ്ഞു. മമ്മൂട്ടി സാറാണ് നായകൻ അച്ഛനറിയാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്കഷന് വേണ്ടി പോയിട്ട് അന്ന് വൈകിട്ട് അച്ഛൻ മരിച്ചു. അപ്പോൾ അത് പെട്ടെന്ന് പോയി എന്നെ വിട്ടിട്ട്. അപ്പോൾ എൻ്റെ പടം കാണാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ പടം ഇറങ്ങിയ സമയത്ത് മമ്മൂട്ടി സാർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എൻ്റെ അച്ഛൻ സ്വർഗ്ഗത്തിരുന്ന് സിനിമ കാണുന്നു അച്ഛൻ. അപ്പം സാറ് പോലും അതോ കാരണം വലിയ കാര്യമായിരുന്നു അച്ഛന്, എന്നെ സാറിന്. അപ്പോൾ അച്ഛൻ മരിച്ചപ്പം സാറ് അമ്മയെ വിളിച്ച് ഫോണിൽ, അച്ഛൻ സാറ് പുറത്തായിരുന്നു, വിളിച്ച് പറഞ്ഞു എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല, പക്ഷെ അവൻ്റെ കാര്യത്തിൽ ഓർത്ത് വിഷമിക്കേണ്ട, അവൻ ഉടനെ തന്നെ ഒരു ഡയറക്ടർ ആകുന്നു. ഏതാണ്ട് വിത്തിൻ 6 months സാർ എൻ്റെ പടം തുടങ്ങി. അടിപൊളി. 18ാമത്തെ വയസ്സിൽ കോടമ്പക്കത്ത് എത്തുന്നു അല്ലേ? എത്ര വർഷം എടുത്ത്? ഞാൻ 19 വർഷത്തോളം അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. 19 years. മലയാളത്തിലെ എല്ലാ ഡയറക്ടർമാരുടെയും ഫസ്റ്റ് ചോയ്സ് അസോസിയേറ്റ് ഡയറക്ടർ ഞാനായിരുന്നു. അതാർക്കും കിട്ടാത്തൊരു ഇതാണ്. അതേപോലെ ഒരു 4 പതിറ്റാണ്ട് അല്ലെ 40 years എൻ്റെ മുമ്പിലിരിക്കുന്നത് ഒരുപാട് ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന. ഇന്ന് ഞാൻ ആക്ച്വലി ലൈഫിൽ 2ാമത്തെ വട്ടമാണ് അശോകൻ ചേട്ടനെ കാണുന്നത്. ആദ്യത്തെ വട്ടം ഞാൻ കാണുന്നത് കൊല്ലത്ത് വെച്ച് ഒരു ഫിലിം സെറ്റിൽ വെച്ചിട്ടാണ്. ഇന്ന് അശോകൻ ചേട്ടൻ ഈ സിനിമയിലൊക്കെ ഭയങ്കര കോമഡി ആണെങ്കിലും സെറ്റിൽ ഭയങ്കര സീരിയസ് ആണ് പുള്ളി. അപ്പം ഞങ്ങളൊക്കെ എന്നെ ദൂരെ നിന്ന് വളരെ ആരാധനയോടുകൂടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ഹലോ പറയാൻ പോലുമുള്ള ധൈര്യം എനിക്കില്ല. സുരേഷ് ചേട്ടനൊക്കെ അന്ന് ഷാജി കലാസൊക്കെ ആയിട്ട് ഷാജി ചേട്ടനൊക്കെ ആയിട്ട് വലിയ സിനിമകൾ, അതായത് അന്ന് ഈ മാഫിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയം, അന്ന് കൊല്ലം ഇങ്ങനെ തരംഗമായി നിൽക്കുക. അന്ന് ഞാനും ഇദ്ദേഹവുമായിട്ടൊരു ഫൈറ്റ് സീൻ ചെയ്തിട്ടുണ്ട്. ഇതാർക്കും അറിയത്തില്ല, അദ്ദേഹം രഹസ്യമാണ്. അശോകൻ ചേട്ടാ 40 years 40 വർഷത്തോളമുള്ള ജേണി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും ലെഗസിയിൽ നിൽക്കുകയാണ്. ഒരുപാട് ആരാധനയോടുകൂടി താങ്കളടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കരിയറിൽ ഇന്നും ഉറക്കമെണീക്കുമ്പം എന്താണ് ആ എക്സൈറ്റ്മെന്റ്? നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. വാട്ട് ഈസ് ന്യൂ ടുഡേ? കാരണം ഇദ്ദേഹത്തിനെ പോലെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ മറിയല്ലേ. എന്താണ് ഏട്ടൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്? അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ മാർത്താണ്ഡൻ പറഞ്ഞ പോലെ സിനിമ തന്നെയാണ്, വേറെ ഒരു ചിന്തയില്ല. കുടുംബം, സിനിമ, അത്രേ ഉള്ളൂ. ഇപ്പം രാവിലെ നമ്മൾ എഴുന്നേക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ ദിനചര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും. കാരണം തലേദിവസം രാത്രി നമുക്ക് കിടക്കുന്നത് 10:30 മണി അല്ലെങ്കിൽ 11 മണിയാണ് എൻ്റെ ഉറക്കം. മാക്സിമം 10:30 മണി, 10:10. അപ്പോൾ ആ സമയത്ത് വരെ ഞാൻ സിനിമ കാണും. മിനിമം ഒരു ഫുൾ ഡേ ഫ്രീ ആണെങ്കിൽ ഏറ്റവും മിനിമം ഞാൻ 3 സിനിമയെങ്കിലും കാണും ഒരു ദിവസം. അതിൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ടാവും. അവൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണും, അടുക്കളയിൽ നിന്ന് വന്ന്. പക്ഷെ അതൊരു ഭയങ്കര മൂഡാണ്. അപ്പോൾ ഒരു ദിവസം ചിലർ പറയില്ലേ, സിഗരറ്റ് വലിക്കുന്നവനാണെങ്കിൽ ഭയങ്കര വലിക്കാരനാണെങ്കിൽ മാത്രം പറയും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ ഇന്ന് സിഗരറ്റ് വലിച്ചില്ലല്ലോ എന്ന് തോന്നും. നമ്മളൊരു ദിവസം ഒരു സിനിമയെങ്കിലും കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഒന്നില്ലെങ്കിൽ തിയേറ്റർ, ഇല്ലെങ്കിൽ OTT. ഇത് കാണും. കൂടുതലും പഴയ സിനിമകളും പുതിയ സിനിമകളും എല്ലാം കാണും. എല്ലാ ജോണേഴ്സും എല്ലാം കാണും. ഞാൻ തുളു സിനിമ വരെ കാണും. ഭാഷ അറിയില്ല, പക്ഷേ കാണും. എനിക്ക് അതിന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ഒന്നും എത്തിയിട്ടില്ല ഇപ്പോഴും, എവിടെ എത്തിയിട്ടില്ല. സത്യം, എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെ എത്തിയിട്ടില്ല. ഇനിയും കുറേ സംഭവങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജോണേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് കോമഡി ജോണറുണ്ട്,
അതേപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ത്രില്ലിംഗ് ജോണേഴ്സ് ഉണ്ട്, ഹൊറർ ജോണേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഒരു പാറ്റേൺ ആണ്. ഒരാളൊരു കോമഡിയനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാറ്റേൺ പിടിക്കുക, ഇപ്പോൾ വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വില്ലനിസം തന്നെ പിടിക്കുക. അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് ചാടി വന്നിട്ടുള്ള നമ്മളെ കൊച്ചിൻ ഹനീഫ സർ അല്ലേ, അതേപോലെ നമ്മളെ ജനാർദ്ദനൻ ചേട്ടൻ ഒക്കെയാണ് നമ്മൾ ഈ വലിയ സീരിയസ് വില്ലന്മാരിൽ നിന്നും കോമഡി ട്രാക്കിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പം അതേപോലെ സീരിയസ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ത്രില്ലറായിട്ടുള്ള ഇല്ലെങ്കിൽ വില്ലനിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി ചിന്തിക്കാറുണ്ടോ? ചില സിനിമകൾ കാണുമ്പം അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ആദ്യം ഞങ്ങൾ ത്രൂ ഔട്ട് വേഷം ചെയ്തത് മാനത്തെ കൊട്ടാരമാണ്. അത് എറണാകുളത്തൊരു ഹോട്ടലിൽ ഞാൻ, ദിലീപ്, അങ്ങനെ കുറച്ച് പേർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ ആ ഡയറക്ടർ പറഞ്ഞത് ഇയാൾ വേണ്ട, കാരണം ഇയാൾ ഭയങ്കര കോമഡി ചെയ്യാൻ പറ്റിയൊരു ഫിഗറല്ല, ഭയങ്കര വില്ലൻ ലുക്കാണ് എന്ന് പറഞ്ഞു. ദൈവമേ, വില്ലൻ ലുക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ അവർ ഓരോരുത്തർ പെർഫോം ചെയ്ത് കാണിച്ചു, അവരെയൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്തു. ദിലീപിൻ്റെ ഡയലോഗ് പറഞ്ഞു. അതായത് ദിലീപിൻ്റെ ദിലീപിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ദിലീപിൻ്റെ അമ്മ ഫിലോമിൻ ചേച്ചി ഞങ്ങളെ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുകയും, ഭ്രാന്താണല്ലോ അമ്മയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പിന്നെ ഞങ്ങൾ കാണുമ്പോൾ ദിലീപിനോട് ചോദിക്കും, നിൻ്റെ അമ്മക്ക് എന്താ ഭ്രാന്താണ് എന്ന് ചോദിക്കാൻ. അവൻ പറയണം, സത്യം അവിടെ വെച്ച് പറയും എൻ്റെ അമ്മക്ക് ഭ്രാന്താണ് എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് നമ്മുടെ മനസ്സിലൊരു വിഷമം, അതൊന്നും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചെയ്തു, ഇയാളൊന്നും ചെയ്യുന്നു, ഞാൻ ചെയ്തു. എൻ്റെ കണ്ണ് നിറഞ്ഞു, പെട്ടെന്നൊന്ന് ഒഴുകി. അത് പുള്ളിങ്ങ് ശ്രദ്ധിച്ചു. എന്നിട്ട് അൻസാറാണ് എൻ്റെ സ്ക്രിപ്റ്റ്. അയാളെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇന്നാകുന്നത്. ഇത് അക്കാലം തുടങ്ങി കോമഡികളാണ് കൂടുതലും ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പോലീസ് എസ് ഐ ആയാൽ പിന്നെ ജീവിത അവസാനം വരെ പോലീസ് എസ് ഐ എന്ന് പറഞ്ഞ പോലെ കുറേ കോമഡികളാണ് പിന്നെ ചെയ്തത്. അപ്പോഴും ആഗ്രഹമുണ്ട് ഒരു സെന്റിമെന്റ്സ് ഡയലോഗ് പറയണമെന്നും ഒരു വില്ലൻ വേഷം ചെയ്യണമെന്നൊക്കെ അന്ന് തുടങ്ങിയുള്ള ആഗ്രഹങ്ങളാണ്. പിന്നെ അനിയത്തിപ്രാവിൽ ആണ് ഫാസിൽ സാറ് കുറച്ച് സംഭവങ്ങൾ തന്നതിന് ഒരു ഇമോഷനായിട്ടുള്ള അതൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായി. അന്ന് തുടങ്ങി നമുക്കിങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കുറേ കഴിഞ്ഞപ്പോഴൊക്കെയാണ് അത് കിട്ടി തുടങ്ങിയത്. ഇപ്പൊ നെഗറ്റീവ് ക്യാരക്ടർ, ഒരു ചെറിയ സെമി നെഗറ്റീവ് ക്യാരക്ടറാണ് പ്രതിച്ഛായ ചെയ്തത്. ഞാൻ ശ്രദ്ധിച്ച ഡയലോഗ് പ്രസന്റേഷൻ അത് സോഷ്യൽ മീഡിയയിലിട്ട് കത്തിക്കാനൊക്കെ പറയുന്ന സ്റ്റൈൽ. അതപ്പോൾ ഞാൻ ഡയറക്ടറോട് ചോദിച്ചപ്പോൾ ഡയറക്ടർ ഞാൻ അശ്വൻ്റെ ഇഷ്ടം പോലെ ചെയ്തു, ഞാൻ പിന്നെ കുറച്ച് ഒതുക്കി ചെയ്യട്ടെ, ലൗഡർ ആക്കണ്ട നമുക്ക്. പിന്നെ ത്രോട്ട് ശരിയായില്ല, ഡബിന് ചെല്ലുമ്പോൾ ആൾക്കാർ അവിടുത്തെ ടെക്നീഷ്യൻ പറയും ഭയങ്കര കരകരപ്പുണ്ട് തോട്ടിന്, അതൊന്നും ഇപ്പില്ല, പ്രശ്നമില്ല. പണ്ട് അങ്ങനെ ഭയങ്കര പ്രശ്നം നിർബന്ധമായിരുന്നു, ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഞാൻ ആ കരകരപ്പുള്ള ശബ്ദം വെച്ചിട്ട് ഡബ് ചെയ്തോട്ട് ഇപ്പം ഡയറക്ടർ ഡെഫിനറ്റ് ചെയ്തു എന്ന്. ബ്യൂട്ടിഫുൾ. അപ്പം അങ്ങനെ തന്നെ ഡബ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ കുറച്ച് സമയമെടുത്ത് ചെയ്യാൻ പറ്റി, അഭിനയിക്കാനും പറ്റി. അങ്ങനെ കുറേ സൗകര്യങ്ങൾ കിട്ടിയത്. പക്ഷേ അശോകൻ ചേട്ടൻ്റെ സിനിമകളിൽ നല്ല ക്യാരക്ടറായിട്ട് ചർച്ച ചെയ്യപ്പെടാതെ പോലും അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അത് ഭയങ്കര അല്ലല്ല ബാബുട്ടിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, രഞ്ജിത്ത് സാർ സ്ക്രിപ്റ്റ് എഴുതി GS വിജയൻ സാർ ഡയറക്റ്റ് ചെയ്ത പടമാണ്. ആ സിനിമ ഒന്ന് കാണണം. ഇതിലെ ഒരു കഥാപാത്രമുണ്ട്, അത് ആ ക്യാരക്ടർ എടുത്തിട്ടൊരു വലിയ സിനിമ ചെയ്താലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് കാണണം കേട്ടോ, അത് തീർച്ചയായിട്ടും അതിന്റെ ലുക്കും അത് ഒരിക്കലും ഒരാൾ ധൈര്യപ്പെടുത്തില്ല ആ കഥാപാത്രം അശോകന് കൊടുക്കാം. പക്ഷെ അത് പിന്നീട് അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. ഒരു പക്ഷേ ഈ ഇന്റർവ്യൂ കണ്ടെങ്കിലും ആളുകൾ അത് റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പടത്തിന്റെ പേര് ഒരിക്കൽ ബാബുട്ടിയുടെ നാമം. പടം ഓടിയ പടമാണ്, പടം ഹിറ്റ് പടമാണ്. മമ്മൂട്ടി സാറാണ് നായകൻ, രഞ്ജിത്ത് സാർ സ്ക്രിപ്റ്റ് എഴുതി, ആശാന പുള്ളി എഴുതിയിട്ട്. പക്ഷെ ആ സിനിമയും നല്ലതാണ്, ആ സിനിമയിൽ ഈ ക്യാരക്ടർ. പക്ഷെ അത് പിന്നീട് ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. എനിക്കത് ഭയങ്കര വിഷമമുണ്ട് അതിനകത്ത്. അത് ഈ ഇന്റർവ്യൂ കാണുമ്പോഴെങ്കിലും ആളുകൾ അത് റെഫറൻസ് ആയിട്ട് എടുക്കണേ. മനസ്സിലായി. അത് രഞ്ജിയേട്ടൻ, GS വിജയൻ അവരൊരു ചങ്കൂറ്റമാണത്. കാരണം അങ്ങനെ ഒരു വേഷം നമ്മൾ ഏൽപ്പിക്കണമെങ്കിൽ, അതായത് എൻ്റെ ചെറിയൊരു സംഭവം തുടങ്ങി പറഞ്ഞുതരാം ഞാൻ. അതിന് എന്നെ വിളിക്കുമ്പോൾ കൺട്രോളറാണ് വിളിക്കുന്നത് ആദ്യം. ഇങ്ങനെ നമ്മുടെ GS വിജയൻ്റെ പടം രഞ്ജിയേട്ടൻ എഴുതുന്നത് എന്ന് പറഞ്ഞ്, മമ്മൂക്കയാണ് ഹീറോ. എന്താ വേഷം? അത് അശ്വൻ ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ്. അത് കേട്ടപ്പോൾ എൻ്റെ കയ്യും കാലും പിറക്കാൻ തുടങ്ങി. കാരണം പിന്നെ എനിക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഞാൻ ഉടനെ വിജയനെ വിളിച്ചിട്ട് ചോദിച്ചു, വിജയേട്ട എന്താണ് ആ വേഷം എന്ന് പറയാം? അത് നല്ല വേഷമാടാ, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വേഷമാണ്. സെയിം സാർ, നീ ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ്. വീണ്ടും കൂട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഒരു കണക്കിന് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ രഞ്ജിയേട്ടനെ വിളിച്ചു. രഞ്ജിയേട്ടാ, ഇത് ആരും വിളിച്ചിട്ട് ഇത് തന്നെ പറഞ്ഞു. അതെന്താണ് രഞ്ജിയേട്ടാ ആ വേഷം? ഇതുവരെ അശ്വൻ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് 3 പേരും പ്ലാൻ ചെയ്ത് പറഞ്ഞ പോലുള്ള ഒരു മറുപടി. ഷൂട്ടിങ്ങിന് അതിന് മുമ്പ് എന്നോട് ചോദിച്ചു, നീ ബൈക്ക് ഓടിക്കും? ഞാൻ ബൈക്കൊക്കെ ഓടിച്ചിട്ട് വർഷങ്ങളായി,
ബുള്ളറ്റ് ഓടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങനെ ബുള്ളറ്റ് പഠിച്ചു, ഒന്ന് പ്രാക്ടീസ് ചെയ്തു. അതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്കാനെ പുറകിൻ്റെ അടുത്ത് ഓടിക്കണമെന്ന് അത് മമ്മൂക്കാനെ പുറകിട്ട് ഓടിക്കുക. ഒരു കയറ്റം കയറിയാണ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത്. അവിടെ കയറ്റി കിട്ടു വന്ന. ഞാൻ ആദ്യം നിന്ന് ലൊക്കേഷൻ ചെന്നു കഴിഞ്ഞപ്പോൾ അശോക് എന്ന് പറഞ്ഞു. അശോക് എന്ന് വിളിക്കുള്ളൂ എന്നെ രഞ്ജേട്ടൻ എന്നെ വിളിച്ചു. ഞാൻ ഓടിച്ചെന്നു ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കണം വീടിൻ്റെ മുമ്പിൽ. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇരിക്ക് എന്ന് പറഞ്ഞു. ഒന്നും പറയാനില്ല ഞാൻ. രഞ്ജേട്ടാ ഒന്നും പറയുക വേഷം ഇതിങ്ങനെ കിടക്കാണ് മനസ്സിൽ. ഇതുവരെ ചെയ്യാത്ത വേഷം. അല്ല അവിടെ പറഞ്ഞില്ല. ഇരിക്ക് ഞാൻ കഥ പറയാം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. എൻ്റെ ക്യാരക്ടർ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യാത്തൊരു വേഷമായതുകൊണ്ട് എനിക്ക് ഗതി ഇങ്ങനെ നിൽക്കണ്. എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ ഞാൻ ചെയ്യുമോ ഇത് അശോകേ ചെയ്യുള്ളൂ, അശോകനെ ചെയ്യാൻ പറ്റുള്ളൂ, മേക്കപ്പ് ചെയ്തിട്ട് വന്നു. മീശ പഠിക്കാൻ പറഞ്ഞു. ആ മീശ താടി എന്ത് വേണമെങ്കിലും പഠിക്കാം. മീശ പിടിച്ചു എന്നിട്ട് വിഗ്ഗൊക്കെ വെച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് പിന്നെ അവിടെ നിന്നൊരു യാന്ത്രികമായിട്ടാണ് ഞാൻ പോയി മേക്കപ്പ് മാൻ്റെ മുമ്പിൽ ചെന്ന് ഇരുന്ന് ഡ്രസ്സ് മാറുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. ഇയാളെന്നെ മേക്കപ്പ് ചെയ്യുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, മീശ പഠിക്കുന്നു. തിരിച്ച് ഞാനിങ്ങനെ വരുമ്പോൾ മമ്മൂക്കയായിട്ട് ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ തന്നെ മമ്മൂക്ക അതേ നമ്മുടെ എന്താ പറഞ്ഞവർ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവരവിടെ ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ മമ്മൂക്ക അങ്ങ് നോക്കി മമ്മൂക്ക എന്നെ മനസ്സിലായില്ലേ മീശ കളഞ്ഞു. വന്നല്ല അലവി നീയാണുള്ള ഹീറോ. അപ്പോഴും ഞാൻ ഞെട്ടി. നല്ല വേഷമാണ്, പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് മമ്മൂക്ക പിന്നെ അങ്ങനെ ഒരു പരിപാടി എനർജി ഭയങ്കരമായിട്ട് തരും. പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അത് കാണേണ്ട വേഷം. തീർച്ചയായിട്ടും ഞാനത് കണ്ടിട്ട് അശോകനെ വിളിച്ചിട്ട് ഞാൻ അന്നേരം ഡയറക്ടർ ആയിട്ടില്ല. ചേട്ടനെ ഇങ്ങനെ അതുപോലത്തെ ഒരു കഥാപാത്രം അശോകനെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അശോകൻ പിന്നെ ഡയറക്ടർ ആയപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറഞ്ഞു നീ എന്നെ വിളിക്കാറില്ലല്ലോ എന്ന് എഴുതിട്ട് കഴിഞ്ഞ 2 പടത്തിലാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അശോകനുള്ളത്. അശോകൻ്റെ ഫസ്റ്റ് പ്രസൻസ്, അതായത് ഞാൻ ഗോഡ് ഫാദർ ആദ്യം കാണുമ്പോൾ തന്നെ മുതലാളിയുടെ അടുത്തിരിക്കുന്ന ആ ഷോട്ട് എൻ്റെ ലൈഫിൽ അന്ന് രജിസ്റ്റർ ആയ ഒരു മനുഷ്യനാണ് എൻ്റെ ലൈഫിൽ. ഇദ്ദേഹത്തിൻ്റെ സീനുകളൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് കാണാപ്പാടമാണ്. മിക്ക ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോൾ ജഗദീഷ് ചേട്ടനൊക്കെ ട്രാക്ക് മാറ്റി ഒരു വില്ലൻ പരിവേഷവും ഒരു കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ അങ്ങനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണുന്ന സമയത്ത് ഒരു സിംഗിൾ ഷോട്ടാണ്, അത് ഒറ്റ സിംഗിൾ ഫ്രെയിമിനകത്ത് ഇരുന്നിട്ട് ആ ഫോൺ ഹാൻഡിൽ ചെയ്യുന്നതാണ് ആ സോഷ്യൽ മീഡിയ. അപ്പോൾ ഞാൻ ആലോചിച്ച് നമ്മുടെ ആഗ്രഹപ്രകാരം ഓരോ കാര്യങ്ങളൊക്കെ സംഭവിക്കും. പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ സീരിയസ് ആയിട്ട് തമാശയിൽ നിന്നതല്ലേ, തമാശ തന്നെ എത്രയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് ഇദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഇൻഡസ്ട്രിയിലെ 2 പേരുകളാണ് പറഞ്ഞത്. ഒന്ന് അമ്പിളിച്ചേട്ടൻ്റെയും ഒന്ന് അശോകേട്ടൻ്റെയും. 2 പേരുകളാണ് അതും മാർത്താണ്ഡൻ ചേട്ടനെ പോലത്തെ ഒരു വ്യക്തിത്വത്തിന്റെ വായിൽ നിന്നും കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ അശോകൻ ചേട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ എത്രയോ പടങ്ങളും ചെയ്തു. 6ാമത്തെ പടം എൻ്റെ ചെയ്തു. എല്ലാവരും അഭിനയിച്ചിട്ട് പോകുന്നു, ആരും ഇതായിട്ട് പറയുന്നില്ല. അവരവരുടെ തിരക്കുകളൊക്കെ കാണും. പിന്നീട് നമ്മളിങ്ങനെ പ്രൊമോഷൻ വരുമ്പോഴൊക്കെ ആയിട്ടാണ്. പക്ഷേ അശോകൻ ചേട്ടൻ എല്ലാ ദിവസവും അല്ലെ 1-2 ദിവസം കൂടുമ്പോൾ വിളിച്ചിരിക്കും. ഒന്നീ രാവിലെ അല്ലെ വൈകിട്ട് ആ സിനിമയെക്കുറിച്ച് എന്തായി, ഏത് സ്റ്റേജായി, എങ്ങനെ വിളിക്കുന്ന എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏക വ്യക്തിയെ അമ്പിളിച്ചേട്ടൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും. പിന്നെ മാസം വിളിക്കുന്ന വേറൊരു വ്യക്തിയുണ്ട്, ഷെഫ് നാളെ. അശോകൻ ചേട്ടൻ അങ്ങനല്ല. അശോകൻ ചേട്ടൻ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നമുക്ക് പ്രൊമോഷൻ ചെയ്യണം. അപ്പം അത് നമുക്ക് കിട്ടുന്ന എനർജി ഭയങ്കരമാണ്. അത് ഭയങ്കരമാണ്. സിനിമയിൽ വെച്ച് തന്നെ ഞങ്ങൾ പണ്ട് ഒരുമിച്ച് ചെയ്യാൻ നേരത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ അസോസിയേറ്റ് ആകുമ്പോഴൊക്കെ നമ്മൾ ചെയ്യും. എൻ്റെ വീടായിട്ട് വളരെ ബന്ധമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാവരും. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണം പോലെ ഐശ്വര്യമുള്ളൊരു അമ്മ, എന്തൊരു സൗന്ദര്യമുള്ളൊരു അമ്മയായിരുന്നു അറിയാം. എന്നാൽ അർജുനൊക്കെ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാം. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് അങ്ങനെയൊന്നും എല്ലാം ഗംഭീരം. മാർത്താണ്ഡ ചേട്ടാ ഇപ്പം വന്ന് നിൽക്കുന്നത് ഇപ്പം പാവാട പോലത്തെ ഒരു 1 ഹിറ്റ് സിനിമ ചെയ്തു. ജനകീയമായ സിനിമകൾ, അതും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് കുടുംബസമേതം പ്രേക്ഷകരുമായിട്ട് കാണാൻ പറ്റുക, അമ്മയും പെങ്ങളുമായിട്ടൊക്കെ പോയിരുന്ന് ചിരിക്കുക, അങ്ങനെയുള്ള സിനിമകൾ ഇന്നിപ്പോൾ അപൂർവമാണ്. ഇപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് പടം കാണണമെന്ന് പറഞ്ഞൊക്കെ പോകുന്ന ഒരു പറ്റം സമൂഹത്തിനെ കെട്ടിപ്പടുത്തുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ജനകീയമായ പടങ്ങൾ വരുന്നത്. ഇതിനൊക്കെ വലിയ സ്വീകാര്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണും. കാരണം വാഴ 2 പോലൊക്കെ ജനങ്ങളുടെ ജനകീയ പടങ്ങൾ ഹിറ്റായത്, വലിയ പ്രൊമോഷൻ ഒന്നുമില്ല, സാധാരണക്കാരൻ്റെ പടമാണ്. ഇന്നും ഒരു സാധാരണക്കാരനായിട്ട് ജനങ്ങളെ കണ്ട്
സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളെടുത്ത് പാവാട പോലത്തെ ഒരു സിനിമ. ഈ പാവാടയുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പാവാടയുടെ എക്സ്പീരിയൻസ് എൻ്റെ മൂന്നാമത്തെ സിനിമയായിരുന്നു. ആക്ച്വലി രണ്ടാമത്തെ സിനിമയായിട്ട് കണ്ടു. അപ്പോൾ അടുപ്പിച്ച് 2 പടം ഞാൻ സാറിനെ വെച്ച് ചെയ്തത്, മമ്മൂട്ടി സാറിൻ്റെ ക്ലീറ്റസും വെച്ചാൽ അതിന് നന്നായിട്ട് പോയ സിനിമകളാണ്. നല്ലതായിട്ട് പോയതാണ്. അതെ, കാരണം എന്താ പറയുക, കുടിയന്മാരുടെ കഥയ്ക്ക് കുറച്ചുകൂടെ റീച്ച് കൂടുതലാണ്. കള്ളൻ്റെ കഥയും കുടിയന്മാരുടെ കഥയ്ക്ക് എപ്പോഴും കുറച്ച്, ഇപ്പം മീശമാധവൻ എന്നൊക്കെ പറഞ്ഞാൽ കുടിയന്മാരുടെ കഥയ്ക്ക് എപ്പോഴും ഒരു ആളുകൾ എപ്പോഴും കാണുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കുടിയൻ്റെ കഥ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ നല്ല കുടിയനായിരുന്നു. അപ്പോൾ അവനായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ ബിപിൻ ചന്ദ്രനാണ് ഈ സബ്ജക്റ്റ് പറയുന്നതും, അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാകുന്നതും. അപ്പം പിന്നെ പൃഥ്വിരാജ് അങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ടില്ലായിരുന്നു. അതതിൻ്റെ ഒരു പ്രത്യേകത. രാജു എല്ലാം വളരെ സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു ഇളകി വന്ന് ലോ ബേസ് ചെയ്തൊരു സിനിമയായതുകൊണ്ട് അതിപ്പോഴും സ്വീകാര്യതയുണ്ട്. അപ്പം ഞാനെപ്പോഴും അത്തരം സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. എനിക്ക് പാവാട എന്ന പേര്, പാവാട എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഈ പട്ടച്ചാരായത്തിന് പാവാട എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു ചില സ്ഥലത്ത്. അങ്ങനെ അത് ബിപിൻ ചന്ദിന്റെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. അതാണ് ഞാൻ ആ പടം ചെയ്യാൻ കാരണം, ആ പേര്. അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു കമ്പിപ്പടമാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എ സർട്ടിഫിക്കറ്റ് ഉള്ള പടം ചെയ്യും, പക്ഷേ അത് ചിരിയുടെ എ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഒരിക്കലും ജനത്തിന് നെഗറ്റീവ് ആകുന്നത്. എൻ്റെ പടത്തിലൊരു തെറി പോലും ഞാൻ പറയുന്നത്, കാരണം എൻ്റെ അമ്മയ്ക്ക് കാണുന്ന സിനിമയായിരിക്കണം ഞാൻ ചെയ്യുന്നത്. അതാണ് ഞാൻ എപ്പോഴും ഭയങ്കര സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അതെ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് കാണാൻ പറ്റിയ സിനിമയും ചെയ്തിട്ടുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് കാണാൻ പറ്റാത്ത സിനിമയും ചെയ്തത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കാണുന്ന സിനിമ അനുസരിച്ചാണ് ഇപ്പോൾ ഓട്ടംതുള്ളിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അതെ, ഈ ഓരോ ക്യാരക്ടേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം പൃഥ്വിരാജിനെ പോലത്തെ ഒരു നടൻ ഭയങ്കര ഡയലോഗുകളും പോലീസ് വേഷങ്ങളും ഈ പറയുന്ന കണക്ക് ത്രോ ഡയലോഗുകളൊക്കെ ചെയ്ത്, നമ്മൾ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്നത്, നമ്മളെ സുരേഷ് ചേട്ടനെ പോലെ ഡയലോഗ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ ഒരു കള്ളുകുടിയനായിട്ടൊക്കെ താങ്കൾക്ക് എങ്ങനെ മനസ്സിൽ രൂപാന്തരപ്പെട്ടു വന്നു എന്നൊക്കെ? അല്ല, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു രാജുവിൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ്. സുകുമാരൻ സാർ എന്ന് പറഞ്ഞൊരു വലിയ നടൻ്റെ മകനാണ്. ഏറ്റവും നല്ലതായിട്ട് ഈ നോർമൽ വേഷങ്ങളൊക്കെ ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത ഒരാളുടെ മകനാണ്. അപ്പോൾ പുള്ളി ചെയ്ത വേഷങ്ങൾ അങ്ങനെ സീരിയസ് വേഷങ്ങളായിപ്പോയി. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ആ ജെനിസ് കാണാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ അത് ഉറപ്പായിരുന്നു. ഒരു മിനി ലാലേട്ടം പിടിച്ചാണ് ഞങ്ങളത് ചെയ്തത്. ഞങ്ങൾ രാജുവായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അതാണ് ഞാൻ കൈലിയൊക്കെ കൊടുത്തു. പിന്നെ കണ്ണിനടി മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു, കണ്ണിനടി ഒരു മാർക്ക് ഇടുക. പുള്ളി പിന്നെ അങ്ങ് അഴിഞ്ഞാടുകയായിരുന്നു. എന്നോട് ഞാൻ ചേട്ടാ ഞാനങ്ങ് ഇറങ്ങി ചെയ്യും, ചേട്ടൻ എന്നെ ഒന്ന് പിടിച്ചേക്കണേന്ന് പറഞ്ഞു. പിടിക്കേണ്ടി വന്നില്ല, പുള്ളി കറക്റ്റായിട്ടാണ്. പൃഥ്വിരാജ് സുകുമാരൻ എന്നല്ലേ പുള്ളിയുടെ പേര് തന്നെ. അല്ല, ഞാനിപ്പം അർജുൻ്റെ സിനിമകളും ഞാൻ കാണാറുണ്ട്. അർജുൻ അശോകൻ ഞാൻ കഴിഞ്ഞ ദിവസം ലൂലു മോളുടെ ഒരു ഫംഗ്ഷനിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. വളരെ ക്വാളിറ്റി ഓറിയൻറ്റഡ്, വളരെ ഡെഡിക്കേഷൻ. അത് ഫിസിക്കലി ആണെങ്കിൽ അശോകൻ അങ്ങനെ അവനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നു. അർജുൻ അശോകൻ അപ്പം ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അവൻ്റെ കുസൃതി ഭയങ്കര. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഏതൊരു പടത്തിൻ്റെ ഈ ഓഡിയോ ലോഞ്ചിൽ എൻ്റെ വിഷ്വൽ കാണുമ്പോൾ ഈ കുട്ടികളോട്ടൊക്കെ കളിക്കുന്ന കാണുമ്പോൾ ഒരു മാറ്റമില്ല. അത് പുള്ളിയും കുട്ടികളുടെ മനസ്സിലാണല്ലേ സ്ഥാനം പിടിച്ചത്. അശോകൻ ചേട്ടൻ ബേസിക്കലി സീരിയസ് ആണ്. പക്ഷേ ഈ സിനിമ ചെയ്യുമ്പോഴുള്ളൂ അല്ലാത്തപ്പം ഭയങ്കര ഇപ്പൊ വന്നപ്പോൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അതാണ് ഒരു ചിട്ടയായി ലൈഫ് പോകുന്ന ഒരാളാണ്. പക്ഷെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു. ഇപ്പം ഇന്നസെന്റ് ഏട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ കാണുന്ന പോലെ തന്നെ എപ്പോഴും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും തമാശ പറഞ്ഞ് നടക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ പറയേണ്ടടുത്ത് പറയും. ജീവിതത്തില് ഞങ്ങള് അച്ഛനും അമ്മയും ഒരു സന്തുഷ്ട കുടുംബമാണ് ഞങ്ങൾ. അച്ഛനും അമ്മയും 9 മക്കൾ. അങ്ങനെ 9 മക്കൾ ഒരു സന്തുഷ്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. മനസ്സിലായി. പിന്നെ ഞങ്ങൾക്ക് 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു പട്ടിണിയൊന്നും ദാരിദ്ര്യം, ഇങ്ങനെ 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം അങ്ങനെ വന്നുകൊണ്ട് ഭക്ഷണമൊന്നും മര്യാദ കഴിച്ച് വളർന്നിട്ടില്ല. അപ്പം അവിടെയൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പഞ്ചാബി ഹൗസിൽ പറഞ്ഞ പോലെ അവിടെ വിശപ്പ് മാറ്റാൻ ഞങ്ങൾ തമാശ പറയും. അങ്ങനെ വിശപ്പ് മാറ്റണം. അപ്പം ആ കാലഘട്ടത്തിൽ ജനിച്ച് ഞങ്ങളെല്ലാവരും അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു ഒറ്റ ഉപദേശമാണ്, ഒരിക്കലും കള്ളം പറയരുത്. ജീവിതത്തിൽ കള്ളം പറയരുത്. ഞാൻ പട്ടണം റഷീദേട്ടനെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചായിരുന്നു. ഒരു ലെജൻഡാണല്ലോ പട്ടണം റഷീദേട്ടൻ. ഇപ്പോൾ ലെഗസിയെ പറ്റി ഞാൻ സംസാരിച്ചു. റഷീദേട്ടൻ, നിങ്ങളുടെ ഈ ഒരു ഗ്രോത്ത്, നിങ്ങൾ ഇത്രയും എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്നല്ലോ. ഫോണിൽ കൂടെ സംസാരിച്ച ഒരു ഒറ്റ മിനിറ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ പറയുക, പട്ടിണിയാണ് ഷെഫെ എന്നെ ലെജൻഡാക്കിയത്, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പട്ടിണി അറിഞ്ഞിട്ടുണ്ടെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഞാനതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് മാർത്താണ്ഡ ചേട്ടാ, ഈ ലെജൻസിനെ എടുത്ത് നോക്കിയാൽ, നമ്മുടെ KR നാരായണൻ സാറിനെ എടുത്ത് നോക്കിയാലും, ഇന്നത്തെ പ്രധാനമന്ത്രി എടുത്ത് നോക്കിയാലും, നമ്മുടെ പിണറായി സാറിനെ എടുത്ത് നോക്കിയാലും, ആരെ എടുത്ത് നോക്കിയാലും പട്ടിണി അപ്പോൾ ഒരു ലെഗസിയുടെ തുടക്കമാണോ എന്ന് വരെ ചോദ്യം ചെയ്യും. അല്ല, അശോകൻ ചേട്ടനെ സിനിമ വന്ന് ദൈവം എല്ലാം കൊടുത്തു. എല്ലാ സൗഭാഗ്യം കൊടുക്കുമ്പോഴും
ചെറിയ കാര്യത്തിന് പുള്ളി നോക്കുമ്പോൾ നമുക്കറിയാം പുള്ളിയുടെ ഭയങ്കര precise ആണ്. വീട്ടിൽ ടൈൽസിൻ്റെ വിഷയം വന്നപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ പുറകെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു. വേറെ ആളാണെങ്കിൽ അങ്ങ് പോർത്തേ ഉള്ളൂ, 8 വർഷം അതങ്ങ് വിടത്തേ ഉള്ളൂ. പക്ഷേ ആ വിഷയം അതല്ല, ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ് അത് എത്ര പൈസ മുടക്കിയത് അതിൻ്റെ പിന്നെ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധത. ഇപ്പം അമ്മ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ പുറകെ നിൽക്കുന്നൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് എപ്പോഴും. അത് എല്ലാ കാര്യത്തിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് പുള്ളി കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. രാവിലെ വിളിക്കും, എടാ എങ്ങനെ ഉണ്ടാ, നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മളെ വിളിക്കും കറക്റ്റ് സമയത്ത്. എനിക്ക് ആരെങ്കിലും പുള്ളി എങ്ങനെ നമ്മുടെ മനസ്സറിയുന്നതൊക്കെ എന്തായി കാര്യങ്ങൾ ഡബിങ് എങ്ങനെ പോകുന്നു. അപ്പം നമുക്ക് ആ വിളി ഭയങ്കര, ഞാൻ സൗഹൃദങ്ങൾക്ക് ഭയങ്കര മൂല്യം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കേട്ടോ, പലരും ഇൻ്റർവ്യൂവിൽ വന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരു പടത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ആർട്ടിസ്റ്റുകൾ അതിൽ പലരും ആൾക്ക് ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ആ സെറ്റ് ഭയങ്കര പിക്നിക്ക് പോലെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, എന്നെ സംബന്ധിച്ചുള്ള ഡയറക്ടർ എന്ന് പറയുന്നത് ഭരതത്തിലെ ആ പാട്ട് കാണുന്നില്ല, രാമകഥ ഗാനലയം മംഗളം ചുറ്റിനും തീയും, അതാണ് ഒരു ഡയറക്ടർ. ഒരാൾ പറയാം ഞങ്ങളുടെ സെറ്റ് പിക്നിക്ക് പോരാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിക്നിക് അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം രാമകഥ ഗാനലയം. കാരണം ഈ ചുറ്റിനും തീയാ. പ്രൊഡ്യൂസർ ഇത് സമയത്ത് പടം തീർക്കണം, ഇത് റിലീസായ വിജയിക്കുമോ. അപ്പം അതുകൊണ്ട് എപ്പോഴും ഞാൻ ആ പാട്ട് കാണുമ്പോഴേക്കും ഇതാണല്ലോ ഒരു സംവിധായകൻ. സീരിയസ്ലി തീർച്ചയായിട്ടും ഇപ്പോഴും ആ പാട്ടും ആ സംവിധായകൻ എന്ന് പറഞ്ഞൊരു മനസ്സും തമ്മിൽ ഭയങ്കര ബന്ധം. പിന്നെ കാരണം അതിന്റെ സിറ്റുവേഷൻ രീതിയിലും ഉണ്ട്. ഇപ്പൊ ഇവനെ സംബന്ധിച്ചിട്ട് എനിക്ക് വളരെ ഭയങ്കര ടെൻഷനാണ്. ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചേക്കാണ്. കാരണം ഇതിന്റെ പുള്ളിൽ ഏറ്റവും വലിയ ആരാണ് ശരിക്കും? ഒരു കഥ ഉണ്ടായതുകൊണ്ടോ ഡയറക്ടർ ഉണ്ടായതുകൊണ്ടോ നടനുണ്ടായോ നടി ഉണ്ടായതുകൊണ്ടോ ഒന്നും സിനിമ ഉണ്ടാവില്ല. ഒരു പ്രൊഡ്യൂസർ വേണം, ഒരു ഫണ്ട് മുടക്കം ഒരാളുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ഡയറക്ടറിന് വേറെ ആരുമല്ല. അത് ഇയാൾ ആദ്യമായിട്ട് സംസാരിക്കുന്നു, കഥ കണ്ടുപിടിക്കുന്നു, പ്രൊഡ്യൂസറായിട്ട് കാണുന്നു, ഡിസ്കഷൻ വെക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ആ പൈസ തിരിച്ച് മേടിച്ച് കൊടുക്കാൻ പറ്റും ചിന്തിക്കുന്ന ആദ്യം ഡയറക്ടർ തന്നെയാണ്. അതാണ് ഞാൻ എപ്പോഴും അങ്ങനെ. അതിൻ്റെ പേരിൽ എനിക്ക് പലരും, ഞാനൊരു തിരക്കഥാകൃത്തിനോട് ഒരു സ്ക്രിപ്റ്റ് വെച്ചപ്പോൾ നീ പ്രൊഡ്യൂസർക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് നിനക്ക് തന്നാൽ ശരിയാകത്തില്ല. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? അയാൾക്ക് പൈസ കൊടുക്കണ പ്രൊഡ്യൂസർ വേണ്ടേ? ചുവരുണ്ടല്ലേ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രൊഡ്യൂസർക്ക് വേണ്ടി, അതിൻ്റെ പേരിൽ എനിക്ക് പടമില്ല വേണ്ട. കാരണം പ്രൊഡ്യൂസറോട് പറയുന്ന സമയത്ത് സിനിമ തീർക്കണം, ആ ബഡ്ജറ്റിൽ തീർക്കണം, ഇറങ്ങിയിട്ട് എന്തെങ്കിലും നഷ്ടം വന്നാൽ തന്നെ കച്ചവടം നടത്തിയെങ്കിൽ അവർക്കൊന്ന് സേഫായിട്ട് പോകണം. അപ്പം ഞാനെന്നും അങ്ങനെ നിന്നിരിക്കുന്നു പ്രൊഡ്യൂസർക്ക് വേണ്ടി മാത്രം. കാരണം പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ നമുക്ക് വ്യക്തമായ പ്ലാനിങ് വേണം. ഇപ്പോൾ പല സിനിമയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാനിങ് ഇല്ല. 50 ദിവസം എടുക്കുന്ന സിനിമ 150 ദിവസം എടുക്കുക. അത് ക്വാളിറ്റിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്വാളിറ്റി വേണം. ക്വാളിറ്റിക്കൊപ്പം തന്നെ ഈ മലയാള സിനിമയ്ക്ക് ഒരു ബിസിനസ് ഉണ്ട്, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ എന്ത് തള്ളിയാലും നമുക്കറിയാം ഇവിടുന്ന് കിട്ടുന്ന കളക്ഷൻ എത്രയാണ്, ആ ഷെയർ എത്രയാണെന്നും ഒരു നടൻ്റെ മാർക്കറ്റ് എത്രയാണെന്നും ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ സിനിമ ചെയ്യാൻ. ഇയാൾക്ക് ഈ നടൻ ഇത്രയാണ് മാർക്കറ്റ്, ഇതിനപ്പുറത്തോട്ട് പോയാൽ റിസ്ക്കാണ്. ആ റിസ്കിൽ വരയിട്ടുകൊണ്ട് വേണം നമ്മൾ സിനിമ ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ മാർത്താണ്ഡ ചേട്ടാ, ഇപ്പം നമ്മൾ താങ്കളുടെ പുതിയ സിനിമ വന്ന് നിൽക്കുകയാണ്. സാധാരണ ഒരു പടം ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് അങ്ങ് ഒരുപാട് ഷോകളാണ്. പടം കൊള്ളാമെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന്. താങ്കളുടെ പടം ഒരു സിമ്പിൾ പടമാണ്, വളരെ ഒരു സാധാരണക്കാരനെ റിലേറ്റ് ചെയ്യുന്നൊരു പടമാണ്. അതിൻ്റെ ഡബ്ബിങ് വർക്കിനകത്തൊക്കെ ഞാനും വന്നിരുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് ഒരു സാധാരണ പടം ജനങ്ങൾക്ക് കൊടുത്താൽ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള ആവശ്യം. ഇപ്പോൾ ഓട്ടം തുള്ളൽ, ഇതാണ് നമ്മളെ പുതിയ സിനിമയുടെ പേര്, ശരിയല്ലേ? ഈ ഓട്ടം തുള്ളൽ ഇങ്ങനെ പേരിടാനുള്ള കാരണം എന്താണ്? ശരിക്കും ആ കലയുടെ പേര് ഓട്ടൻ തുള്ളൽ എന്നാണ്. ഓട്ടൻ തുള്ളലാണ് ശരിക്കും കല, ആർട്ട് ഫോം. ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഓട്ടം തുള്ളൽ എന്നാണ്. ജീവിതം ഒരു ഓട്ടവും തുള്ളലുമാണ്. അതാണ് ഞാൻ ഈ സിനിമയെ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തനി നാടൻ തുള്ളൽ എന്നാണ് എൻ്റെ ക്യാപ്ഷൻ. ഗ്രാമീണമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്തിന് തൊട്ടടുത്ത് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പനങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കി, എറണാകുളം ഇത്രയും സിറ്റി ആയിട്ട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോലും ഇല്ലാത്ത പനങ്ങാട് നിങ്ങളൊന്ന് പോയി നോക്കാമോ? തനി ഗ്രാമമാണ്. അവിടുത്തെ ആൾക്കാരും അങ്ങനെയാണ്. എറണാകുളമായിട്ട് 10 കിലോമീറ്ററിലും വ്യത്യാസമില്ല. ഇതാണ് വ്യത്യാസം. ആ വ്യത്യാസം എല്ലായിടത്തും ഉണ്ടത്. ഞാൻ ഈ സ്ക്രിപ്റ്റ് എനിക്ക് ബിനു തൃക്കാക്കര എന്ന് പറയും. അവനിപ്പോൾ ബിനു ശശിറാം എന്നാണ് ഞങ്ങൾ അവന് പേരിട്ടിരിക്കുന്നത്. കാരണം അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പേര് അവൻ്റെ കൂട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. നിർത്തി അപമാനിച്ചെങ്കിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ വളരെ ഫേമസ് ആയിട്ട് സീൻ ചെയ്തൊരു മനുഷ്യനാണ്. നല്ല അവൻ്റെ ഒരു മൈ നെയിം ഈസ് സരാഗൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, നല്ല പടം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇറങ്ങുമ്പോൾ അവനെ നിർത്തി അപമാനിച്ചതിന് പകരം പ്രേക്ഷകർ അവനെ അഭിമാനത്തോടെ നിർത്തുമെന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഒരു ദിവസം വൈകിട്ടാണ് അവൻ എന്നോട് കുറച്ചായിട്ട് ഒരു കഥ പറയാനുണ്ട്, ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് സ്ക്രിപ്റ്റ് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ടപ്പോൾ എനിക്ക് 2 പേര് വേണമെന്ന് നിർബന്ധമായി. ഒന്ന് വിജയരാഘവൻ ചേട്ടനും ഒന്ന് ഹരിശ്രീ അശോകൻ ചേട്ടൻ. ഈ 2 പേരുടെയും രൂപം എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ട് എനിക്ക് ത്രില്ലടിച്ച് കഥ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ക്യാരക്ടർ അശോകൻ ചേട്ടൻ, ഈ ക്യാരക്ടർ വിജയരാഘവൻ ചേട്ടൻ, ഇത് നിർബന്ധിച്ചു. അവനും സംഭവിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങുന്നത്. അപ്പം ഈ അശോകൻ ചേട്ടൻ ഇപ്പം ഈ സീരിയസ് ക്യാരക്ടറിലോട്ട് മാറിയ സമയത്ത് ഞാൻ അശോകൻ ചേട്ടനെ പഴയ അശോകൻ ചേട്ടനിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഇളകി ആടിയിരിക്കുകയാണ്. എന്നാ രസമെന്നറിയില്ല. എന്തും ആയിക്കോട്ടെ, ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ
പറയാൻ നേരത്തെ എന്നോട് പറഞ്ഞത് പണ്ട് അഭിനയിച്ച പോലെ അഭിനയിക്കണം. ഞാൻ പറഞ്ഞത് ജനം ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യോ? മാർത്താണ്ഡനോട് പറയാൻ കാരണമുണ്ട് അതിന്. കാരണം ഞാനും ദിലീപ് കൂടി കളിച്ച ഒരു സ്റ്റൈലിലാണ് ഇപ്പൊ ഇത് ഞാൻ ചെയ്തേക്കണത്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതേ മീറ്റർ അല്ലെങ്കിൽ പണിയാവും. അപ്പൊ അത് ചേട്ടന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന് ഇതിന് ഇടക്കിട്ടിട്ടാണ് ഇപ്പൊ കളിച്ചേക്കുന്നത്. അതിന്റെ പ്രത്യേകത വെച്ചാൽ മറ്റ് കഥാപാത്രങ്ങളൊക്കെ വേറെ രീതിയിലാണ് ഹ്യൂമർ, എല്ലാം സീരിയസ് ഹ്യൂമറാണ്. അപ്പൊ അതിനകത്ത് ഇളകി ചെയ്യേണ്ടത് ഈ കഥാപാത്രമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പം അമ്മയൊക്കെ അശോകൻ്റെ സിനിമകളൊക്കെ കാണാറ്. എന്നോട് അശോകൻ ഇപ്പൊ പഴയ പോലൊക്കെ കോമഡി ചെയ്യാത്ത ഇതൊരു വീട്ടിൽ നിൽക്കുന്ന എൻ്റെ അമ്മ കറക്റ്റായിട്ട് സിനിമ ജഡ്ജ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. കാരണം അവരെപ്പോഴും വീട്ടിൽ ത്രൂ ഔട്ട് TV ആണ്. അതൊരു പൾസാണ്, വീട്ടമ്മമാരുടെ പൾസാണ്. അപ്പൊ അമ്മ അത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് കത്തി. ശരിയാണ്, ഇപ്പൊ അശോകൻ ചേട്ടനെ ശരി, കാരണം നമ്മൾ സീരിയസ് ചെയ്തപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. മഹാറാണിയിൽ വളരെ ഇമോഷണായിട്ട് ക്യാരക്ടറെ കൊടുത്തത്. വരുന്ന ഇപ്പോൾ കേരള ക്രൈം ഫയൽ പോലുള്ള പടത്തിലൊക്കെ ഭയങ്കര സീരിയസ്, നല്ല ഉഗ്രം ക്യാരക്ടറൊക്കെ. അപ്പോൾ അശോകൻ ചേട്ടൻ ആദ്യം സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നപ്പോഴും ഭയങ്കര മോശമായിട്ടാണ് ഇരുന്നത്. ഇത് ചെയ്യുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ മുഴുവൻ വീണ്ടും പഴയതിലോട്ട് ഞാൻ വരുമ്പം ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഇമേജ് പോകുന്നൊക്കെ പേടിയാണ്. നമ്മള് അതായത് ഞാൻ ഇതിന് വേറെയും ഡയറക്ടറായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ചല്ല. അപ്പൊ പണ്ട് ചെയ്യുന്നതിനും കുറച്ചുകൂടി കുറച്ച് വേണം ചെയ്യാൻ എന്ന് നമ്മളും പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഇപ്പം പറയുന്നത് നമുക്ക് പണ്ട് കളിച്ച പോലെ പേടിയായി അങ്ങനെ ചെയ്യാമോ ഇപ്പൊ എന്നാണ്. അപ്പൊ എന്നിട്ട് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം പിടിച്ചേക്കണത്. പക്ഷെ എനിക്ക് ഇപ്പോഴും പടം റിലീസായാലും സമാധാനമാണ്. ഞങ്ങൾക്ക് ആ സിനിമ ത്രൂ ഔട്ട് കണ്ട നമുക്ക് മനസ്സിലായി അത് വർക്കായി. ആ കഥ ആർട്ടിസ്റ്റിന് കൊച്ചു ജനിച്ച് അത് സിനിമ എപ്പോഴും ഇറങ്ങുന്നവരെയാണ്. പക്ഷെ എന്നാലും നമുക്കൊരു വിശ്വാസമുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് പറയാലും ഇനിയും വരുന്ന നാളുകളിൽ ട്രോൾ മെറ്റീരിയൽ അശോകൻ ഈ ക്യാരക്ടർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തമാശ ചെയ്യാൻ. ബാബുളി എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര്. ഈ കഥാപാത്രം മിക്കവാറും ഇനിയുള്ള സിനിമയിലെ ഒരു ബാബു എന്നുള്ള പേര് എന്നെ വീട്ടിൽ വിളിക്കുന്ന ചെല്ലപ്പേരാ. എന്റെ മോന്റെ കുട്ടി വരെ ബാബു എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. അല്ല അങ്ങനെ അതുവരെ അറിയില്ല. എന്റെ മോന്റെ കുട്ടി എന്റെ മോളുടെ കുട്ടി ബാബു എന്ന് വെറും ബാബു എന്ന് വിളിക്കണം. ബാബു എന്ന് വിളിക്കുള്ളൂ. ഇവ രണ്ടുണ്ട് ഇപ്പൊ അവിടെ. ഇത് ഞാൻ ഈ ക്യാരക്ടർ ചെയ്യാൻ നേരത്ത് ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്താൽ എങ്ങനെയൊക്കെ എനിക്കിനി ഇത് ആ വേഷം കണ്ടാലേ സമാധാനമുള്ളൂ ചെയ്തു വെച്ച. പക്ഷേ എഡിറ്റിങ്ങിലും റീ റെക്കോർഡിങ്ങിലും ഒക്കെ എല്ലാവരും വിളിച്ച് ഞാൻ ചോദിച്ചു വന്നിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ നന്നായിട്ടുണ്ടത് എന്നും എന്നിട്ട് ഒരു ചെറിയ സമാധാനം കിട്ടിയിട്ടുണ്ട്. അശോകേട്ടാ, ഞാനിപ്പോൾ കേരളത്തിൽ വന്നിട്ട് 12 വർഷമാണ്. ഞാൻ പുറത്തായിരുന്നു പഠിച്ചതും വളർന്നതും എല്ലാം. ഞാൻ ഇടയ്ക്കായിരുന്നു ഇവിടെ കൊല്ലത്തുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ ചമ്മന്തി, നമ്മുടെ ചോറ്, ഇതിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജനങ്ങളിലേക്ക്, ഇപ്പം ഇദ്ദേഹം ഉൾപ്പെടെ എള്ളുണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഇതെല്ലാം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇപ്പം അമ്മമാർ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക, സഹോദരിമാർ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. ഇപ്പം ഒരു പക്ഷേ അശോകനെ എന്നെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ 3 അമ്മമാർ തന്നെ ഇഷ്ടാൽ എന്നെ പറ്റി. അതേപോലെയാണ് ഏട്ടൻ്റെ ആ റെസിപ്പി എന്ന് പറയുന്നത്. ഹരിശ്രീ അശോകൻ എന്ന് പറയുന്നൊരു ഡിഷുണ്ട്. ഏട്ടൻ സെർവ് ചെയ്ത് എല്ലാവരെയും എൻകറേജ് ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്രാഫുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് പൊന്നൂരുന്തിയിൽ ഒരു ക്ലിനിക്കിൽ ഞാൻ എൻ്റെ വൈഫും കൂടി ചെന്നത്, പരിചയം നമ്മുടെ കസിൻ തന്നെയാണ്. ചെന്നപ്പോൾ റിസപ്ഷനിൽ നിന്ന് നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊരു അമ്മയും ഒരു മോളും ഹരിശ്രീ അശോകനല്ലേ അതെ കുറച്ച് നേരം സിനിമ ഏതാണ് ഇപ്പം ഇങ്ങനെ സിനിമ ചെയ്യുന്നത് മാർത്താണ്ഡ ഓട്ടംതുള്ളൽ തമാശയാണോ ഞങ്ങൾ തമാശയാണ് നിങ്ങൾ ഈ ദിലീപിൻ്റെ കൂടെയുള്ള ദിലീപും നിങ്ങളുമായുള്ള സിനിമകളൊന്നും ഇനി വരൂലേ അപ്പം അവർക്കത് ആഗ്രഹമുണ്ട് കാരണം അങ്ങനെയുള്ള സിനിമകൾ കാണാൻ ആഗ്രഹം അതുപോലൊരു സിനിമയാണ് അങ്ങനെയുള്ളൊരു സിനിമയാണ് ഇപ്പോൾ അങ്ങനെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ വരാൻ പോണ ഓട്ടംതുള്ളൽ അപ്പം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് 100%. ഞാനൊരു ജനമാണ്, ഞാനിവിടെ ഇരിക്കുന്നത് ഒരു ജനത്തിനെ റെപ്രസെന്റ്. നിങ്ങളെല്ലാം ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് അകത്തുള്ളതാണ്. നിങ്ങൾ സിനിമയെ റെസിപ്പി ചെയ്യുന്നത് ഒരു കിച്ചണിനകത്ത് നിൽക്കുന്ന ആളായിട്ടാണ്. എൻ്റെ ഒരു കിച്ചണുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഇത് ടേബിളിൽ ചെന്ന് അവർ കഴിക്കുമ്പം നമ്മൾ കിച്ചണിനകത്തോട് ഇങ്ങനെ നോക്കും. അപ്പോൾ അയാൾ ഇങ്ങനെ കാലിട്ടടിച്ചിട്ട് ഞാൻ കഴിക്കുന്ന സീനുണ്ട്. ഇതാണ് ഷെഫ് എന്ന രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഒരു ടീ ബ്രേക്കിന് ശേഷം. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് Hariശ്രീ Ashokan and the wonderful director G. Marthandan. We'll be back after a break. This is Shine with Nalin. Welcome back. You are in conversation with G. Marthandan, the director, and our legendary actor Hariശ്രീ Ashokan. അപ്പോൾ അശോകേട്ടാ, മാർത്താണ്ഡ ചേട്ടാ, ഇറ്റ്സ് ടീ ടൈം. ഇത് ഹിബിസ്കസ് ടീ എന്ന് പറയും, ഡിവൈൻ ടീ എന്ന് പറയും. അതിൻ്റെ കളർ എന്ന് പറയുന്നത് ചെമ്പരത്തി പൂവാണ്.
ട്രൈ ചെയ്തു. അല്ല, നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യുമ്പോൾ എനിക്കൊരു ഇതുള്ള ഓർമ്മ വരുന്നത് ടിനി ടോമിൻ്റെ അവിടെ വെച്ച് മസാല ഇല്ലാതെ ഫിഷ് കറി കഴിച്ചതാണ്. ആ ഫിഷ് എന്തായിരുന്നു, എന്നാ മറ്റേ ഇത് കുണ്ട്രക്കായലിലെ. പക്ഷെ എന്നോ ടേസ്റ്റ് ആയിരുന്നു. അന്നാണ് ഞാൻ നളനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഇപ്പോഴും എൻ്റെ വായിൽ ആ സ്വാദം നിൽപ്പുണ്ട്. ഇത് കൊള്ളാൻ കേട്ടോ, അതിനെ കടത്തി കിട്ടിയത്. അതിനകത്ത് മധുരമല്ല ഉപയോഗിച്ചേക്കുന്നത്, അതിനകത്ത് പനങ്കൽക്കണ്ടാണ് നേരിയ രീതി. ഭയങ്കര ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഈ പബ്ലിക്കായിട്ട് ഇനി ചുരണ്ടുകയാണ്. പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ അത് കുറച്ച് മുമ്പ് പറഞ്ഞാൽ, പാവയ്ക്ക് മീനിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യും. ശ്രദ്ധിച്ചു കേട്ടോണം. പാവയ്ക്ക് മീനിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ടക്ക് 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 എന്ന് അടിക്കും. ചതക്കണം വിട്ടുപോകരുത്. എന്നിട്ട് അതിനെ ഇങ്ങനെ മീനിൻ്റെ ഷേപ്പിൽ തന്നെ ഇരുത്തി ചതച്ചിട്ട് ആ മീൻ പോലെ ഇരിക്കും അത് കാണാൻ. അതിലേക്ക് ഫിഷിന്റെ മസാല വരും. അതൊന്ന് ചെറുതായിട്ട് പിഴിയണം. ചെറുതായിട്ട് ആ നീര് കുറച്ച് കയ്പ് കുറയ്ക്കാനാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ മീനിന്റെ അരപ്പ് തേക്കണം. തേച്ച് അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് ചെറുതായിട്ട് നമ്മുടെ ഈ കുടംപുളിയില്ലേ അതൊന്ന് ഇത് അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ വറുക്കുമല്ലോ, അങ്ങനെ ഫിഷ് വറക്കണമല്ലോ വറക്കും. and അതിൻ്റെ പുറത്ത് കുടംപുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കും. ചെറുതായിട്ട് പിഴിഞ്ഞൊഴിക്കണം. നല്ല ടേസ്റ്റാണ്. ഇതേ രീതിയിൽ നിങ്ങൾ പറഞ്ഞ വേറൊരു മൂഡ് നമുക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റും. അല്ല, ഇത് അശോകൻ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ മുട്ട പൊരിച്ചത് 14 മില്യൺ. പിന്നെ എൻ്റെ പാൽക്കറി, ഇദ്ദേഹം പറഞ്ഞത് കുണ്ട്ര പാൽക്കറി, അത് ഏകദേശം 12 മില്യൺ. ഇതൊക്കെ എനിക്കല്ല, ഇതൊക്കെ നമ്മൾ നേരിട്ട് ആൾക്കാർ എൻ്റെ ശബ്ദം വെച്ചിട്ട്, ആൾക്കാർ എൻ്റെ ശബ്ദം വെച്ച് എഡിറ്റ് ചെയ്ത് ഇടുന്നതാ. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന റെസിപ്പികളിൽ എനിക്കും ചെറിയൊരു അവകാശം. അല്ല, അത് ഞാൻ ശരിക്കും കഴിച്ചതാണല്ലോ, അപ്പൊ തന്നെ എനിക്ക് തന്നല്ലോ, എന്നാ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇത് അശോകേട്ടന്റെ റെസിപ്പി, ഷെഫ് നളന്റെ അല്ല, അശോകേട്ടന്റെ വൈഫിന്റെ പേര് പ്രീതി സിസ്റ്ററിന് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. കേരളം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ്. വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പൊ ടീ ഇഷ്ടപ്പെട്ട് ഇനി അതെ എള്ളുണ്ട എടുത്ത് കഴിച്ചോ. ഇങ്ങനെ കഴിച്ചോണ്ടൊക്കെ സംസാരിക്കുന്ന രസമല്ലേ, ഓട്ടം തുള്ളലില് നിൽക്കില്ലേ നമ്മൾ. അതെ അതെ അതെ, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അത് ഫുള്ളായിട്ട് ചുമ്മാ ഇങ്ങനെ ചവച്ചോണ്ടിരുന്നതാണ്. എള്ള് മുളപ്പിച്ചിട്ട് ചെയ്യുന്ന കേട്ടോ, അതാണ് അത്രയും സൂതിങ് ആയിട്ടുള്ളത്. താങ്ക് യു. ഇന്റർവ്യൂവിന് വരാം. സത്യം. കഴിഞ്ഞ ദിവസം ആരാ ഇന്റർവ്യൂ ചെയ്താൽ എന്നെ അങ്ങ് ദത്തെടുക്കുവോ? നല്ല ടേസ്റ്റ്, ഗംഭീരം. താങ്ക് യു. അതിന്റെ കൂടെ ടീയും കൂടെ സിപ്പ് ചെയ്യണം. ഒരു നാടൻ സിനിമ, ജനകീയമായ സിനിമ. ഞങ്ങളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ഷെഫിന്റെ സിനിമ. കാരണം അച്ഛൻ ഇതുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി സാറിനെ വെച്ച് ഞാൻ അങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു, നടക്കാതെ പോയി. അപ്പോൾ ഈ കൊറോണയൊക്കെ വന്നുകൊണ്ടാണ്. സബ്ജക്റ്റ് എല്ലാം ഓക്കെ, സ്ക്രിപ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിരുന്നു. കൊറോണ വന്നപ്പോൾ പിന്നെ നമുക്കത് മാറ്റി വെക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. സിനിമ സംഭവിക്കട്ടെ. അതെ, സ്ക്രിപ്റ്റ് ചിലപ്പോൾ സംഭവിക്കായിരിക്കും, പറയാൻ പറ്റില്ല. മാർത്താണ്ഡ ചേട്ടൻ്റെ എന്താ പറയുക, ഡയറക്ഷനിലൂടെ ഒക്കെ വരാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ ഓട്ടം തുള്ളൽ ഇങ്ങനെ നമുക്ക് തിരിച്ചു തരുന്ന, അതായത് നമ്മളെ പഴയ അശോകേട്ടനെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമല്ലോ. നമുക്ക് എന്തൊക്കെ ബിരിയാണി ഉണ്ടെങ്കിലും, എന്തൊക്കെ ഈ പറയുന്ന ഷവർമ ഉണ്ടെങ്കിലും, കഞ്ഞിയും ചമ്മന്തിയും ചോറും, ഈ പറയുന്ന കുത്തരി ചോറും, ഇച്ചിരി കടുവുമാങ്ങ അച്ചാറും കൂട്ടിയൊക്കെ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ അശോകേട്ട? അതേപോലെയാണ് അശോകേട്ടൻ്റെ പഴയ റെസിപ്പികൾ. ഇപ്പൊ പുതിയൊരു സബ്ജക്റ്റ് എന്നോട് പറഞ്ഞു, ഭയങ്കര ത്രില്ലിലാണ് ഞാൻ. അസല് ഈ ഓട്ടം തുള്ളൽ ചെയ്ത സമയത്ത് വൈ ഹരിശ്രീ അശോകൻ? ഞാൻ പറഞ്ഞില്ലേ, ഇവൻ വന്ന് എൻ്റെ അടുത്ത് കഥ പറയാനായിട്ട് ഇവൻ വന്നത്, ഈ ബിനു. കഥ ഞാൻ പറഞ്ഞാടാ, അത് ഞാൻ കഥ കേൾക്കാറില്ല, അല്ലേട്ടാ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കുക, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന്. അവനും കൊണ്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ തുടങ്ങി. ആദ്യം വിജയരാഘവൻ ചേട്ടൻ്റെ കഥാപാത്രം ഇങ്ങനെ വരുന്നു. അത് കഴിഞ്ഞാൽ ഈ ബാബുവളിൻ്റെ കഥാപാത്രം. ഒരു പടത്തിൻ്റെ ഒരു ഏരിയയിലാണ് ഈ അളിയൻ വന്നുകൊണ്ട് കയറുന്നത്. ഈ ബാബുവളിയും വന്ന് കയറിയതോടുകൂടി ഞാൻ പടം മാറി, വേറെ പിന്നെ കാണാൻ തുടങ്ങി. പടം അങ്ങോട്ട് ചിരിയാൻ കിട്ടും. ഞാൻ ഇത്ര അധികം ചിരിച്ചൊരു സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ടില്ല. അത്രത്തോളം സത്യം. എനിക്ക് അപ്പം തന്നെ ഞാൻ വേറെ പരിപാടിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പെട്ടെന്നാണ് ഈ പടം പ്ലാൻ ചെയ്തത്. അന്ന് തന്നെ സ്ക്രിപ്റ്റ് കിട്ടി 2-ാം മാസം ഞാൻ പടം തുടങ്ങി. അപ്പോൾ ഈ പ്രൊഡ്യൂസർ മോഹനേട്ടനോട് ഞാൻ നേരത്തെ വേറൊരു പടം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ചോദിച്ചു, ഇത് ചെയ്യാൻ വരുന്നു. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ മോഹനേട്ടനും ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ, ഞാനും ഒക്കെ ഇപ്പോൾ അതിൻ്റെ ഭാഗമാണ്. നമ്മളോടൊക്കെ ചേർന്നിട്ടുള്ളൊരു പ്രോജക്റ്റായിട്ട് അത് മാറി. മനസ്സിലായി. മാർത്താണ്ഡ ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത്, ചില നടന്മാർ ഇന്നത്തെ കാലത്ത് ജോണർ മാറിക്കഴിഞ്ഞാൽ പഴയ ജോണറുമായിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പറയും, ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, നൈസിന് ഒഴിവാക്കി വിടുന്ന പല സ്റ്റോറീസും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പിടിക്കുന്നില്ല. ഇപ്പോൾ പല പോലീസ് വേഷങ്ങളാവാം, പലതും ആവാം. പക്ഷെ ഒരു നടൻ എപ്പോഴും ദാഹമായിരിക്കും. എപ്പോഴും അയാൾക്ക് അഭിനയിക്കണം, അയാൾക്ക് ഏത് വേഷം കിട്ടിയാലും അതിനകത്ത് എന്ത് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പോലീസുകാരൻ തന്നെ, നമുക്ക് 18 പോലീസുകാരനെയും 18 രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ചെറിയ ഒരു വിശ്വാസം, അല്ലേ? ഒരു നടന് തന്നെ 18 പോലീസുകാരൻ്റെ വേഷവും 18 രീതിയിൽ അവതരിപ്പിക്കുക. അത് സംവിധായകൻ്റെ കഴിവാണ്.
സംവിധായകൻ എങ്ങനെയാണ് ആ നടനെ പോർട്രേ ചെയ്യുന്നു എന്നുള്ളിടത്താണ്. അപ്പോൾ അതുപോലെ തന്നെ സ്ഥിരമായി തമാശകൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ. ഫോർമുല ഉണ്ട്, അവർക്ക് തന്നെ ഒരു ഫോർമുലയുണ്ട്. അവർ ആ കൂട്ടായ്മ ബോബനും മോളിയും വായിക്കുന്ന പോലെ, നമ്മൾ മായാവിയുടെ കഥകൾ വിക്രമനെയും മുത്തുവിനെയൊക്കെ കാണുന്ന പോലെയാണ് ഒരു കാലത്ത് നമ്മൾ സിനിമ ചാപ്റ്റേഴ്സ് മറിക്കുമ്പോൾ ഉള്ള ഇവരുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷനിൽ നിന്നും ഇദ്ദേഹത്തിനെ പറിച്ചെടുക്കുക പറഞ്ഞാൽ ബാക്കിയുള്ളവരില്ല ആ ഫിലിമിലില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തപ്പം ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആ സ്ക്രീനിൽ, അതായത് ആ മോണിറ്ററിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അഭിനയിച്ച് തകർക്കുകയാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങളെല്ലാം തിരിച്ചു. കാരണം ഇപ്പം നല്ല സീരിയസ് ആയിട്ടുള്ള വെള്ളൻ പരവേഷത്തുള്ള ഡയലോഗും കൊട്ടേഷനും ഒക്കെ കൊടുക്കുന്ന റീസെൻ്റ്ലി ഞാൻ കാണുന്നത്. എങ്ങനെയായിരുന്നു താങ്കളത് എക്സ്പീരിയൻസ് ചെയ്തത്? ഇപ്പം ഈ ബാബുളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അശോകൻ ചേട്ടനായിരുന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ ബാബുളിനായിട്ട് നീ ആരെയും ഉദ്ദേശിച്ചു? എൻ്റെ പൊന്നു ചേട്ടാ, എനിക്കൊരാളെ ഉദ്ദേശിക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ്റെ മനസ്സിലായി. ഞാൻ പറഞ്ഞു അരിശ്രീ അശോകൻ. അശോകൻ ചേട്ടൻ ചെയ്യും കേട്ടോ. അശോകൻ ചേട്ടൻ ഇപ്പോൾ ഭയങ്കര സീരിയസ് ഒക്കെ ഇല്ല. അവൻ ഇങ്ങോട്ട് അശോകൻ ചേട്ടൻ ഭയങ്കര റേഞ്ചൊക്കെ മാറിപ്പോയാട്ടോ. ചേട്ടൻ്റെ മഹാറാണി തന്നെ സീരിയസ് ചെയ്തു. ഇപ്പോൾ ക്രൈം ഫയലിലൊക്കെ ഭയങ്കര സീരിയൽ. പിന്നെ എത്ര ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞു, എടാ അശോകൻ ചേട്ടനെ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയൊക്കെ അശോകനെ എന്താണ് ചിരിച്ച് കാണാത്തതെന്ന് ചോദിക്കുന്നു, അമ്മമാർ ചോദിക്കാം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിച്ച് നോക്കാം. അപ്പം തന്നെ അശോകൻ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുടെ ഹിരൺ മഹാജൻ, അശോകൻ ചേട്ടൻ്റെ കൂടെ പണ്ട് തൊട്ടേ ഉള്ള പയ്യനാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഈ ക്യാരക്ടർ അശോകൻ ചേട്ടനെ കൊണ്ട് ചോദിക്കാൻ എനിക്ക് ആഗ്രഹം. ചേട്ടാ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറയാൻ പേടിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാം, എന്നെ എപ്പോഴും ഇഷ്ടം അശോകൻ. എന്നെ പടം ഇല്ലെങ്കിലും എന്നെ വിളിക്കും കേട്ടോ. സിനിമ അഭിനയിച്ചോ വിളിച്ചോ എന്നുള്ളതല്ല. അത് വലിയ ക്വാളിറ്റി. അത് നമ്മളെ വിളിക്കുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലോടല്ല നമ്മളെ വിളിക്കുന്നത്. അതാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല. ഇല്ല, ആകെ എൻ്റെ 2 പടത്തിലെ അശോകന് നല്ല വേഷങ്ങൾ, മറ്റു പടങ്ങൾ ഇല്ലാഞ്ഞുകൊണ്ടാണ് വിളിക്കായിരുന്നു. നമ്മൾ വിളിക്കുമ്പോൾ നല്ലത് വിളിച്ചു കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ നേരിട്ട് ഇല്ലായിരുന്നു വീട്ടിൽ ചെന്നും ഈ കഥ പറഞ്ഞ് ഈ സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി, എടാ ഞാനിത് ചെയ്താൽ എനിക്ക് സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാനിത് ചെയ്താൽ എങ്ങനെ അശോകൻ അത് ചെയ്താൽ ശരി. കാരണം ഈ ഇത്തരം കഥാപാത്രങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഈ ബാബുളിയൻ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ ബാബുളിയൻ എല്ലായിടത്തും കയറി അലമ്പുണ്ടാക്കും, എല്ലായിടത്തും കയറി ഇതാക്കി ചുമ്മാ അഭിപ്രായങ്ങൾ പറയാം. ഒരു കാര്യമില്ല. പണ്ട് ചെയ്ത പോലെ ആ പാറ്റേൺ ചെയ്യണം. അങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് ഇപ്പൊ കുഴപ്പമാവോ? കാരണം ഇല്ല ചേട്ടാ ശരിയാ ഓക്കെ ഇരിക്കുന്നു. അങ്ങനെ പേടിച്ചാണ് ആ പഴയ സ്റ്റൈൽ ഇപ്പൊ ചെയ്തത്. അത് ഈ ചെയ്തപ്പോൾ എനിക്കറിയാം, എൻ്റെ മനസ്സിലൊരു ബാബുളിനുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട് ഒരാൾ. ആളുടെ പേര് ഞാൻ പറയുന്നത്. പുള്ളി ഇങ്ങനെ അനാവശ്യമായ എല്ലായിടത്തും ശ്രദ്ധിച്ചറിയാം. ചില ഈ അളിയന്മാർ ചിലയിടത്തൊക്കെ അനാവശ്യമായിട്ട് കയറി ഇടപെടുന്ന ഒരു പരിപാടിയുണ്ട്. അതെ, എല്ലായിടത്തും ഏത് ചടങ്ങ് നടക്കുന്നിടത്തൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടത്. പക്ഷെ ഫസ്റ്റ് അശോകൻ ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ആളിയനെ എനിക്ക് കണ്ടു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. ശരിക്കും കറക്റ്റ് വീട്. അപ്പോൾ ഞാൻ ക്യാമറ ചെയ്യുന്നത് പ്രദീപിൻ്റെ ക്യാമറ അവിടെ അശോകൻ പഴയ പോലെ നല്ല പുളിച്ചടിക്ക് വരുന്നുണ്ട്. അതൊക്കെ പറയുന്നത് പിന്നെ സെറ്റിലുള്ള എല്ലാവരും പറഞ്ഞു. എല്ലാ യൂണിറ്റിലുള്ള അവർ ഏറ്റവും നല്ല ഫസ്റ്റ് ഓഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് മെമ്പേഴ്സാണ്. ചായ കൊടുക്കുന്ന ആൾക്കാർ, യൂണിറ്റിൽ പണിയെടുക്കുന്ന അവരെയാണ് ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത്. അവരും നമ്മളങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അവരും അടുത്ത് വന്നിട്ട് പറയും, ചേട്ടാ പുള്ളി പൊളിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക്. അല്ലാതെ നമ്മൾ മറ്റു പുകഴ്ത്തലുകൾ ശ്രദ്ധിക്കില്ല. ഇവർ കറക്റ്റായിട്ട് വന്നു പറയും. ചിലപ്പോൾ ഒന്ന് പറയും, ചേട്ടാ ആ സീന് ശരിയായിട്ടില്ല കേട്ടോ, അത് ചായ തരുന്നവനായിരിക്കും എന്ന് പറയും. എന്തൊരു കുഴപ്പം പോലും, നീ എങ്ങനെയുണ്ട്, ഞാൻ പറയുമെന്ന് നോക്കിയെന്ന് പറയും. അത് സാധാരണ പ്രേക്ഷകന്റെ ഒപ്പീനിയൻ. അവരത് ലൈവായിട്ട് കാണുകയാണ്. അവർക്കത് ചിരിക്കാൻ പറ്റിയില്ല. അത് അവൻ ചിലപ്പോൾ ചായ ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഈ സീൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവൻ ചിരിച്ചിട്ടുണ്ടല്ലോ, ഓക്കെയാ, അങ്ങനത്തെ വന്ന് പറയാൻ മനസ്സിലായി. ചേട്ടാ ആ സീൻ ചിരി കിട്ടി എനിക്ക് കേട്ടോ. അത് എനിക്ക് കിട്ടുന്ന പൾസാണ്. അത് കൊള്ളാം. അവര് പറയുന്ന എല്ലാം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും. ആ സെറ്റിൽ അശോകനെ കുറിച്ച് എല്ലാവരും ഈ പറയുന്ന ഫുൾ ഹോൾ യൂണിറ്റ്, ചായ കൊടുക്കുന്ന ആൾക്കാർ തൊട്ട് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തൊട്ട് കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്യുന്ന ആർട്ടി വർക്ക് ചെയ്യുന്ന പിള്ളേർ എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അശോകൻ്റെ ഏരിയ നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ വന്നിട്ട് ഞാൻ പറഞ്ഞ ആ ടെൻഷൻ എനിക്ക് അവിടം വരെ മാറിയിട്ടില്ല. ഫസ്റ്റ് ഷോട്ട് എടുക്കണവരെ ഞാൻ ടെൻഷനിലാണ്. ഞാൻ കരാനിൽ വന്ന് മേക്കപ്പ് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ദൈവമേ അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും. പിന്നെ ഞാൻ വീട്ടിൽ വെച്ച് തന്നെ ഇതൊന്ന് പറഞ്ഞു നോക്കി, ഡയലോഗ് ഇങ്ങനെ ചെയ്താൽ മതി, അപ്പം ഇത്തിരി കുറക്കണം വേണ്ടെങ്കിൽ നോക്കാം. അവിടെ ലൊക്കേഷനിൽ വന്നു, മേക്കപ്പ് ചെയ്തു, ഡ്രസ്സ് ചെയ്തു, പിന്നെ സെറ്റിലേക്ക് വരികയാണ്. ആ സെറ്റിലെല്ലാവരും ഉണ്ട്. എല്ലാം ഗുഡ് മോർണിംഗ് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് നിറച്ച ആൾക്കാരുണ്ട്, പബ്ലിക്ക്. അവരുടെ മുമ്പിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്ന പോലത്തെ ഒരു ടെൻഷൻ എനിക്ക്. കാരണം പഴയ സ്റ്റൈലിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ. ഞാൻ വന്നിട്ട് ഫസ്റ്റ് ഷോട്ട് ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ ഓക്കെ അശോട്ടാ എന്ന് പറഞ്ഞു, കട്ട് പറഞ്ഞു, കട്ട് ഓക്കെ അശോട്ടാ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ എല്ലാവരും സെറ്റിലുള്ള എല്ലാവരും ചിരിച്ചു കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ചിരിച്ചാൽ നോക്കി. അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിന് നോക്കിയപ്പോൾ ഓഡിയൻസ് ചിരിച്ചു. അവിടെ നിൽക്കുന്നവർ കാണാൻ. ഞാൻ ഇവനോട് ചോദിച്ചു, നീ പറഞ്ഞ് കൈയടിപ്പിച്ചാളാ?
സെറ്റിലുള്ളവരുടെ അവര് സിൻസിയറായിട്ട് അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ചായ കുടിക്കാണ്ട് മാറിയിരിക്കുമ്പോൾ അമ്മമാർ വരും. അവരൊന്ന് പറഞ്ഞു ചേട്ടാ പുള്ളി പൊളിക്കുന്നുണ്ട് കേട്ടോ, ഇത് ത്രൂ ഔട്ട് ഉണ്ട്. അവർക്ക് കഥ അറിയില്ലല്ലോ അവർക്ക്. അപ്പോൾ ഞാൻ ചേട്ടാ ഇത് ത്രൂ ഔട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആ ത്രൂ ഔട്ട് വേണം കേട്ടോ, രസമുണ്ട്, പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കോമഡി ഞാൻ താല്പര്യമുണ്ട് നമുക്ക്. കോമഡി ഇപ്പം എന്ത് കിട്ടിയാലും പൊളിക്കും ഞാൻ, അതൊക്കെ നല്ല വിശ്വാസമുണ്ട്. പക്ഷെ ഇത് പഴയ സ്റ്റൈൽ തന്നെ ചെയ്യണോണ്ടായ പേടിയാണ്. അല്ല, എല്ലാ കുടുംബത്തിലും ഉള്ള ഒരു കഥാപാത്രം അത്. അതാണ് ബാബുളി എന്നുള്ളൊരു കോമൺ നെയിമുമാണ്. എന്റെ അളിയന്റെ ശരിക്കും ഒരു ബാബു എന്ന്, ഞാൻ ബാബുളി എന്നാണ് വിളിക്കുന്നത്. എന്റെ പെങ്ങളുടെ ഒരു പെങ്ങളുടെ ഭർത്താവിന്റെ പേര് കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. പുള്ളി ശ്രീനിവാസ ബാബു എന്നാണ് പുള്ളിയുടെ ഒറിജിനൽ നെയിം, ശ്രീനിവാസ ബാബു എന്നാ. അപ്പൊ ഞാൻ ബാബുളിയെ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ പുള്ളി അലമ്പല്ലേ കേട്ടോ. പുള്ളി കേട്ടാ പെങ്ങളെന്നെ ഇടിക്കും. ചേട്ടാ വലിയ സ്ക്രീൻ, വലിയ സ്പേസ്, വലിയ മൂവീസ് എല്ലാം ഇങ്ങനെ കടന്ന് തിളച്ചോണ്ടിരിക്കുക ഒരു സൈഡിൽ. അപ്പോഴാണ് സിമ്പിൾ പടങ്ങൾ വരുന്നത്, ജനകീയമായിട്ടുള്ള സിമ്പിൾ പടങ്ങൾ. അതിന് ഈ പറഞ്ഞ കണക്ക് തിയേറ്റർ വിസിറ്റോ ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡ്യൂസർ ആയിരിക്കത്തില്ല. ഇല്ലെങ്കിൽ ഈ പറയുന്ന എന്തൊക്കെയാണ് പറയുന്നത്, ഈ ഒരുപാട് ഇൻ്റർവ്യൂസും പിന്നെ അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസും എല്ലാം കാണിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മണിയമ്പള ചേട്ടൻ പറയുന്നതായിട്ട് പടം കൊള്ളാമെങ്കിൽ ആൾക്കാർ വന്ന് തിയേറ്ററിൽ വന്ന് കാണൂടെ, അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിന് ഈ പറയുന്ന ഷോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു പടം ഇറങ്ങിയല്ല, എന്തൊരു പടം അത്, ബ്ലാസ്റ്റ് അങ്ങനെ ജനങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനും പോയി കണ്ട്. ഇപ്പം അത് പോരെ, അതാണ് സത്യം. കാരണം എന്തൊക്കെ യൂട്യൂബ് റിവ്യൂ മറ്റേതൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ ആളുകൾ നോക്കുന്ന അതൊന്നുമില്ല. അതൊക്കെ അവരുടെ മോണിറ്ററി ബെനിഫിറ്റിങ്. പക്ഷേ സിനിമ കാണാൻ ആളുകൾ വന്ന് അടുത്തൊരാളോട് ചോദിക്കും. ഞാൻ ആരോടും ചോദിക്കാറില്ല, ഞാൻ എല്ലാ സിനിമയും കാണുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല. കാരണം എല്ലാ ആഴ്ച ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണുന്നത്, ഏത് സിനിമയാണോ. അശോകൻ എന്താ പറയാനുള്ളത്? അതെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്ന വെച്ചാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്ന വെച്ചാണ്. കാരണം ഇങ്ങനെ ഒരു യൂട്യൂബോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഒന്നും പണ്ടുണ്ടായിരുന്നില്ല. മധുരയിൽ പോസ്റ്റർ ഒട്ടിക്കും, അത് തന്നെ, പിന്നെ സ്ലൈഡ് ഇടും, അത്രേ ഉള്ളൂ. പിന്നെ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളാണ് ആൾക്കാർ പറഞ്ഞത്. അങ്ങനെയാണ് തിയേറ്ററിൽ കയറിയിരുന്നത്. അങ്ങനെ ഈ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് പടം. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇല്ലാത്ത സമയത്തും പടം ഓടിയിട്ടുണ്ട്. ശങ്കരാഭരണമൊക്കെ ഹിറ്റായതും അങ്ങനെയുള്ള എത്രയോ പടങ്ങൾ ഹിറ്റായത് നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. മാനത്തെ കൊട്ടാരം അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം അതൊരു സ്ഥിരം പരിപാടിയായി. ആൾക്കാരിങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്നു, അവർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ അത് ഇല്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമായി തോന്നിയിരിക്കാം. ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്ന് 10 പേർ അറിയണം, അതിനെന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിക്കണം. ഇപ്പൊ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വൈറലാകുന്ന എന്തെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞ് വൈറലാകാൻ വേണ്ടി എന്ത് തോന്നിയ ദിവസം കാണിക്കുക എന്നുള്ളതല്ല, മാന്യമായ രീതിയിലുള്ള വൈറലാകുന്ന പരിപാടികളൊക്കെ കാണിച്ച് പറയുമ്പോൾ അത് വൃത്തിയായിട്ട് ആളുകൾക്ക് ഇങ്ങനെ ഒരു സിനിമയുണ്ടെന്ന് അറിയിക്കണം നമ്മൾ. ഇതൊക്കെ അപ്പുറത്ത് ആദ്യത്തെ ഷോയിലാണ് പിന്നെ കാര്യമിരിക്കുന്നത്. എന്തുണ്ടെങ്കിലും ആരഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഷോയ്ക്ക് കഴിഞ്ഞിട്ട് അടുത്ത ഷോ ആൾ വരണമെങ്കിൽ ഏത് സിനിമ ആയിക്കോട്ടെ, സിനിമയ്ക്കകത്ത് എന്തെങ്കിലും വേണം. അത് വലിയ 100 കോടി എടുക്കുന്ന സിനിമയ്ക്കാണെങ്കിലും ശരി, 2 കോടി എടുക്കുന്ന സിനിമയ്ക്കാണെങ്കിലും കണ്ടന്റ് ഇസ് ദ കിങ്. കറക്റ്റ്. മോഹിനിയാട്ടം ഒരു ചെറിയ എക്സാമ്പിൾ ഇല്ല, ചെറിയൊരു എക്സാമ്പിൾ അല്ലേ. ഈ അടുത്ത കാലത്ത് ഞാൻ ചിരിച്ച് മറിഞ്ഞൊരു പടവും കൂടാണ്. അപ്പം അതിൻ്റെ തേർഡ് പാർട്ട് വരുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പം മലയാളികൾക്ക് തേർഡ് പാർട്ടാണോ ഓട്ടം തുള്ളലെന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അല്ല, അങ്ങനെ ചോദിച്ചു. പക്ഷെ വേറൊരു പേരായിട്ടേക്കുന്ന അതിന്റെ തേർഡ് പാർട്ടിന്. അല്ല, അവര് വേറെ പേരിട്ട്, വേറെ രാസലീല അങ്ങനെ ഒരു പടം. അത് ഓട്ടം തുള്ളൽ വന്നോണ്ടായിരിക്കും, ചിലപ്പോൾ ഓട്ടം തുള്ളൽ ഇടാനിതായിരിക്കും, എനിക്കറിയില്ല. രാസലീല എന്നാണ് പേരായിട്ട്. സൈജുവിനോടും പലരും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സൈജുവിന്റെ അടുത്ത് ഈയിടെ കാണാൻ ചെന്നപ്പോൾ സൈജു എൻ്റെ അടുത്ത് പറഞ്ഞു ഓട്ടം തുള്ളല് 3ാം ഭാഗമാണെന്ന് ചോദിച്ചു. ഓട്ടം തുള്ളൽ നമ്മുടെ സൈജു നല്ലൊരു വ്യക്തിത്വമാണ്, വളരെ ക്ലാസും സ്റ്റാൻഡേർഡും ആയിട്ട് തന്നെ. എൻ്റെ സിനിമ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ആളുകൾക്ക് ചിരിക്കാൻ, ഇപ്പം കുറച്ചുകൂടി ഈസിയാണ്, ചിരിക്കാനുള്ള സിനിമ ആൾക്ക് താല്പര്യമുണ്ട്. അപ്പം ഞാൻ ചിരി കൂടുതലുള്ള സിനിമകൾ എപ്പോഴും ചെയ്യാറുള്ളൂ. അപ്പം ചിരിക്കാനുള്ള സിനിമയാണിത്. അത് പറയാനില്ല, ചിരിക്കാനും ചിന്തിക്കാനും ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു പ്രത്യേകത വെച്ചാൽ ഈ സിനിമയുടെ ഒരു നമ്മൾ പല പടങ്ങളിലും 1ഉം 2ഉം സീനിൽ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഈ കഥാപാത്രം പല സിനിമയിലും 1 സീനിലോ 2 സീനിലോ കാണും, മിക്ക സിനിമയും. ആ കഥാപാത്രത്തെ ഒരു ഫുൾ സിനിമയാക്കി മാറ്റിയിരിക്കുകയാണ്. അത് അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് ഫുൾ സിനിമയിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു പറയാത്ത വിഷയമാണ്, അതെനിക്ക് പറയാൻ പറ്റും. നമ്മൾ എല്ലാ പടവും വ്യത്യസ്തം പുതുമ എന്ന് പറയുന്ന പോലെയല്ല, ഒരു വ്യത്യസ്തത ഈ സിനിമയ്ക്കകത്തുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കണ്ടന്റിന് ഇതുവരെ പറയാത്തൊരു പരിപാടിയാണ്. ഇതുവരെ പറയാത്തൊരു പരിപാടിയിൽ ഒരു വിഷയത്തിലുമാണ് ഈ പടം കൈവച്ചിരിക്കുന്നത്. അതെനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. ഒരു സന്തോഷമാണ്. കാരണം ഒരു എക്സ്പീരിയൻസ്, അതായത് ഇപ്പോൾ ഫുഡ് തന്നെ ആണെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക എന്നുള്ളത് പണ്ടത്തെ ഒരു കഥയാണ്. ഇപ്പോൾ പറയുന്നത് ലെറ്റസ് ഗോ ടു ദാറ്റ് റെസ്റ്റോറൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല അശോകേട്ടാ, പണ്ടത്തെ കാലത്ത് സിനിമ കാണുമ്പോൾ ആൾക്കാരത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് സിനിമ, ഇന്ന് സിനിമ കാണാൻ വന്നിരിക്കുന്നത് ഷോട്ട് ശരിയായില്ല, നിരൂപകരാണ്. അത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് എടുക്കാമായിരുന്നു.
ഇവൻ എന്ത് ആരുടെ സംവിധാനം പഠിപ്പിച്ചേ? ഇന്ന് സിനിമയാണ്. പണ്ടൊക്കെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് ഒരു പടം കാണണമെന്നും പറഞ്ഞ് അല്ലേ, ഒരു വെള്ളിയാഴ്ച ഉള്ള ടിക്കറ്റിന്റെ കാശ് ഒപ്പിച്ച് പറ്റുമെങ്കിൽ പോയിന്ന് ബ്ലാക്ക് അടിക്കുകയും ചെയ്യും. അണൽജി പറഞ്ഞ ഈ ആൾക്കാര് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, പണ്ടത്തെ ആസ്വാദന ശേഷിയല്ല, ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാരില്ലേ, ജീവിതകാലം മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ട്. ഇപ്പം ഞാൻ പറയാം, എൻ്റെയൊക്കെ ലൈഫിൽ എന്നെ കളിയാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവനിപ്പോൾ സിനിമയിൽ എന്താകാൻ പോകുന്നു പറഞ്ഞു. ഇപ്പോഴും അവർ അതേ ജംഗ്ഷനിൽ നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങളൊക്കെ അവിടുന്ന് വളർന്നു, സിനിമകൾ ചെയ്തു, പലരും അറിയുന്ന പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ഓരോ പാഷൻ്റെ പുറകെ പോയി. അവർ പാഷൻ്റെ പുറകെ അല്ല, ഈ പാഷൻ്റെ പുറകെ പോകുന്ന ആൾക്കാരെ കളിയാക്കി ഇപ്പോഴും ആ ജംഗ്ഷനിൽ തന്നെ നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയാണ്. നല്ലതിനെ അംഗീകരിക്കണം. നമ്മൾ ഇപ്പം നിങ്ങൾ ഈ കൊണ്ടുവച്ച ഈ ചായ ഇത് കുടിച്ചിട്ട് നമുക്ക് വേണം ഇത് എന്ന് പറയാം. പക്ഷേ ഇത് നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നല്ലതെന്ന് തന്നെ പറയണം. അത് പറയുമ്പോഴാണ് അതിനൊരു സന്തോഷം വരുന്നത്. എനിക്ക് ഇതിനകത്ത് ഒരു ത്രില്ലിംഗ് എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കഥാപാത്രമാണ്. ജീവിതത്തിലും നേരിട്ടും സിനിമയിലും വിജയരാഘവൻ, വിജയേട്ടനുമായിട്ടുള്ള ആ കോമ്പിനേഷനിൽ ഇദ്ദേഹം ഉണ്ട്. ദൈവമേ, കുറേ സീനിലുണ്ട്. അത് ഭയങ്കര രസമാണ്. ആ കോമ്പിനേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, അത് എക്സ്ട്രാ ഓപ്പോസിറ്റ് ആണ് രണ്ടും. അത് ഭയങ്കര രസമാണ്. പഴയ 500 ഞാൻ മനസ്സിൽ ആ സീനിലൊക്കെ നല്ല ചിരി കിട്ടും, ഉറപ്പുണ്ട്. എനിക്ക് ഷുവറുണ്ട്. അത് എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ്? കാരണം ഹാർബറിനകത്ത് എത്രയോ വർഷമായിട്ട് ഞാൻ അന്ന് കാണുന്നത് നിങ്ങൾ രണ്ടുപേരെയും ഹാർബർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള ഗുണങ്ങളുണ്ട്. ഞാൻ നേരിട്ട് കണ്ടായിരിക്കും. ഇപ്പൊ ഈ എക്സ്പീരിയൻസ് നമ്മളെ വിജയേട്ടനുമായിട്ടുള്ള ഈ പുതിയ ജോണറിൽ കുട്ടേട്ടൻ ഭയങ്കര സീരിയസ് ആണ് ഇതിൻ്റെ അകത്ത്. പക്ഷെ ഞാൻ അതിന് അഴിഞ്ഞാടി കളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ചില സമയത്തൊക്കെ പുള്ളിയുടെ പെങ്ങളെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്, ബാഹുബലിയാണ്. അതാണ് അതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടത്. ചില സമയത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ഞാൻ മുമ്പിൽ ചെന്ന് പെടും. അപ്പൊ കടുവയുടെ മുമ്പിൽ ചെന്ന് പെടുന്ന പൂച്ചയുടെ ഒരു അവസ്ഥയാണ്. അവിടെ നിന്ന് ഞാൻ നൂരാൻ പെടുന്ന പാട്. അത് രണ്ടൊന്നും ലുക്കിലാണ് ഡയലോഗ് ഇല്ലാതെ. ഡയലോഗ് ഇല്ല, ഇട്ടേട്ട നോട്ടമുള്ളൂ. നോട്ടം ഒരു രക്ഷയില്ല. ആ ഷാർഫി അശോകൻ ചേട്ടൻ അത് സത്യം ആ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇവരുടെ റിയാക്ഷൻസ് കിട്ടും നമുക്ക്. അസാധ്യ കോംബോ. അത് ലെജൻഡ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ലെജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അശോകൻ ചേട്ടൻ അതിന് കൊടുക്കുന്ന റിയാക്ഷൻ, കുട്ടേട്ടൻ അതിന് നോക്കുന്ന നോട്ടം. അപ്പോൾ അശോകൻ ചേട്ടൻ ഇപ്പോഴത്തെ മെത്തേഡ് ആക്ടിങ്ങിൽ നിന്ന് മാറി പഴയ അശോകൻ ചേട്ടൻ്റെ റിയാക്ഷൻ ആണത്. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു ഇത് പഴയ റിയാക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. ആണോടാ? ഒരാളാണ്, കള്ളാണ്, മരിച്ചു കിടക്കുന്ന ബോഡി. അത്ര ആൾക്കാർ അവിടെ ഒന്നും നോക്കാതെ അങ്ങോട്ട് പറയുക. പറഞ്ഞു കഴിഞ്ഞിട്ട് ചിന്തിക്കണമൊന്നുമില്ല, ഇയാളിങ്ങനെയാ. സാധാരണ ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് പറഞ്ഞാൽ, നോർമൽ വെള്ളമാണെങ്കിൽ തന്നെ പറഞ്ഞാലും അത് കഴിയുമ്പോൾ ഇയാളൊന്ന് ഇങ്ങനെ നോക്കണത് അതൊന്നുമില്ല. പറഞ്ഞങ്ങോട്ട് തീർത്ത് അവിടെ നിൽക്കുക അടുത്തതിന് വേണ്ടി. നല്ല ക്യാരക്ടറാ ഇയാളെ. ഈ കഥാപാത്രം എവിടെ എപ്പോൾ പ്രത്യക്ഷപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇയാൾ എവിടെയുണ്ട്, സർവ്വവ്യാപിയാ. ഈ ദൈവം എന്ന് പറഞ്ഞ ഏത് സീനിലും ഏത് സമയത്തും പുള്ളി എൻട്രി ആവും. അത് അങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്ത്. കുട്ടേട്ടനുമായിട്ടുള്ള റിയാക്ഷൻ എന്തായിരുന്നു? ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവിൽ കാണുകയാണല്ലോ കുറെ നാൾക്ക് ശേഷം. കുട്ടേട്ടനും ചിരിച്ചോ? കാരണം പണ്ട് പറയാറുണ്ട് ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ. എന്നോട് പറഞ്ഞു അശോകൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അശോകൻ കറക്റ്റ് മീറ്റർ പിടിച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ഒബ്സർവേഷൻ പിള്ളയുടെ മകൻ. അയ്യോ, പിന്നെ നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ. ഇപ്പം കുട്ടേട്ടൻ്റെ റേഞ്ച് മാറിയുള്ള വേഷങ്ങളാണല്ലോ പുള്ളി ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടേട്ടൻ്റെ മേക്കപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് എൻ്റെ അച്ഛൻ നിൽക്കുന്ന പോലെ. കാരണം എൻ്റെ അച്ഛൻ ഇങ്ങനെ ഭയങ്കര ഭക്തി മാർഗത്തിലൊക്കെ പോകുന്ന ആളായിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന് ഒരുങ്ങി നിൽക്കുന്ന പോലെയൊക്കെ ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചു. ഒരുങ്ങി വന്നപ്പോൾ തന്നെ അച്ഛൻ്റെ ഫോട്ടോ ഇതാ റെഫറൻസ് കൊടുത്തത്. അപ്പോൾ അച്ഛനെ ഞാൻ റെഫറൻസ് കൊടുത്തു. അച്ഛൻ എപ്പോഴും വേർപോടി ചന്ദനക്കുറി. അച്ഛനെല്ലാം എല്ലാവരും അമ്പലത്തിലെ പൂജാരിയാന്ന് വിചാരിക്കും. അല്ല, പക്ഷെ അങ്ങനെയാണ്, ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു. അപ്പം ഇങ്ങനെ കാണിച്ചാടാ ഇത് അച്ഛനെ. അപ്പോൾ അച്ഛനെ പല സീനിലും തൊഴുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷൻ ആകുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സംഭവമാണിത്. പിള്ളസാറിനോട് അഭിനയിക്കാൻ പറ്റിയില്ലേ? പിന്നെ അതിലും വലുതെന്താ? അതെ. മാത്രമല്ല ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പലരും അമ്മ മക്കളാണ്. കാമ്പിള്ളേരെപ്പോഴും അമ്മമാരെ പറ്റിയാണ് സംസാരിക്കും. ഞാൻ എപ്പോഴൊക്കെ മാർത്താണ്ഡ ചേട്ടനെ പരിചയപ്പെടുമ്പോഴും കാണുമ്പോഴും സംസാരിക്കുന്ന അച്ഛൻ പ്രത്യക്ഷപ്പെടും. താങ്കളുടെ അച്ഛന്റെ വാക്കുകളിലൂടെയാണ് എപ്പോഴും. ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള മനുഷ്യൻ. ഇളയ മകനായിട്ടും അച്ഛനായിട്ട് അസോസിയേറ്റ് ചെയ്യാനൊക്കെ മീൻസ് എപ്പോഴും മാറ്റി നിർത്തുമല്ലോ. വാത്സല്യമായിരുന്നു. ഭയങ്കര കൗണ്ടറൊക്കെ പറയും ഞങ്ങൾ തമ്മിൽ. ഭയങ്കര രസമായിരുന്നു. പണ്ടത്തെ കാലം 9 കുട്ടികളെന്നല്ലേ പറഞ്ഞ? 7 പേരാ ഞങ്ങള്. ഇവര് 9 പേര്. എത്രാമത്തെ? ശരിക്കും 10 പേരാ. എന്നെ തന്നെ മരിച്ചു. എത്രാമത്തെ ആയിരുന്നു? 6ാമത്തെ ആയിരുന്നു. ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാം അതിൽ ഇപ്പോൾ സഹോദരന്മാർ 3 പേര് മരിച്ചു. എൻ്റെ ചേട്ടന്മാർ, പിന്നെ ഇളയൊരു പെങ്ങളും മരിച്ചു. ബാക്കി എല്ലാവരും ഉണ്ട് ഫാമിലി ആയിട്ടൊക്കെ സെറ്റ്. ആരെങ്കിലും വേറെ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ടോ?
സഹോദരന്മാരില്ല. അവരുടെ മക്കള് കാര്യങ്ങളൊന്നും. എൻ്റെ ഇളയ ചേട്ടൻ മരിച്ച ഒരു ചേട്ടൻ നല്ല മേക്കപ്പ് മാനാണ്, നല്ല മേക്കപ്പ് എന്നാൽ ഗംഭീര മേക്കപ്പ്. പക്ഷെ പുള്ളിയും ഈ പറഞ്ഞ ഒരു ബ്രദർ ഇപ്പോഴാണ് മരിച്ചു ഈ അടുത്ത കാലം. കാലം മാറുകയല്ലേ, എല്ലാവരും പോയല്ലേ പറ്റൂ. ഒരു ദിവസം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ലല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ മരണം തന്നെ വളരെ പെട്ടെന്നായിരുന്നു. ഒരു സിനിമയെങ്കിലും കണ്ടിട്ട് പോയിരുന്നു ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയായിരുന്നു. ഉണ്ടെന്നേ, എന്നും അണ്ണന് ചുറ്റും അല്ല എൻ്റെ കൂടെ ഉണ്ട്, അതിന് നമുക്ക് അച്ഛൻ എൻ്റെ സിനിമ കണ്ടിട്ടില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു മിമിക്രിക്ക് പോകുന്നതും ഓണക്കിന് പോകുന്നതും പ്രോഗ്രാമിനും നാടൻ കളിക്കാൻ പോകുന്നതും എല്ലാം ഇഷ്ടമാണ്. സിനിമ ഒന്നും അച്ഛനെ കാണാൻ പറ്റില്ല, അമ്മ കണ്ടിട്ടുണ്ട്. സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും അത് പറഞ്ഞില്ല. അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹരിശ്രീയുടെ മിമിക്സ് പീരീഡ് ഉണ്ടല്ലോ, അതിനൊക്കെ ഞാൻ അച്ഛൻ്റെ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. ഈ അശോകൻ ചേട്ടൻ്റെ കഥാപ്രസംഗം ഉണ്ട് അതിനകത്ത്. ഹരിശ്രീ അശോകൻ മറ്റേ ഈ മിമിക്സ് പീരീഡിൽ ഏറ്റവും സൗണ്ട് എടുത്ത് പറയുന്ന അശോകൻ ചേട്ടൻ്റെ മെലിഞ്ഞ് താടിയൊക്കെ വെച്ചൊരു മനുഷ്യൻ. അന്ന് ഈ പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ പോകും. അത് ദിലീപേട്ടനൊക്കെ ഉണ്ട് ആ ട്രൂപ്പിൽ ഇവരുടെ. ഞങ്ങളവിടെ ചങ്ങനാശ്ശേരിയിൽ ഒത്തിരി സ്ഥിരം വരുമായിരുന്നു ഈ ഹരിശ്രീയുടെ. അവളോടൊത്തൊക്കെ ഞാൻ പോകും. പോയിട്ട് കൈയെ കൊടുത്തിട്ടുണ്ട് പോയിട്ട്. നമ്മളൊന്നും മൈൻഡ് അറിയില്ലല്ലോ. ജുബയൊക്കെ ഇട്ടിട്ട് കറുത്ത പാൻറ്റും ജുബയിട്ട് അവർക്കൊരു കോമൺ ഡ്രസ് ഉണ്ടല്ലോ. അന്നും നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നറിയാം, പരിപാടി സ്ഥലത്ത് ചെല്ലുക, കർട്ടൻ കെട്ടുക. അന്ന് 6 ജുബ്ബ മാത്രമല്ല 6 പേർക്ക്, വേറെ ഒരു കോസ്റ്റ്യൂമും ഇല്ല. ഇന്നത്തെ പോലെ പാൻറ് മാറുക, പെണ്ണ് വേഷം കെട്ടുക, അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പെണ്ണാണെങ്കിൽ ഒരു തോൾ എടുത്തിട്ട് പെണ്ണായിട്ട് പെണ്ണിൻ്റെ ഒച്ചയും വരും, പാൻറ് ഷർട്ടും തന്നെ ആയിരിക്കും. ഇന്നാണ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് സ്റ്റേജ് തുടങ്ങുന്ന സമയം സ്റ്റേജിൽ കട്ടൻ കെട്ടണം, പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വേണം. ഒന്ന് ചെറുതായിട്ടൊന്ന് പാൻ കേക്ക് ഇടും. അത് കുറേ കഴിഞ്ഞിട്ടാണ് പാൻ കേക്കൊക്കെ വന്നത്, ഇടാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ സ്റ്റേജ് അവിടുന്ന് വിട്ടോളണം. കാരണം ആൾക്കാരുടെ ഇടയിൽ പോലും നിൽക്കാൻ ചമ്മലാണെന്ന്, വേറൊന്നുമല്ല. അങ്ങനെ ശീലിച്ചു. അത് സിദ്ദിഖ് ലാലിൽ നിന്ന് കിട്ടിയതാണ്. ഈ സിദ്ദിഖുണ്ടല്ലോ, അത്രയും ക്രൈസ് സിദ്ദിഖ് ലാലിനെ പോലെ ക്രൈസ് ഞാൻ കണ്ടിട്ട്. അതിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. നമ്മളൊരു ഐറ്റം കളിച്ചിട്ടിരിക്കുമ്പോൾ സിദ്ദിഖ് സ്റ്റേജിൻ്റെ സൈഡിൽ ഇങ്ങനെ കിട്ടുക, ഒപ്പം അവരുടെ അപ്പം ഇയാളും ഡയലോഗ് പറയും, ചുണ്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ടെൻഷനാണ് പുള്ളിക്ക്. അവർ തെറ്റിക്കണം, തെറ്റിച്ച് കേട്ടോ അതിൽ സിദ്ദിഖോ ലാലു. ആ ഒരു ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ നമ്മൾ, അതുകൊണ്ട് നമുക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജീവന, സിനിമ പോലെ തന്നെ ഭയങ്കര ജീവന. ഞാൻ ചോദിക്കട്ടെ ഏട്ടാ, സ്റ്റേജ് മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ മിറ്ററുണ്ട്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിനിമയെക്കാളും 100 ട്രെയിനാണ്. കോഴിക്കോട് പ്രോഗ്രാം എനിക്ക് ട്രൂപ്പ് ഉണ്ടായി. ഞാൻ ഇടയ്ക്ക് വെച്ച് സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങി. ഇത് 41 പേരാണ് ട്രൂപ്പിൽ. വൻ പരിപാടിയായിരുന്നു. ഒരു പരിപാടി 5 രൂപ 5 രൂപ ഒക്കെ പിടിച്ചാലും എനിക്ക് 75 രൂപയൊക്കെ കിട്ടുള്ളൂ. വേറെ പരിപാടിക്ക് ഞാൻ 2.5 ലക്ഷം രൂപ കിട്ടും. 2 പാട്ട് പാടി, അതിൽ 2 തമാശയും പറഞ്ഞു. പക്ഷെ ലാവിഷാണ് എന്തും. അവിടെ ചെന്ന് ഓണത്തിൻ്റെ പ്രോഗ്രാം ഞാൻ ചെല്ലുന്നു, ആ ബീച്ചിലാണ് പരിപാടി കോഴിക്കോട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഓഡിയൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റേജിൽ ഡാൻസേഴ്സ് എത്തിയിട്ടില്ല, തുടങ്ങാൻ ഇനി 1/2 മണിക്കൂറുള്ളൂ. വിളിച്ചപ്പോൾ അവരെവിടെയോ കിടക്കുന്നു, വന്നുകൊണ്ടിരിക്കുക, വഴി കംപ്ലീറ്റ് ബ്ലോക്ക്. ഞാൻ കിരണാണെന്നും നമ്മുടെ മാനേജർ, നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ കിരണെ അവരോട് സ്റ്റേജിൽ വണ്ടിയുടെ ടെമ്പോ ട്രാവലറിൻ്റെ അകത്ത് ഒരു തുണി ചുറ്റിയിട്ട് ഡ്രസ്സ് മാറാൻ പറയാൻ പറഞ്ഞു. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അവർക്കൊരു ക്യാബിൻ പോലെ അതിൻ്റെ തുണി കൊണ്ടുണ്ടാക്കുക. അത് ഡ്രസ്സ് മാറുക, മേക്കപ്പ് ചെയ്യുക. എന്നിട്ട് അവരെ കൊണ്ട് മേക്കപ്പ് ചെയ്യിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നേരെ വന്നു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വൈകി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ടൈറ്റിൽ മ്യൂസിക് വായിച്ചു. പാട്ട് ആദ്യം ഒരു മ്യൂസിക് ഉണ്ട്, അതിനൊരു വെൽക്കം ഡാൻസ് ഉണ്ട്. അതിന് എത്തിയിട്ടില്ല ഇവർ. ഞാൻ പാട്ടുകാരനെ വിളിച്ചിട്ട് നീ പാടിക്കോ ആദ്യം തന്നെ. പാടി അനൗൺസ്മെൻ്റ് ഇട്ട് പാടി കഴിഞ്ഞപ്പോഴും പ്രശ്നമാണ്. വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഈ പ്രോഗ്രാം എനിക്ക് തരരുതെന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു അവിടെ. അവർ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അവർ പ്രോഗ്രാം തുടങ്ങി കൂക്കാണ് ഫ്രണ്ടിലിരുന്ന്. കൂക്കിക്കൊണ്ട് അനൗൺസ്മെൻറ്റിന് കൂക്ക്, ഡാൻസിന് കൂക്ക്, പാട്ടിന് കൂക്ക്, എല്ലാത്തിനും കൂക്ക്. എനിക്ക് മനസ്സിലായത് അവരാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് തന്നേക്കണം, അവിടുത്തെ കളക്ടർ ബേസിൽ എനിക്ക് തന്നേക്കണം പരിപാടി. ഒരു പാട്ട് കഴിഞ്ഞു, ഇവരെത്തിയപ്പോൾ ഒരു വെൽക്കം ടൈറ്റിൽ മ്യൂസിക്, അത് കഴിഞ്ഞ് പാട്ട്, അത് കഴിഞ്ഞപ്പോഴും എത്തിയപ്പോൾ ഒരു ഡ്രസ്സാണല്ലോ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നേരെ അവർക്ക് വെൽക്കം ഡാൻസ് ഇട്ട് അതിനും കൂക്ക്. അടുത്ത എൻ്റെ അനൗൺസ്മെൻറ്റാണ്. ഞാൻ അങ്ങോട്ട് കയറിയാൽ ഞാൻ കയറട്ടെ എന്ന് പറഞ്ഞു. എനിക്കൊരു പാട്ടുണ്ട് അതിൽ, ഹൃദയവാഹിനി എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ പാടും. ഞാൻ കയറുമ്പോൾ ആ കൂക്ക് ഞാൻ പിച്ച് കൂട്ടി അങ്ങോട്ട്. പ്രിയപ്പെട്ട കലാപ്രേമികളെ ഇങ്ങനെ ഉറക്കെ അനൗൺസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് ഡയലോഗ് നിർത്താതെ കോഴിക്കോട് നിന്ന് കരയിൽ വന്നൊരു പ്രോഗ്രാം നടത്തി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. കലാകാരന്മാരെ ഈറ്റില്ലമാണ് എന്നൊക്കെ പറഞ്ഞ് നിർത്തി. ബാബുരാജ് സാറും രഞ്ജേട്ടനും പറഞ്ഞ് BM-നും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തില്ല കൂകാനായിട്ട്. നിർത്തി ഇങ്ങനെ പറഞ്ഞ് അടുത്തതിൻ്റെ ഒരു ഗാനത്തോട് നമുക്ക് വീണ്ടും കയറാം തുടങ്ങാം. ഓക്കെ, അങ്ങനെ വേണം നിർത്താൻ അവരെ. അതൊരു സ്റ്റേജ് എക്സ്പീരിയൻസാണ്.
എന്റെ ദൈവം, ഇതിനു മുമ്പ് അങ്ങനെ എക്സ്പീരിയൻസ് വന്നിട്ടില്ല. അല്ല, ഇതിനു മുമ്പും നമുക്കറിയാം വൈകി ചെന്ന സ്ഥലത്ത് കൂക്കിയിട്ടിട്ടുണ്ട്. വൈകി ചെല്ലും 2 പരിപാടിയൊക്കെ ഉള്ളപ്പോൾ രണ്ടാമത്. അപ്പോഴും നമ്മൾ സ്റ്റേജിൽ കയറി അനൗൺസ് എൻ എഫ് ഫറീസ് ആണെന്ന്. അപ്പോൾ എൻ എഫ് ഫറീസ് പറഞ്ഞ് ഞാൻ ഫറീസ് അനൗൺസ് ചെയ്തു പിച്ചു കൂട്ടിക്കോ എന്നൊക്കെ പറയും. എൻ എഫ് അങ്ങനെ കേട്ടി പറയും. അപ്പോൾ അതൊക്കെ നമുക്കൊരു എന്താ പറയുക അനുഭവങ്ങളാണ്. ഇതൊരു സ്ക്രിപ്റ്റ് ആണ് അല്ലേ? ഇല്ലെങ്കിൽ ലൈവ് അല്ലേ സ്റ്റേജിലൂടെ ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്നവരല്ലേ ഓഡിയൻസും ക്യാരക്ടേഴ്സും തമ്മിൽ. ആ എക്സ്പീരിയൻസ് ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. ആയി കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ ഈ ഹരിശ്രീയുടെ പരിപാടി കാണാൻ പോകുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എൻ എഫ് ചേട്ടൻ്റെ വോയിസും അശോകൻ ചേട്ടൻ ഇവർ രണ്ടും എൻ്റെ മനസ്സിൽ ഞാൻ എവിടെ ഉണ്ടെങ്കിലും പോയായിരുന്നു. നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പോർഷൻ ഡബ് ചെയ്ത് മാർത്തണ്ട ഞാൻ ഇതൊന്ന് വേറെ സ്റ്റൈൽ ചെയ്യട്ടെ, വേറെ സ്റ്റൈൽ ചെയ്യും ചേട്ടാ ഇത് മതി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇപ്പോഴും എല്ലാ പടത്തിലും ഞാൻ 2 സ്റ്റൈലിലൊക്കെ ഡബ് ചെയ്യും. ഇവര് ഇദ്ദേഹത്തിലൊരു സ്റ്റുഡൻറ് ബാക്കി ചെയ്യുകയാണ് അല്ലേ എപ്പോഴും. അശോകേട്ടാ, ഞാനൊരു റിക്വസ്റ്റാണ് പറ്റുമെങ്കിൽ, കാരണം താങ്കളുടെ മിമിക്രി കല ഇല്ല, താങ്കളുടെ കോമഡി, താങ്കളുടെ സീരിയസ്, ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഒരു വണ്ടർഫുൾ റെസിപ്പി നമ്മൾ ത്രോ ചെയ്തിട്ടുണ്ട്, ജനങ്ങളത് ഏറ്റെടുക്കും. അത് വൈഫിൻ്റെ ആണ്. പ്രീതി ചേച്ചിക്ക് താങ്ക് യു സോ മച്ച്. ഞാൻ ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ഉണ്ടാക്കി ചെന്നിട്ട്. വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. അല്ല, കേട്ടപ്പോൾ ഭയങ്കര കൗതുകം. അതെ, എനിക്ക് തോന്നി ഞങ്ങളത് ചെയ്ത് ഹിറ്റാക്കും. അത് ഹിറ്റായി. ഇനിയിപ്പോൾ അത് ഞാൻ റിലീസ് ചെയ്താൽ ഓട്ടം തുള്ളലിനൊപ്പം അതോടെ ഹിറ്റ്. അതെ അതെ, ഓട്ടം തുള്ളലിന്റെ ബേസിസിൽ ഇതാണ് ഹിറ്റ് ആവാൻ പോകുന്നത്. പോഡ്കാസ്റ്റിൽ കിട്ടിയ റെസിപ്പി കേട്ടോ. അതെ, പേരൊന്നും ഇടണം. ഇല്ലില്ല, പേരൊന്നും ഇടാം. പ്രീതി ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ദിസ് എപ്പിസോഡ് ഓഫ് ഓട്ടം തുള്ളൽ. ഏട്ടാ, 2 വരി പാട്ട് പാടാൻ പറ്റും ഇഷ്ടപ്പെട്ട എന്തായാലും ഒരു പാട്ട് പാടി പന്ത് കളിയുടെ വേൾഡ് കപ്പിന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇറങ്ങിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഓടിയിട്ട് കേൾപ്പിച്ചു തരാം. എന്റെ ത്രോട്ട് ഭയങ്കര പിന്നെ കുഴപ്പമില്ല, ഫീൽ കംഫർട്ടബിൾ. എനിക്കിപ്പോ സ്റ്റേജിൽ പാടണം എന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു പാട്ട് അതില്. അല്ല, ആ പാട്ടുണ്ട്. ഞാനിപ്പോ പാടാൻ പറ്റില്ല. ത്രോട്ട് നമ്മൾ കുറെ നേരം സംസാരിച്ചില്ലേ, മനസ്സിലായി. ത്രോട്ട് റെസ്റ്റ് ചെയ്തൊക്കെ പാടാൻ പറ്റും. മനസ്സിലായി, കുഴപ്പമില്ല. നിങ്ങൾ ബോബി തന്നെ പടം കണ്ടിട്ടുണ്ട്. അന്നത്തെ ഒരു ലവ് സബ്ജക്റ്റ് ആണ്. ലവ് സബ്ജക്റ്റ് അത് തന്നെ ശൈലേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞൊരു സിംഗ്, അങ്ങനെ പേര് അയാൾ പാടിയൊരു ആ ഒരു പാട്ട് സ്റ്റേജിൽ പാടുന്നത് ഇപ്പോഴും കൊതിയ. കുറെ വർഷമായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ട് അത്. കാരണം ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ പിള്ളേരെല്ലാം പറഞ്ഞു അശോകൻ നന്നായിട്ട് പാടും. അശോകൻ പറഞ്ഞ ഷെഫും പറഞ്ഞു. എന്റെ ഉള്ളിൽ ടെൻഷൻ, ഇന്റർവ്യൂ നടക്കുമ്പോൾ പാട്ട് പാടും. ഞാൻ പേടിച്ചിരുന്നു. ഒരു കാര്യം എന്താ പറയുക മാർത്താണ്ഡ, നമ്മളിപ്പോൾ എല്ലാ ബേസിക്കലി ഇപ്പോൾ എൻ്റെ പോഡ്കാസ്റ്റിനകത്ത് ഞാൻ ഒന്നും ആവശ്യമില്ലാതെ തള്ളാനും പ്രൊമോട്ട് ചെയ്യാനും ഒന്നും പോകാറില്ല. എനിക്കിഷ്ടപ്പെട്ട, കാരണം എനിക്ക് താങ്കളെ ഇഷ്ടമാണ്, ഈ വ്യക്തിത്വത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ വേണം. അതേപോലെ തന്നെ കുട്ടേട്ടൻ, അത് വിജയരാഘവൻ, നിങ്ങളെ ഇഷ്ടമാണ്. അത് പറയാം. അപ്പം ഞാൻ ഈ പ്രോഗ്രാം എടുത്ത് നോക്കിയാൽ മതി, ഞാൻ ഒരു സിനിമ പ്രൊമോഷൻസും എൻ്റെ എപ്പിസോഡുകളിൽ ചെയ്തിട്ടില്ല അശോകേട്ട. ഞാൻ ഇദ്ദേഹത്തിന് ഫ്രണ്ട്ലി ടോക്കാണ്. അതെ അതെ, കാരണം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സിനിമയോടൊരു വിശ്വാസമുണ്ട്. ഞാനൊരു സാധാരണക്കാരൻ കാണുന്ന കണക്ക് ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ വളരെ അപൂർവം സിനിമകൾക്ക് റിവ്യൂ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അടുത്തടുത്ത് ധീരം എന്ന് പറയുന്ന സിനിമ നമ്മൾ ഇന്ദ്രജിത്ത് സുകുമാരൻ ചെയ്ത് ആ കുഞ്ഞിനെ ഞാൻ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ച്. ഒരു കൊച്ചു പയ്യനകത്ത് അസാധ്യമായി അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഡയറക്ടർ വിളിച്ച് ഞാൻ അഭിനന്ദിച്ചു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ ഇത് കണ്ടിട്ട് പല സഹോദരിമാരും സുഹൃത്തുക്കളും ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞ് ഷെഫെ സജസ്റ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇതൊരു ഞങ്ങളിഷ്ടപ്പെടുന്ന, ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന കഥാപാത്രങ്ങളെ തന്ന രമണനൊക്കെ എന്ന് പറഞ്ഞാൽ അൺബിലീവ്. രമണനില്ലാത്ത ഒരു ദിവസം ഇന്ന് മലയാളിക്കില്ല. ഞാൻ ചോദിച്ചിട്ട് ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറയുന്ന ആൾക്കാർ ഏറ്റവും എടുത്ത് പെരുമാറുന്ന കഥാപാത്രം അതല്ലേ? അതല്ലേ ഇന്ന് കോമഡി ഉണ്ടാക്കുന്നത്. ഇന്നും ഇങ്ങനെ മറിക്കുമ്പോഴോ ഇങ്ങനെ ചുരണ്ടുമ്പോഴോ രമണൻ. പിന്നെ വേറെ കാര്യം ഉണ്ടായില്ലേ, നമ്മള് ചില കഥാപാത്രങ്ങൾ ചില സിനിമകളൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും നിൽക്കുന്നതുകൊണ്ട് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമാണ്, നീ ഒന്നും പെട്ടെന്ന് ഔട്ടാവില്ലടാ സിനിമയില്ലെങ്കിലും. കാരണം നിന്നെയൊക്കെ കുറേ സിനിമകൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്, നല്ല സിനിമകൾ. അപ്പം അതിൻ്റെ അകത്ത് എന്താണെന്ന് നമ്മളിങ്ങനെ റാഫിയൊക്കെ ആയിട്ട് സംശയിച്ചു. റാഫി പറഞ്ഞൊരു കാര്യം, ആ കഥാപാത്രങ്ങൾക്കൊക്കെ ഭയങ്കര പെയിനുണ്ട്. രമണൻ്റെതായിട്ടൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ ബോട്ടിൽ ഇങ്ങനെ ജീവിക്കാൻ കാരണം. അതുപോലെ അനീഫിക്കും ദിലീപിനും ഒക്കെ അതിൻ്റെ പുറകിൽ കുറേ വേദനിക്കുന്ന കഥകളുണ്ട്. ആ കഥാപാത്രങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. മറ്റേത് അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആ തമാശ അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു വിഷയവും കൂടി ഉണ്ട്. കാരണം ഇന്നും മുതലാളിമാരെല്ലാം കേൾക്കുന്ന മുതലാളി മാത്രമല്ല, ഈ ചപ്പാത്തിക്ക് കട്ടി കൂടി അശോകൻ ചേട്ടൻ ഓർമ്മ വരും. ചപ്പാത്തി
ഇതൊക്കെ കയ്യിൽ നിന്ന് ഇടുന്നതാണോ? അങ്ങനെ ചെറുതായിട്ടൊക്കെ. അതല്ലേ, കാരണം ഇതൊക്കെ എവിടുന്ന് വരുന്നെന്ന. കാരണം ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാനോ വേറൊന്നും അതണക്ക് ഉണ്ടാക്കാനോ ഇന്ന് വരെ മലയാളിക്ക് പറ്റിയിട്ടില്ല. അല്ല, ഈ മറ്റേ ദിലീപേട്ടൻ സംസാരിച്ച് കഴിയുമ്പോൾ വെള്ളമടിക്കുന്ന സീനില് ആ സ്വപ്നം ഇതൊക്കെ എങ്ങനെ തലയ്ക്കകത്ത് വരുന്നെന്നാ ഓരോ സ്ക്രിപ്റ്റ് റൈറ്റിങ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സലീംകുമാർ ഏട്ടൻ്റെ യാതൊരു ഉപയോഗമില്ലാത്ത ചോർ, തലച്ചോറെന്ന് തിന്നാൻ പോലും കിട്ടത്തില്ല. ഞാൻ കുറച്ച് ഫിലോപ്പസി സംസാരിക്കുകയാണെന്ന്. അല്ല, ഇവരൊക്കെ ഓരോ രീതിയിൽ. ഇപ്പോൾ മണിച്ചേട്ടൻ്റെ രീതി വേറെ രീതിയായിരുന്നു. ഓരോ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഇതിപ്പോൾ അശോകൻ ചേട്ടന്, സലീമേട്ടനാണെങ്കിലും മണിച്ചേട്ടനാണെങ്കിലും ഇവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നായിരിക്കും. ഇതുകൊണ്ടായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഈ ദാരിദ്ര്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവർ പറയുന്ന തമാശ കേട്ട നമ്മുടെ ഹൃദയത്തിൽ എങ്ങോട്ട്, ഈ സിനിമ പറയുന്നതല്ല, ഈ ലൈവായിട്ടിരിക്കുമ്പോൾ പറയാം. അത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. അതങ്ങ് വന്ന് കൊള്ളുക ചെയ്യുന്നത്. നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഇപ്പം ഇത് അപ്പോഴേ ഈ സംവിധായകന്മാരൊക്കെ എങ്ങനെ ചിരിക്കാതിരിക്കുന്നു എന്നൊക്കെ ഞാൻ ആലോചിക്കും. കാരണം റീടേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒറിജിനാലിറ്റി കിട്ടൂലല്ലോ. ഇപ്പം ഏട്ടൻ വന്നു ഒരു സാധനം വിജയേട്ടന് ത്രോ ചെയ്തു, നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് ചിരിച്ച്. ഇത് രണ്ടാമത് ഇദ്ദേഹത്തിനടുത്ത് ചെയ്യാൻ പറയുമ്പോൾ ഇദ്ദേഹത്തിന് ടെൻഷൻ കൂടും. കാരണം ആദ്യം അതങ്ങ് വന്നതാ. കോമഡി അങ്ങനെയാണ് അല്ലേ? ഒന്ന് കിട്ടിയാ കിട്ടി, പിന്നെ ഹ്യൂമർ എടുക്കുമ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കും. ഒരുപാട് റിഹേഴ്സൽ ഇട്ട് ചെയ്യിക്കും. അയ്യോ പണിയായി. ഞാൻ അങ്ങനെ ചെയ്യിക്കാറില്ല. ഭയങ്കര ഫ്രഷ് ആണ്. ഇവരൊക്കെ സ്റ്റേജ് പെർഫോമൻസ് അല്ലേ. ഇവരെ മുമ്പിൽ ക്യാമറ വയ്ക്കുമ്പോൾ ആദ്യമേ അങ്ങ് തപ്പിക്കോണം, അല്ലെങ്കിൽ പിന്നെ കിട്ടില്ലത്. പിന്നെ ഡബിംഗ് ഹൗസിൽ നമ്മൾ ഡബിങ് കഴിഞ്ഞിട്ട് ഓണം റിലീസിങ് വെച്ചിരുന്ന മെഡ്രാസിലായിരുന്നു. നേരെ അവിടെ നിന്ന് പോരുന്ന ദിവസം ഞാൻ റാഫിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, റാഫി സ്റ്റുഡിയോ, രണ്ടുപേരും സ്റ്റുഡിയോയിലാണ്. കാരണം ഓണം റിലീസിങ് മുന്നേ ധൃതി പിടിച്ച് നടക്കുകയല്ലേ. റാഫി അടുത്ത് പറഞ്ഞു, റാഫി ഞാൻ പോകണം ഞാൻ ബാക്കായിട്ട് ഇറങ്ങിയത് പോകണം. മെക്കാട്ടിന് എന്തെന്ന് വെച്ചാൽ മെക്കാട്ടി മറ്റേ സ്റ്റുഡിയോ. നേരെ അങ്ങോട്ട് ഓടി. അവൻ്റെ അടുത്തും പോയി ബൈ പറയാമെന്ന് വെച്ചാൽ അപ്പോൾ ജനാർദ്ദൻ അവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കണേന് ക്യാബിനിൽ. അപ്പോൾ ഞാൻ ഇവൻ്റെ ചാമ്പലിൽ കയറിയിട്ട് ഞാൻ പോകാണ്ടാന്ന്. അപ്പോൾ ജനാർദ്ദൻ ഡബ് ചെയ്യുന്നത് മൊന്തൊക്കെ എറിഞ്ഞിട്ട് എറി കൊണ്ടിട്ട് ക്യാ ഹുവ എന്ന് ചോദിക്കണതാണ്. അത്രേ പടത്തിലുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ചെറിയ സാധനം കൂടി ഞാൻ ഡബ് ചെയ്തിട്ട് വന്നു. എന്താണെന്ന് പറഞ്ഞാൽ ക്യാ ഹുവ എന്നപ്പോൾ ഞാൻ കേട്ട് തേരാവാതാ എങ്ങനെ കരഞ്ഞേക്കണം, അത് തേരാവാന്ന് ഡബ് ചെയ്തിട്ടു. അത് ഇഷ്ടപ്പെട്ടില്ല. നല്ല കോമഡി മിസ്സായാണ്. അല്ല, അങ്ങനെ കുറേ ഉണ്ട് കഥകൾ. ഡബ് ചെയ്യുമ്പോൾ കുറേ കയറാറുണ്ട്. അങ്ങനെ അത് സ്വാഭാവികമായിട്ടുണ്ടാകും. അത് ഇതിലും ചെയ്തു. അപ്പം ഞാൻ പണ്ടത്തെ ഇപ്പം ഞാൻ എപ്പോഴും മനസ്സിൽ കാണുന്നത് ഇപ്പോൾ ഓട്ടംതുള്ളൽ പോലത്തെ സിനിമകൾ വരണം. കാരണം ജനങ്ങൾക്ക് പണ്ട് മിമിക്സ് പരേഡ്, ആലഞ്ചേരി തമ്പ്രാക്കൾ, ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് നിങ്ങളൊരു 8-10 എണ്ണം ഞാൻ എപ്പോഴും ഒന്നിച്ചിട്ട് സിനിമകൾ തരുമായിരുന്നു. അതേ കണക്കൊക്കെ ഈ ഓട്ടംതുള്ളലിന് ശേഷം താങ്കൾക്ക് ചിന്തിച്ചൂടെ? അതോ അതേപോലത്തെ ഒരു ഫ്ലേവറിലൊക്കെയാണ്? ഗ്രൂപ്പായിട്ടുള്ള സിനിമ ഓട്ടംതുള്ളൽ. ഇതിൻ്റെ ഹീറോ എന്ന് പറയുന്ന സ്ക്രിപ്റ്റാണ്. ബാക്കി എല്ലാവരും ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. അവരിൽ ഓരോരുത്തരും നായകന്മാരാണ്, അവരിൽ ഓരോരുത്തർക്കും. അപ്പം ഞാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളെയാണ്, നടന്മാരെയാണ് ഇനി സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വിജയരാഘവൻ, പോളിച്ചേച്ചി എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരായിട്ട് ഞാൻ കാണുന്ന ആൾക്കാരാണ്. കേരളമല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇന്ത്യൻ സിനിമയിലെ ഞാൻ ഉദ്ദേശിക്കും. ഞാൻ വളരെ കറക്റ്റാണ്. എന്നാൽ അത് ഇതായിട്ട് പറയുന്നത് നമ്മൾ കൊച്ചായിട്ട് കാണാൻ പാടില്ല. ഇപ്പം ഇവർ നോർത്ത് ഇന്ത്യയിലായിരുന്നെങ്കിലോ അവിടെ അങ്ങ് പോയത് അതല്ല. നമ്മൾ അഭിനയിക്കുന്ന എല്ലാവരും ഇന്ത്യൻ സിനിമയിൽ എന്നുള്ളത് ഞാൻ ആ രീതിയിൽ തന്നെ ഞാൻ അവരുടെ പെർഫോമൻസിനെ കാണുന്നത് എല്ലാ സിനിമയിലും. ആ രീതിയിലുള്ള മികച്ച ആൾക്കാരെയാണ് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം 50 വയസ്സ് 40 വയസ്സ് 60 വയസ്സുള്ള ആൾക്കാർ ഇനി കുറച്ച് നാളും കൂടെ, അതായത് 10 വർഷം കൂടെ കഴിയുമ്പോൾ വിട പറയാനുള്ളവരാണ് അടിസ്ഥാനപരമായി നമ്മൾ എല്ലാവരും. അപ്പോൾ ഇവർക്ക് ആകെ കുറച്ച് സ്വപ്നങ്ങളെന്ന് പറയുന്നത് അവർ കുട്ടിക്കാലത്ത് കണ്ട കുറേ സിനിമകൾ, ഇല്ല അവരുടെ ചെറുപ്പകാലത്ത് കണ്ട സിനിമകൾ. ഇന്നിപ്പം അവർക്ക് പറ്റിയ സിനിമകൾ തിയേറ്ററിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇല്ല. എൻ്റെ കാഴ്ചപ്പാടാണ്. കാരണം മൊത്തം വെട്ട്, 16 പ്രാവശ്യം കുത്തുക, വലിച്ച് കീറുക, അവനെ തന്നെ പിന്നെ എടുത്ത് റെയിൽവേ പാളത്തിൽ കൊണ്ടിടുക, പിന്നെ അവനെ കെട്ടി തൂക്കി കൊല്ലുക, ഇങ്ങനെയുള്ള വളരെ മൃഗീയമായ സിനിമകളാണ്. കുറേ കൊറിയൻ സിനിമകളൊക്കെ കണ്ടിട്ട് ഭ്രാന്തെടുത്തിട്ട് എഴുതുന്നതായിരിക്കാം. നമ്മളെപ്പോലത്തെ കുറേ NRIs, NRIസിന് ഒരുപാട് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുമ്പം ചിരിപ്പിച്ചൊരു മനുഷ്യൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്കൊരു ഒരു ബ്രേക്കാണ്. കാരണം എനിക്കറിയാവുന്ന ഒരു NRI ഉണ്ടായിരുന്നു, അശോകേട്ട. എവ്രി ഡേ ബോയിങ് കണ്ടിട്ട് കിടന്നുറങ്ങിയ ആൾ. കാരണം അയാൾക്ക് അത്ര എവ്രി ഡേ ഇങ്ങോട്ട് വരും, കാസറ്റ് ഇടും, കണ്ടിട്ട് കിടന്നുറങ്ങി. അങ്ങനെയുള്ള ഇപ്പം മക്കളെയൊക്കെ കെട്ടിച്ചില്ലേ, മക്കളൊക്കെ സെറ്റിലായി പോകുന്നൊരു തലമുറയായിരുന്നല്ലോ നിങ്ങൾ അന്ന് ക്രിയേറ്റ് ചെയ്തത്. ഇവർക്ക് വേണ്ടി ഉള്ള സിനിമകളും ഇനി ഉണ്ടാവണ്ടേ? ഉറപ്പായിട്ട്. ഓട്ടംതുള്ളൽ അങ്ങനത്തെ ഒരു സിനിമയാണ്. അങ്ങനത്തെ സിനിമ തീർച്ചയായിട്ടും. ഓട്ടംതുള്ളൽ അങ്ങനത്തെ ഉദ്ദേശം തന്നെ ഞാൻ എടുത്തേക്കുന്നത്. ന്യൂജൻ ആൾക്കാർ പബ്ബിന്റെ കഥ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമ ചിരിക്കാനുള്ള അവരും ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പം
പറയുന്ന ഓഡിയൻസിനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇവരെ ഇന്ത്യൻ സിനിമയിൽ നിന്ന് പറഞ്ഞില്ലേ, എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. പ്രിയൻ സാർ ഇന്ത്യയിലെ ഏറ്റവും എല്ലാ ഭാഷയിലും സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹം ഹിന്ദി പോയി ഡയറക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലെ നടന്മാരുടെ കപ്പാസിറ്റി മറ്റുള്ള ലാംഗ്വേജിലെ നടന്മാർക്ക് ഇല്ല എന്ന് പുള്ളി ഓപ്പണായിട്ട് പുള്ളി ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പല പടങ്ങളും അങ്ങോട്ട് റീമേക്ക് ചെയ്യാൻ പോകുമ്പം പറ്റുന്നില്ല. കാരണം ശങ്കരാടി ചേട്ടനെ പോലെ, ഒടുവിലാൻ ചേട്ടനെ പോലെയും ജഗതി ചേട്ടനെ പോലെ ആളെ കിട്ടുന്നില്ല അവിടെ. സത്യമാണ്, അത് വലിയ കാര്യം. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരെയാണ് ഞാൻ എൻ്റെ സിനിമയിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞത്. ഞാനത് അതിശയോക്തിയായിട്ട് തള്ളിയതല്ല. അത് ഇവിടുന്ന് അവിടെ പോയി പടം ചെയ്യുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. പ്രിയൻ സാറ് അത് വ്യക്തമായിട്ട് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഒടുവിലേട്ടനെ പോലെയും ശങ്കരാടി ചേട്ടനെ പോലെയും ഇവരെ പോലെയും ഇപ്പോഴും ഇല്ല മലയാളത്തിലും ഇല്ല അതുപോലത്തെ ഒരു നടൻ. കറക്റ്റ് സത്യം. ജീവിക്കുകയാണ് ഇവരൊക്കെ. വേണിച്ചേട്ടൻ, തിലകൻ ചേട്ടൻ, അത് സത്യനന്ദിക്കാണ്ട് സിനിമകളും കാണണം. പ്രിയൻ സാർ എന്നോട് പറഞ്ഞു ബോബനും മോളിയും പുസ്തകം വായിക്കുന്ന കണക്കാ. എല്ലാ പുസ്തകത്തിനകത്തും കഥാപാത്രങ്ങളൊക്കെ സെയിം ആയിരിക്കും, സ്ക്രിപ്റ്റ് മാറുന്നതെന്ന് മാത്രം. അല്ല, പ്രിയൻ സാർ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് റീമേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവരുടെ വില അറിയുന്നതെന്ന് പറയാം. അപ്പൊ പപ്പുവേട്ടനെ പോലെ ഒരാളെ നമുക്ക് ചിന്തിക്കാൻ പോലും പകരമില്ല, ഇപ്പോഴും ഇല്ല. നമ്മളെ മാളച്ചേട്ടൻ, മാളാരവിന്ദൻ, മാളച്ചേട്ടനെ നമ്മള് ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാ ചെയ്തെങ്കിൽ അതൊക്കെ ഒരു അതെ സാധനങ്ങളൊക്കെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത്രയും രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ഇരുന്ന് ഓർമ്മകൾ ഇരുന്ന് ചിന്തിക്കാൻ സമയത്ത് കുതിരോട്ടം പപ്പുച്ചേട്ടനെ പോലൊരു നടൻ എനിക്ക് സിനിമയിൽ അത്രയും ശബ്ദവും. പക്ഷെ ആൾക്കൂട്ടത്തിൽ തനിയെ പോലെ സിനിമയിലെ സീരിയസ് ക്യാരക്ടർ, എന്തോ ക്യാരക്ടർ, മരണം പറയാൻ നടക്കുന്ന കഥാപാത്രമാണ്. തീർച്ചയായും അവസാനം പുള്ളിയോട് ചോദിക്കുന്നുണ്ട് താങ്കളുടെ മരണം ആരെ പറഞ്ഞു പറയുമ്പോൾ പുള്ളി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നൊരു കുളത്തിൽ ഒരു ഷോട്ടുണ്ട്. MT സാറിന്റെ സ്ക്രിപ്റ്റ് ഐസി സാറാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഇത്ര ഈ താമരശ്ശേരി കുളമൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ്. മറ്റേ കിങ്ങിനകത്ത് ആ ഒരു ഒറ്റ റോള് പോരെ എങ്ങനെ ഫ്ലേവർ മാറ്റി പിടിച്ചു കളഞ്ഞ അതേ മനുഷ്യനാണ് തേന്മായും കൊമ്പത്തിനകത്തെ കള്ളുകൂടിയൻ. അതേണക്കൊരു കള്ളുകൂടിയാണ് നമുക്ക് റെഫറൻസ് ഉണ്ടോ? പപ്പുച്ചേട്ടനെ പോലെ ഒരാള് ലോക സിനിമയിലില്ല. അത് വലിയ അത് നമ്മൾ അതർ ലാംഗ്വേജ് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 100%. അവിടുത്തെ ഇവിടുത്തെ നമ്മൾ വ്യത്യാസങ്ങൾ നമ്മൾ എത്രയോ ഭാഷയിൽ കാണുന്നതാണ്, നമുക്ക് അറിയാൻ പറ്റും. അത് ഓട്ടെന്നുള്ളൊരു വലിയ വിജയമായിരിക്കട്ടെ. നമുക്കൊരു റാപ്പിഡ് ഫയറിലേക്ക് പോവാം. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ദി ലെജൻഡറി ആക്ടർ ഹരിശ്രീ അശോകൻ ആൻഡ് എ വണ്ടർഫുൾ ഡയറക്ടർ G. Marthandan. We'll be back after a break. This is Shine with Nalan. വെൽക്കം ബാക്ക്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് G. Marthandan, വണ്ടർഫുൾ ഡയറക്ടർ. ഇപ്പോൾ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഓട്ടം തുള്ളൽ. അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും അതിൻ്റെ ടോക്കും ഒക്കെയാണ് നടക്കുന്നത്. എലോങ് വിത്ത് നമ്മളുടെ എവർഗ്രീൻ എവർ ലവിങ് ഹരിശ്രീ അശോകേട്ടൻ. അശോകേട്ടാ, മാർത്താണ്ഡൻ ചേട്ടാ, ഇവിടെ റാപ്പിഡ് ഫയർ ടപ്പ് എന്ന് ആൻസർ പറയണം. പക്ഷേ ഏട്ടൻ്റെ സ്റ്റൈലിൽ ടപ്പെന്ന് പറയണ്ട, ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. റെഡിയല്ലേ? ആദ്യം നമുക്ക് മാർത്താണ്ഡൻ ചേട്ടനെ പിടിക്കാം. അപ്പോൾ ഇദ്ദേഹം ഒന്ന് പ്രിപ്പയർ ആവും. റെഡിയല്ലേ? 1 word for പൃഥ്വിരാജ്. നല്ല ഒന്നാം തരം ആണത്തുള്ളൊരു മനുഷ്യൻ. മോഹൻലാൽ. ലവബിളായിട്ടൊരു മനുഷ്യൻ. മമ്മൂട്ടി. ദ ഡീസന്റ് മാൻ. ഹരിശ്രീ അശോകൻ. മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തി. സക്സസ്. വിനയം. ഫെയിലുവർ. വിനയം. സിനിമ. ജീവൻ. പ്രണയം സിനിമയോടാണ്. ഫേവറേറ്റ് ആണ് ചോദിക്കുന്നത്. ഫേവറേറ്റ് ഡയറക്ടർ? പ്രിയദർശൻ സാർ. ആക്ടർ? ജഗതി ശ്രീകുമാർ. ഫുഡ്? ഇഡലി. ഹോളിഡേ ഡെസ്റ്റിനേഷൻ? എൻ്റെ വീട്. നമുക്കിനി അശോകനിലേക്ക് കടക്കാം. റെഡിയല്ലേ? G. Marthandan. നല്ല വ്യക്തിയാണ്. മോഹൻലാൽ. ഗംഭീര ആർട്ടിസ്റ്റാണ്. മമ്മൂക്കയോ അതെ. കോമഡി ജഗതി ചേട്ടൻ, വേറെ ആരാണ്? ഫാമിലി. അതാണ് നമ്മുടെ ലൈഫ്. സിനിമ എൻ്റെ ജീവിതം. ഫേവറേറ്റ് കോമഡി റോൾ? ഒരുപാടുണ്ട്, ഒന്നൊന്നുമല്ല. വേറെ മറ്റൊരു വ്യക്തി ചെയ്തതിൽ? വേറൊരു വ്യക്തി എടുത്ത ജഗതി ചേട്ടൻ, നമുക്ക് ഒരു റോള് കാണുമല്ലോ എപ്പോഴും നമ്മളിങ്ങനെ. ഇപ്പൊ ജഗതി ചേട്ടന്റെ കിലുക്കുമാണ് എനിക്ക് എപ്പോഴും എവർഗ്രീൻ ഫേവറേറ്റ്. എത്ര സിനിമ ചെയ്താലും ജോജി. എന്നിട്ട് കിലുക്കം പറയുമ്പോ അപ്പ തന്നെ വേറെ സിനിമ ഓർമ്മ യോധ കയറി വരും. അതാണ് ഒന്നില്ലത്. കോസ്റ്റാർ? ദിലീപ് ആണ് കൂടുതലും പടം ചെയ്തേക്കുന്ന കോമ്പിനേഷൻ. അതാണ് ദിലീപ്. ഫുഡ്? കാന കപ്പയും ചമ്മന്തി. ഓ, നമ്മളാളാ. ട്രാവൽ ഡെസ്റ്റിനേഷൻ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വയനാട്. അപ്പോൾ പോണം കേട്ടോ. ഡോക്ടർ ജോസഫ് വെട്ടിക്കാട്ടിലെ പരിചയപ്പെടണം. എനിക്ക് അഡ്വഞ്ചർ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയെ പരിചയപ്പെടണം. പുള്ളി ഒരു അസാധ്യ സൈന്റ്. അതായത് നമ്മളൊക്കെ കേരളത്തിലല്ലേ, പുള്ളി US സെലിബ്രിറ്റി ഡോക്ടറാണ്. പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റാണ്. പുള്ളിയെ വിളിക്കുന്നത് പ്രൈവറ്റ് ജെറ്റിലും ഹെലികോപ്റ്ററിലും ഒക്കെയാണ്. ചെറിയ കിളിയല്ല, ഒരു 1.5 പരുന്താണ്. ഫൺ റൗണ്ട്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും
ആര് തോട്ട പിടിക്കുമെന്ന് നോക്കാം. ബാബു അളിയന അതാ മാർത്താണ്ഡ അളിയന നോക്കാം. ആർക്ക് വേണേൽ പറയാം അങ്ങനെ. രണ്ടുപേർക്ക് ആർക്കോണേലും പറയാം. റെഡിയല്ലേ? ആരാണ് സെറ്റിൽ ആദ്യം എത്തുന്നത്? ഞാൻ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡയലോഗ് മറക്കുന്നത് ആരാണ്? സ്ഥിരമായിട്ട് മറക്കാറുണ്ട്. ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ആരാ കൂടുതൽ ചിരിക്കുന്നത്? ഞാൻ ചിരിക്കും. ചിരിക്കും. ഞാൻ കോമഡി ഉണ്ടാ ചിരിക്കും, കരയുന്ന സീനെടുത്ത കരയും. കൗണ്ടർ അടിച്ചാണ് അശോകൻ ചിരിക്കും. ഞാൻ ഷൂട്ടിങ്ങിൽ ചിരിക്കാറുണ്ട്, നല്ല കോമഡി ആണെങ്കിൽ ചിരിക്കും. പക്ഷെ ഞാൻ ഇതിൽ ചിരിച്ചു. എന്റെ കോമഡി ആയിട്ടല്ല, വേറെ കോമഡി. ബാബുളിയന്റെ റീടേക്കുകൾ വരാറുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഞാൻ എല്ലാം ഒറ്റ ഷർട്ട് തന്നെ ഓക്കെ ആയിരുന്നു. അതെ, ബാബുളിയൻ തകർത്ത്. അതായത് പഴയ വീട്ടിൽ അശോക് ചേട്ടൻ ഭയങ്കര കംഫർട്ടായിരുന്നു. അശോക് ചേട്ടന് പേടി ഉണ്ടായിരുന്നെങ്കിലും അറിയാതെ അത് കയറി വന്നു. അതുകൊണ്ട് റീടേക്ക് വന്നിട്ടില്ല. നമ്മൾ ബാബുളിയനോട് സംസാരിക്കുന്നത്, അശോകനോടല്ല. എനിക്കാണ് ബാബുളിയൻ ബാബുളിയൻ ട്രെൻഡ് ആകുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾ രണ്ടിൽ ആരാ കൂടുതൽ ഇമോഷണൽ? അത് ചിലപ്പോൾ ഞാനായിരിക്കും. ഇത് ഇങ്ങനെ മസിലോട് ചിരിക്കുന്ന ചെറിയ കാര്യം ഞാൻ പെട്ടെന്ന് ഇമോഷണൽ. ഞാൻ പെട്ടെന്ന് ചെറിയ കാര്യം ഉണ്ട് പെട്ടെന്ന് കരയുന്ന ആളാണ്. രണ്ടൊരു ഇമോഷണൽ ചേട്ടന്റെ മുഖത്ത്. ഈ കലാകാരന്മാരല്ലാതെ നമുക്ക് കുഞ്ഞു മനസ്സ്, ജഗതി ചേട്ടൻ വല്ല കുഞ്ഞു മനസ്സല്ലേ, ഉള്ളിൽ ഒന്ന് വിങ്ങിയിട്ടാ പുറത്തു വരുന്നത്. ഓക്കെ, താങ്കളുടെ ജീവിതം സിനിമയാക്കുകയാണെങ്കിൽ താങ്കൾ ആ സിനിമയ്ക്ക് എന്ത് പേരിടും? ജീവിതം ഒരു സിനിമ. അശോകേട്ടന്റെ ജീവിതം സിനിമയാക്കുകയാണെങ്കിൽ ജീവിതം ഒരു സിനിമ. അതെ, അതുകൊണ്ട് അശോകേട്ട എന്റെ ജീവിതം സിനിമ അശോക ചരിതം ഒന്നാം ഭാഗം ഇനിയുണ്ടാവും. ടീ ഓർ കോഫി? ഞാൻ ടീ. കോഫി. കേരള മീൽസ് ആണോ ബിരിയാണി ആണോ? ഇവിടുത്തെ ഉത്തരം എനിക്കറിയാം. എനിക്ക് കേരള മീൽസ്. കേരള മീൽസ്. OTTയോ തിയേറ്ററോ? തിയേറ്റർ. OTT വല്ലപ്പോഴും കണ്ടെങ്കിലേ എത്രയേ ഉള്ളൂ. ഒരു റീസൺ പറ, രണ്ടുപേർക്കും പറയാം. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ജനങ്ങൾ ഓട്ടം തുള്ളൽ കാണേണ്ടത്? ചിരിക്കാനും ഉണ്ട്, ചിന്തിക്കാനും ഉണ്ട്. നിങ്ങളെ വെറുപ്പിക്കത്തില്ല, രസമുള്ള ഒരുപാട് തള്ളാൻ ഞാനില്ല. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുപോലെ ഹൃദയം കൊണ്ട് ചെയ്യുന്നതാണ് എല്ലാ സിനിമയും. അത് തന്നെയാണ് സിനിമയുടെ നമ്മൾ ഉദ്ദേശിച്ചത്. ആത്മാവ്. രണ്ട് അത്രയും സമയം നമുക്ക് മറന്ന് നമുക്ക് വേറെ എല്ലാ വിഷമങ്ങളും മാറ്റി വെച്ച് നമുക്ക് അതിൻ്റെ അകത്തിരിക്കാം, തിയേറ്ററിൽ ഇരിക്കാൻ പറ്റും. വേറെ ചിന്തയിലേക്കും പോകില്ല, അത്രയ്ക്ക് ചിരിക്കാനുണ്ടാവും. അശോകേട്ടാ, ക്യാമറയിലോട്ട് നോക്കിയിട്ട് നമ്മളെ ഓഡിയൻസിനോട് ഓട്ടം തുള്ളൽ ഒരു ക്ഷണം, ഒരു സ്വീകാര്യത ഏട്ടൻ്റെ വക ക്യാമറയിലോട്ട് നോക്കി. ഓട്ടം തുള്ളൽ എന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാവരും കാണണം. അത് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നതല്ല. തമാശ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, സിനിമയെ ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ കാണണം. നല്ല സിനിമയാണ്. താങ്ക് യു. എൻ്റെ 6ാമത്തെ സിനിമയാണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ബഡ്ജറ്റിലോ അതിൻ്റെ വലിയ വലിപ്പത്തിലോ അല്ല നിങ്ങൾ ഈ സിനിമ കാണേണ്ടത്. ഇതിൻ്റെ കഥയുടെ വലിപ്പത്തിൽ വന്നിട്ട് ഈ സിനിമ കാണണം. ഈ സിനിമ അതേപോലെ ചിരിക്കാനുള്ളൊരു സിനിമയാണ്, അതേപോലെ ചിന്തിക്കാനുള്ളൊരു സിനിമയാണ്. വളരെ നല്ലൊരു സിനിമയാണ്. നിങ്ങൾ വന്ന് കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത്തരം സിനിമകളുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം അതുപോലൊരു പരീക്ഷണമാണ് ഞാൻ ഈ സിനിമ നടത്തിയിരിക്കുന്നത്. പരീക്ഷണം ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ചിരിക്കുന്ന പരീക്ഷണം, ചിരിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ ബാബുളിയൻ്റെ കാര്യം കൂടെ പറയണം. അതെ, പ്രത്യേകിച്ച് പിന്നെ ബാബുളിയൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ എനിക്ക് ഇത്തരം സിനിമകളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച പറക്കും തളിയെ പോലെ, പഞ്ചാബി ഹൗസ് പോലുള്ള അശോകൻ ചേട്ടനെ ആ രീതിയിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം കൂടെ നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം അത്തരം ഒരുപാട് മുഹൂർത്തങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. രസകരമായ ഒരുപാട് നിമിഷങ്ങളുണ്ട്. നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഇത്തരം സിനിമകളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാനൊരു വിദേശ മലയാളിയായിരുന്നു, ഒരു NRI ആയിരുന്നു. NRIകൾക്ക് എന്നും സിനിമകളായിരുന്നു കൂട്ട്. അതും ഈ പറഞ്ഞ വേദനിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമല്ല ഒരുപാട് സിനിമകൾ. ഓട്ടംതുള്ളൽ സുഹൃത്തിനോട് പറയുകയും ഞാൻ മാർത്താണ്ഡ ചേട്ടൻ്റെ സിനിമയുടെ ഡബ്ബിങ് സമയത്ത് ചെല്ലുകയും അത് ആസ്വദിക്കുകയൊക്കെ ചെയ്തപ്പം നമ്മൾ NRIകൾക്ക് ഇതൊരു വീണ്ടും ഒരു മുതൽക്കൂട്ടായിരിക്കും. നമുക്ക് ചിരിക്കാനും ഒരുപാടുണ്ട്. അതായത് നമ്മൾ അശോകേട്ടനെ തിരിച്ചു തന്ന പുള്ളിയുടെ പുതിയ പുതിയ വേഷങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ എങ്കിലും മലയാളികളായ നമ്മൾക്ക് ആ നൊസ്റ്റാൾജിയ, നമ്മളെപ്പോഴും പഴങ്കഞ്ഞി, കുത്തരിച്ചോറ്, ചമ്മന്തി, പുട്ടും മുട്ട റോസ്റ്റും, അപ്പവും കിഴങ്ങ് കറിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന മലയാളികളാണ്. ആ മലയാളിക്ക് എന്നും രമണനും ഒക്കെ മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ. അതേപോലത്തെ ഒരു കഥാപാത്രമായി ബാബുളിനെ തന്നിരിക്കുകയാണ്. ആ മഹത്തായ സംവിധായകനോടും ആ മഹത്തായ നടനോടും ഒരുപാട് സ്നേഹമുണ്ട്. പടം കാണണം, ഞാനും കാണും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള വിലയേറിയ അഭിപ്രായങ്ങൾക്ക് എന്നും വില കൊടുക്കുന്ന 2 വ്യക്തിത്വങ്ങളോടുകൂടി ഇരുന്നാണ് ഞങ്ങളിന്ന് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? തീർച്ചയായിട്ടും. ശരിയല്ലേ? അല്ല, ഞാൻ ഈ പഞ്ചാബി ഹൗസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ ഈ പ്രോഗ്രാമിന് പോകാറുണ്ട് ഗൾഫിൽ. അത് ഞാൻ, നാദിർഷ, നിലീവ്,
മണി അങ്ങനെ ടീമാണ്. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാനും മണി കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ലേബേഴ്സ് താമസിക്കുന്ന അവിടെ ചെല്ലും. മാൻ പവർ എന്നുള്ള ആൾക്കാരുണ്ടല്ലോ അവർ താമസിക്കുന്ന ലേബർ. അപ്പം പണ്ട് കാലത്തൊക്കെ തട്ട് പിന്നെ അവർക്കൊക്കെ റൂമുകളൊക്കെ ആയി. ഇപ്പോൾ 2 പേര് 3 പേര് ഒരു മുറി അങ്ങനെയൊക്കെ ആയി. പഞ്ചാബി ഹൗസൊക്കെ റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ അന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പഞ്ചാബി ഹൗസിൽ നിങ്ങൾക്ക് തിളങ്ങി നിൽക്കുകയല്ലേ. അവർ താമസിക്കുന്ന അവിടെ പോയി വൈകുന്നേരം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൂടി വന്ന് ഞങ്ങൾ ഓംലെറ്റൊക്കെ റെഡിയാക്കി ഞങ്ങളെല്ലാം കൂടി വട്ടം കൂടി ഇരുന്ന് ബീറൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ച് പാട്ടൊക്കെ പാടി. ഒരാൾ മാത്രം ഇങ്ങനെ മാറിയിരിക്കുന്നു, ഒരു കുർത്ത ഇട്ടിട്ട് ഒരാൾ. അപ്പോൾ അവരങ്ങോട്ട് ഇങ്ങോട്ട് പോയി ഇടയ്ക്ക് വെള്ളം എടുക്കുക അങ്ങനെ ഇടയ്ക്ക് പോയി ചെയ്യുന്നുണ്ട്, പക്ഷെ മാറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും വാടാ നമ്മൾ ചോദിച്ചു. അപ്പോൾ ഞാൻ മലയാളിയാണല്ലോ വാടാ എന്നൊക്കെ വിളിക്കുന്നത്. മലയാളി ഇങ്ങനെ മാറിയിരിക്കുമോ? അപ്പം ഞാൻ മലയാളിയല്ലേ, അവൻ പാകിസ്ഥാനിയാ, അവൻ മലയാളം പറയും അസലായിട്ട്. അവനെ വിളിച്ച് അവിടെ ഇരുത്തിക്കട്ടെ. സത്യം, എൻ്റെ കലയാണ് സത്യം. പഞ്ചാബി ഹൗസിലെ ഫുൾ കോമഡി അവൻ പറഞ്ഞു. ഡയലോഗ് എൻ്റെ ഡയലോഗ് ഞാൻ അന്തം വിട്ടു. ഇതെങ്ങനെ ഈ പാകിസ്ഥാനി ഇത് പഠിച്ചു? ഇവരൊക്കെ കൂടി മലയാളം പറഞ്ഞു. അല്ല, ഈയിടെ വിദ്യാബാലൻ റീൽ ചെയ്തു അശോകന്റെ മറ്റേ ടി വിയിൽ വന്നിട്ട് ഭയങ്കര അല്ല ഇത് ചെയ്തു മറ്റേ കാന മറ്റേ അത് ഭയങ്കര ഹിറ്റായിരുന്നു. അവര് സാധാരണ പെണ്ണുകടയിൽ ചെയ്തോണ്ടിരുന്നത്, പക്ഷെ അത് അശോകന്റെ ഒരു ക്യാരക്ടർ അത് ഭീകര വൈറലായിരുന്നു. അത് അശോക ഈ ക്യാരക്ടർ പിടിക്കുന്ന സമയത്ത് ഈ വേഷവും താങ്കളൊരു സമ്പാദ്യമായിട്ട് കൊണ്ടുവരാറുണ്ടല്ലോ. ഇവിടെ ഞാനൊരു വളയം വെക്കുക, അത് പഞ്ചാബി ഹൗസിൽ അല്ല അതാ ചോദിക്കുന്നത്. അപ്പൊ ഈ മാത്രമല്ല കോസ്റ്റ്യൂമിങ് ഇല്ലെങ്കിൽ മുണ്ടെടുത്ത് ഒരു സ്റ്റൈല് പിടിക്കുമല്ലോ, കഴുത്തിൽ എന്തെങ്കിലും കാണും. അത് മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് അങ്ങോട്ട് പറയാം. അത് പഞ്ചാബി ഹൗസിലെ ഫുൾ ഇത് ഡയറക്ടേഴ്സ് തന്നെ പറഞ്ഞാണ്. ഇത് നമ്മൾ പറഞ്ഞത് ഒരു ചുരുണ്ട മുടിയാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല, എന്നാലും സാധനം വെച്ചിട്ട് ചെയ്തേക്കണം. പിന്നെ ഇവരെപ്പോഴും ബട്ടൺ ഓപ്പൺ ആയിരിക്കും, വെള്ളം അടിക്കുന്നത്, അതിങ്ങനെ വലിച്ചിങ്ങനെ ഇടും. അതുണ്ടാവും, ശ്രദ്ധിക്കില്ല, ഡ്രസ്സിലൊന്നും ശ്രദ്ധിക്കില്ല, തോന്നിയ പോലെ മുണ്ടുടുക്കുകയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടി. എന്നാലും ഒരു ബനിയൻ ഇടും ചിലവര്, അകത്തൊരു വെള്ള ബനിയൻ നീറ്റായിരിക്കില്ല, അതുമേലെ കൈ തുടക്കണ മൂക്കൊക്കെ ചീറ്റിക്കഴിഞ്ഞാൽ തുടക്കണ പരിപാടി. അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡിസോർഡർ ആയിരിക്കും എല്ലാം, ഓർഡർലി ഒന്നും നടക്കില്ല, അത് ഭംഗിയായിട്ട് നടക്കൂല ഇവര്. ഒബ്സർവേഷന് കിട്ടുന്നതാണ് ഈ ക്യാരക്ടർ. അതെ, ഇതൊക്കെ ഒബ്സർവേഷൻ കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. അശോചനം നല്ല സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചിട്ടാണ് വന്നത്. ഞാൻ സ്ക്രിപ്റ്റ് തീരാതെ പടം ചെയ്യില്ല, ഫുൾ സ്ക്രിപ്റ്റ് കൊടുക്കും. അപ്പോൾ വിത്ത് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് കറക്റ്റ് ചെയ്ത് അശോട്ടം വന്നേക്കുന്നത്, വന്നങ്ങോട്ട് ചെയ്യുക. ചേട്ടൻ്റെ മനസ്സിൽ ഇവർ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും മനസ്സിൽ ക്യാരക്ടറായിട്ടാണ് വന്നത്. അവരങ്ങനെ വരത്തുള്ളൂ. ഞാനിപ്പോൾ നാളെ എന്താ സീൻ എടുക്കുന്ന വെച്ചാൽ തലേദിവസം ചോദിച്ച് അസോസിയേറ്റിനോട് ചോദിച്ചിട്ട് സീൻ നമ്പർ മേടിച്ച് സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടാവും, ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടാവും, മേടിച്ചിട്ട് അത് ഞാൻ പിടിച്ചെന്നത് വർക്ക് കഴിഞ്ഞാൽ ഞാനത് വായിച്ച് ചിലപ്പോൾ ഒന്ന് അഭിനയിച്ച് നോക്കും, ചുമ്മാ കണ്ണാടും വെറുതെ എന്തെങ്കിലും സാധനം കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ ആലോചിച്ച് ഇപ്പോഴും നമ്മളറിയുന്നില്ല. നമ്മൾ അതുകൊണ്ടാണ് സിനിമ കാണുന്നത്. നമ്മൾ സ്റ്റാർട്ട് പറയുമ്പം കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പുള്ളി ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്ന് ചെയ്യുന്നത്, നമുക്ക് വ്യക്തമായിട്ട് അത് അത്രയ്ക്ക് കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഈ തുളുവിലെ ഭാഷയിൽ വരുന്ന സിനിമ ഭാഷ അറിയില്ല, ഇത് തുളു വരെ കണ്ടിട്ടുണ്ട്. ഇത് ഈ മാർത്താണ്ഡൻ്റെ മഹാറാണിക്ക് ഞാൻ 2 ദിവസം മുമ്പ് ലൊക്കേഷനിൽ പോയി ഞാൻ അവിടെ എൻ്റെ വീട് അവിടെയൊക്കെ ഞാൻ പോയിരുന്ന് കണ്ടു, അവിടെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ അതായിട്ടൊന്ന് മാച്ചായി, വീട്ടിലൊക്കെ കയറി ഇറങ്ങി നടന്നു അങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു വീടായി. അത് ഒറ്റ ഷോട്ടിലാണ് സീൻ എടുത്തത്. ആ സീൻ അടുത്ത ആ പടത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ഇപ്പം ഏറ്റവും കൂടുതൽ പുറത്ത് ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് അത്. കൊളക്കടവിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് എൻ്റെ മോളുടെ ഫീലിങ്ങിൽ ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് തിരിച്ച് ഇവിടെ വന്ന് നിറച്ച ആൾക്കാർ കൂടി ഇവിടെ വന്ന് ഫുൾ ഭാര്യയോടും മറ്റുള്ളവരോടും എൻ്റെ മോളോടും ഒക്കെ പറയുന്ന ഡയലോഗ് ഒറ്റ ഷോട്ടാണ്. അത് നിർബന്ധമായിരുന്നു മാത്രം ഒറ്റ ഷോട്ട് ചെയ്യണമെന്ന്. ആ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർക്കും നിർബന്ധമായിരുന്നു, കുത്തിയിരുന്ന് പഠിച്ച്. അതല്ല ഞാൻ ചിന്തിക്കുന്നത്, 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റേജൊന്നും നമ്മൾ കൂട്ടുന്നില്ല, എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യൻ ഇപ്പോഴും പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്, ബാക്കി ഡിഗ്രി ഒന്നുമല്ല, 10ാം ക്ലാസ് പരീക്ഷയാണല്ലോ നമ്മളെ ഈ ആടിയൊക്കെ തന്ന് മറ്റേ വെള്ളത്തിനകത്ത് കാലൊക്കെ മുക്കി വെച്ചിരുത്തി പഠിപ്പിക്കുന്നത്. കാരണം പ്രീ ഡിഗ്രിക്ക് ആകുമ്പോൾ നമ്മൾ തല തിരിയുമല്ലോ. ആ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെയാണ് ഞാൻ കാണുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞൊരു വേർഡില്ലേ 40 വർഷമായിട്ട്, ഈ 40 വർഷമായിട്ട് ഇൻഡസ്ട്രി നിൽക്കുക എന്ന് പറയുന്നത് കുഞ്ഞുകളിയാണ്. അല്ല, അവ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ഇതുകൊണ്ടാണ്. ഇത് ഇല്ലാത്തവരാണ് വരുന്നത് പോകുന്നത് നമ്മൾ അറിയാത്തത്. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഒരു ഐഡന്റിറ്റി. വിശേഷവൻ എന്ന് പറഞ്ഞാൽ, ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ, തിലകൻ എന്ന് പറഞ്ഞാൽ, ഇവർക്കൊക്കെ ഒരു ഐഡന്റിറ്റി. ഇവർ ഇത്രയും
ആളുകൾ ഉണ്ടാക്കിയെടുത്തത് 40 വർഷമായിട്ട് സിനിമയിൽ നിൽക്കാന്ന് ഇപ്പോൾ വരുന്നവർ പലരും നമ്മൾ അറിയുന്ന പോലുമില്ല. നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്ത് വരും നമ്മൾ കാണുന്ന പോലുമില്ല. വരുന്നു പോകുന്നു എന്നല്ല. പക്ഷേ ഇവരൊക്കെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇവരൊക്കെ ലെജൻഡായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ അഭിനയിക്കാൻ വരുമ്പോഴും ആദ്യത്തെ പരീക്ഷ എഴുതാൻ പോലെ നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നത്. വാർത്താനാണെങ്കിൽ ഞാനാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ജോലിക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനൊക്കെ ഈ ഇതുണ്ടാകണമെങ്കിൽ അതിന് പ്രൊഡ്യൂസർ വേണം. അപ്പോൾ അയാൾ ചുമ്മാ ഉണ്ടാക്കിയ കാശായിരിക്കില്ല. അപ്പം നമ്മളൊക്കെ വെറുതെ പോയി അഭിനയിച്ചിട്ടെങ്കിൽ പണിയെടുക്കണം, നന്നായിട്ട് പണിയെടുക്കണം. അത് ആ പടത്തിൽ ലാഭം ഉണ്ടാകണം. ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പം ഞാൻ പണ്ട് ഒരു ദിവസം 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഒരു ദിവസം. അതുകൊണ്ടാണ് ഞാൻ അന്ന് കാർ എടുക്കാൻ കാരണം. പക്ഷേ അങ്ങനെ കുറേ സിനിമകൾ തിരക്കേണ്ട സമയത്ത് ഞാൻ പല സിനിമകളും എടുത്ത് നോക്കാൻ നേരത്ത് ഒരുപാട് ഫോൾട്ട് എനിക്ക് കാണാൻ പറ്റി. കാരണം അറിയത്തില്ല. ഭിക്ഷക്കാരൻ തുടങ്ങിയ കോളേജ് സ്റ്റുഡൻറ്റ് വരെ ഞാൻ ഈ താടി വെച്ചാണ് അഭിനയിച്ചത്. നമുക്ക് ഈ താടി മാറ്റിയാൽ, മീശ മാറ്റിയാൽ ഒരുപാട് അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. വിഗ് മാറ്റാം, വിഗ് സ്റ്റൈലാക്കാം. നമുക്കപ്പം നമ്മുടെ അപ്പിയറൻസ് മാറും തോറും നമ്മുടെ പെർഫോമൻസിന് വ്യത്യാസം വരും. അത് അങ്ങനെ കാണുമ്പോൾ അതൊന്നും ഞാൻ ചെയ്യാതെ അത്രയും സിനിമകൾ ഞാൻ ചെയ്ത് ഇനി എനിക്ക് ചെയ്യണം എന്ന് കുറേ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് എൻ്റെ മനസ്സിൽ. ഒരു നല്ല ക്യാരക്ടർ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലുണ്ട്. അതിൻ്റെ പറയുകയാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായി. പക്ഷെ അതിൻ്റെ കൂടെ റേഷനറി ആയിട്ടുള്ള കോമഡി ഞാൻ ചെയ്യും. പോയിന്റ് അത് കേട്ടോ. അതായത് റേഷനറി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ജീവിതത്തിൽ അതല്ലേ ഉള്ളൂ നമുക്ക് സമ്പാദ്യം. അല്ല, നമുക്ക് എല്ലാവർക്കും കാണില്ല അവരുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. അശോക് ചേട്ടനെയൊക്കെ എത്ര സീരിയസ് ചെയ്താലും ആളുകൾ കൂടുതൽ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത് ഇതാണ്. അവരെ രസിപ്പിക്കുക എന്ന് പറയുന്നത് ഈസി. അത് മാത്രമല്ല, ലൈഫിൽ പുള്ളിയെ എപ്പോൾ പരിചയപ്പെടുമ്പോൾ പുള്ളി ഒരു സീരിയസ് മീറ്ററാണ്. അത് മിമിക്രിക്ക് നടക്കുമ്പോൾ തുടങ്ങി ഇയാൾ ഭയങ്കര സീരിയസ് ആണ് ചോദിച്ചിട്ടുണ്ട്. അത് എൻ്റെ കുഴപ്പമില്ല, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അല്ല, പലപ്പോഴും ഈ കോമഡി ആസ്വദിക്കും പറയുകയൊക്കെ ചെയ്യെങ്കിലും പക്ഷേ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ചിരിക്കത്തുമില്ല. നല്ലൊരു ഇടിയോട്ട് കോമഡി അശോചനെ മുന്നിൽ പോയി പറഞ്ഞാലും അപ്പം ഞാൻ എനിക്ക് ദൈവമേ ഈ അശോചന ലേറ്റില്ല. ഞാൻ ഉള്ളിച്ചിരിക്കും. ഞാൻ വെറുതെ മോൻ എന്നോട് പറഞ്ഞ തമാശ ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി, ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി എണീച്ചപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ പോവുക. ഞങ്ങൾ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എവിടെ പോവുക കാലത്ത്? ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ആ പരിപാടിക്ക് ഗസ്റ്റായിട്ട് പോകണം. അവിടെ ചെന്നും ചിരിച്ചുകൊണ്ടിരിക്കണോണ്ട് അച്ഛൻ മോൻ ഭയങ്കര സീരിയസ് എപ്പോഴും. ഞാൻ വെറുതെ ഇങ്ങനെ ചിരിക്കണം. അല്ല, ഒന്ന് ആർട്ടിഫിഷ്യലായിട്ട് കുറച്ചിങ്ങനെ അത് എങ്ങനെ ചിരിക്കണമെന്ന് നീ പറഞ്ഞ. അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഉണ്ട്, അതിൽ ചിരിക്കണ പോലെ എങ്കിലും ചിരിക്കും. ഞാൻ അവനെ പൊന്നുവനെ എൻ്റെ അവസാനത്തെ ചിരിയാണ്. അവനെ ചിരിപ്പിച്ചിട്ട് പോയി. അവങ്ങനെ എനിക്കത് അതുകൊണ്ടാണ് തോന്നുന്നു അവൻ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക. അവന് സീരിയസ് ആയിട്ട് ഇരിക്കാറില്ല. അവൻ എപ്പോഴും ഏത് പ്രോഗ്രാമിലും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഇതുവരെ. അവന് എപ്പോഴും സീരിയസ് ആയിരുന്നു. നമ്മൾ അവനെ കൊണ്ട് സിനിമ കോമഡി പടം കാണുമ്പോൾ ചിരിക്കത്തേ. നമുക്ക് ദേഷ്യം വരും. ചിത്രമൊക്കെ കണ്ടാൽ ചിരിക്കാത്ത മനുഷ്യരാണ്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഓർത്തിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഇവനെന്തോ. പക്ഷേ ഇവൻ എന്തെന്നറിയോ, ഇവനുമായിട്ട് അടുത്തൊരു ഹോട്ടലിൽ പോയി 2 അടിക്കാനൊക്കെ ഇരിക്കുമ്പം ഇവൻ ചിരിക്കാൻ തുടങ്ങും. ഇവന്റെ മനസ്സിൽ അപ്പോഴാണ് സിനിമ വരുന്നത്. അപ്പോൾ കരയുമ്പോൾ അറിയാം 5ാമത്തെ സീന മോഹൻലാലിനെ മറ്റേ വേണിച്ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ. ആ ചിരി അവനത് ചിരിക്കുക, അവൻ അപ്പോഴും ആസ്വദിക്കും. തിയേറ്ററിൽ ഇരുന്നല്ലേ. അവൻ്റെ അടുത്തിരുന്നൊരു കഥ പറയാനോ ഒന്നും പറ്റത്തില്ല. എന്നിട്ട് നമ്മളെ വിളിച്ച് പരാതി പറയും, നീ കഥയൊന്നും എന്നോട് പറഞ്ഞു. ഞാൻ 2 വർഷം കഴിഞ്ഞ് റിയാക്ട് ചെയ്യുന്ന എൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ. ഇദ്ദേഹത്തിലൊരു നല്ല നടനുണ്ട് കേട്ടോ, അഭിനയിച്ചിട്ടുണ്ടോ സിനിമയിൽ ഒരു സംവിധായകൻ എന്ന രീതിയിൽ. കാരണം ഇത്രയും കാര്യങ്ങളും ഇത്രയും ജീവിതാനുഭവങ്ങളും ഒക്കെ കയ്യിലിരിക്കുക. ഒരു നല്ലൊരു സിനിമ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? റെഡി ആയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയാം, ഞാൻ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അതായത് എൻ്റെ ഫ്രണ്ട്സും സിനിമയിലുള്ളവരും മോനോടൊക്കെ എന്നോട് പറഞ്ഞു ഇപ്പോൾ വേണ്ട. കാരണം ഇപ്പോൾ കുറേ പടങ്ങൾ അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആഗ്രഹങ്ങളുണ്ട് അത്രയും കുറച്ച് വേഷങ്ങൾ ചെയ്യണമെന്ന്. അതിന് നമ്മൾ സിനിമ ചെയ്യാൻ നിന്ന് ഏറ്റവും കുറഞ്ഞത് 2 വർഷം വേണം. പിന്നെ എനിക്ക് വേണം. കാരണം അത് എഴുതി ചിട്ടപ്പെടുത്തി അതിൻ്റെ പുറകെ നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് വേണം. കോമഡി ആയിരിക്കും, കോമഡിയിലൂടെ ആയിരിക്കും ഏട്ടനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം പിന്നെ അങ്ങനെയുള്ള അതൊന്നും മാറ്റി വെച്ചേക്കും. നിങ്ങളെപ്പോലത്തെ ഇദ്ദേഹത്തിനെ പോലത്തെ ജീവിതാനുഭവങ്ങൾ എടുത്തുകൊണ്ടുള്ള ആസ്വദിക്കാൻ പറ്റിയ നല്ല കുറച്ച് പടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ അപൂർവം. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമായി ഇദ്ദേഹത്തിന് ഞാൻ കാണുന്നു. ഇദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു സിനിമ കണ്ട് ചിരിക്കാൻ പറ്റണേ, ചിന്തിക്കാൻ പറ്റണേ എന്നുള്ള ആ പടങ്ങൾ. ഇപ്പൊ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്നൊരു സംവിധാനമാണ് അല്ലേ, ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുത്തിക്കൊല്ലുക, വെടിവെക്കുക, പൊട്ടിത്തെറിക്കുക. ഇപ്പൊ മഴ പോലത്തെ അപൂർവ പടങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. അപ്പൊ ഇദ്ദേഹത്തിലെ ആ സംവിധായകൻ ഉടനെ വരണമെന്നേ ഞാൻ പറയൂ. അഭിനയിക്കാൻ ഇദ്ദേഹം ഓൾറെഡി അഭിനയിച്ചു. ഇപ്പൊ അശോകൻ ഇങ്ങനെ പറഞ്ഞാലും എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത നിമിഷം ചിലപ്പോൾ
ഇപ്പൊ ഈ 2 വർഷം എന്ന് പറഞ്ഞിട്ട് അശോചനായിരിക്കും ചിലപ്പോൾ നാളെ പടം അനൗൺസ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല ഇത്. ഞാൻ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലെ മാർത്താണ്ഡ ഇദ്ദേഹം 40 വർഷമായിട്ട് സ്ക്രീനിൽ നമ്മളെല്ലാം എന്റർടൈൻ ചെയ്തു. ഇനി ഇദ്ദേഹത്തിന് ഒരു ക്രാഫ്റ്റ് മാൻ ഉണ്ടല്ലോ, ഒരു കാർപ്പൻട്രി ക്രാഫ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു ക്രാഫ്റ്റ് കാണണോ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അല്ല, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ തന്നെ മത്സരിച്ചിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ. നിങ്ങൾ പുള്ളിയുടെ കൂടെ എനിക്ക് മത്സരിപ്പിക്കാൻ അവകാശം തരും. നമുക്ക് ഈ ആളുകൾ ഓരോരുത്തരും ഡയറക്ടർ ചെയ്യുമ്പോൾ ഞാൻ 2 മുട്ട വെച്ചുകൊണ്ടിരിക്കുക. മറ്റേ പാട്ട് എങ്ങനെ അതിനിടയ്ക്ക് ഇനി അശോചേട്ടനെ കൂടെ അശോചേട്ടനെതിരെ എനിക്ക് മുട്ട വെക്കേണ്ട. നമ്മളങ്ങനെ മുട്ട വെക്കുന്ന പരിപാടി ആ സമയം വേസ്റ്റ് ആക്കില്ല. അപ്പോഴും സിനിമയെ ഗംഭീരമാക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു പോയി. അതെ, ഞാൻ നേരത്തെ വിചാരിച്ചേ മാർത്താണ്ഡ ചേട്ടൻ പറയുന്നത് അശോകൻ ചേട്ടൻ അഭിനയിക്കട്ടെ, അഭിനയിക്കട്ടെ. അപ്പൊ ഞാൻ ഇത്രയും സ്നേഹമോ അതല്ല, ഇവനി അഭിനയം നിർത്തിയിട്ട് വേണം സംവിധാനത്തിൽ വന്ന് എന്റെ മുട്ടയ്ക്ക് പണി ഉണ്ടാക്കാൻ. പല ആൾക്കാരും ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ പറഞ്ഞു ഞാനത് നിരുത്സാഹപ്പെടുത്തും. അപ്പൊ എന്റെ ഉള്ളിൽ ഇനി ഇവരോട് മത്സരിക്കണമല്ലോ ദൈവമേ എന്നുള്ളത് മനസ്സിലായി. രാവിലെ ന്യൂസ് എടുത്ത് നോക്കുമ്പം ഇന്ന് പുതുമുഖ സംവിധായകർ 5 പേർ രംഗത്തേക്ക്. ഓട്ടംതുള്ളൽ നമ്മുടെ അധ്യായങ്ങളിൽ സിനിമ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറട്ടെ, ഒരു പൊൻതൂവലും കൂടായി നമുക്ക് നേടാൻ കഴിയട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സാധാരണക്കാരിൽ നിന്നും ജനകീയമായ ഒരു സപ്പോർട്ട്, ഒരു പ്രാർത്ഥനയും എല്ലാം താങ്കളോടൊപ്പം ഉണ്ട്, താങ്കളുടെ കുടുംബത്തിനോടൊപ്പം ഉണ്ട്. ഇത്രയും ഗുരുത്വമുള്ള 2 ലെജൻഡറി പേഴ്സണാലിറ്റിയോടുകൂടി ഇരുന്ന് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയത് തന്നെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ടീമിൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും ഭാവങ്ങൾ നേരുന്നു. വേറെ എന്തെങ്കിലും ഇനി തിരിച്ച് നിങ്ങളോടും, കാരണം നളഞ്ചിയായിട്ടും നമുക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ളത്. നിങ്ങൾ രുചികളുടെ രാജാവാണ് നിങ്ങൾ. അപ്പോൾ എൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു. രുചികളുടെ രാജാവ് എന്ന് പറയുമ്പോൾ അതൊരു ഐശ്വര്യമാണ്. തിലകൻ ഉസ്താദ് ഹോട്ടലിൽ പറയുന്നുണ്ട്, ചായക്ക് ഇത് കൊടുക്കുമ്പം അത് നമ്മൾ സ്നേഹം കൂടെ ചേർത്താണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സ്നേഹം കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. യഥാർത്ഥ രുചി കൊടുക്കുന്ന ഒരാളുടെ മനസ്സ് ഭയങ്കരമായിരിക്കും. അപ്പോൾ അത്രത്തോളം വലിയൊരു മനുഷ്യനാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ വേറെ രീതിയിലോട്ട് നിങ്ങളുടെ ലൈഫ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും വലിയ ഓൾ ദ ബെസ്റ്റ് നേരുന്നു. ഒരുപാട് നന്നായിരിക്കട്ടെ. എന്തായാലും ഇത് ഞങ്ങൾക്ക് ഒരു പുതിയ അനുഭവം. കാരണം മാർത്താണ്ഡ ചേട്ടാ, തനിച്ച് ഓടിയാൽ കുറച്ചോടാം, ഒരുമിച്ച് ഓടിയാൽ ഒരുപാട് ഓടാം എന്ന് പറഞ്ഞ് വിവരമുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാനൊരു അടുക്കള പോലാണ് എൻ്റെ ലൈഫ് മൊത്തം കാണുന്നത്. അവിടെയാണ് എല്ലാം റെസിപ്പികളും ഉണ്ടാകുന്നത്. ഡെസേർട്ട് ആയാലും ശരി, മെയിൻ കോഴ്സ് ആയാലും ശരി, സ്റ്റാർട്ടർ ആയാലും ശരി, എല്ലാ അടുക്കളയിലും ഒരു ജീവിതം പോലാണ്. ഒന്ന് പുകയാൻ തീർന്ന് പിന്നെ അതിനെ എങ്ങനെ വൃത്തിയാക്കാം, ബെറ്റർ ആക്കാമെന്ന് ചിന്തിക്കുന്നവനുണ്ട്, അത് എങ്ങനെ കൊണ്ട് കളയാമെന്ന് ചിന്തിക്കുന്നവനുമുണ്ട്. നമ്മളെ ലൈഫിൽ എങ്ങനെയാണ് ലൈഫിനെ ബെറ്റർ ആക്കാം, നല്ലൊരു ജീവിതം. ഇദ്ദേഹം പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ കോട്ട് ചെയ്യാണ്. ആ സമയവും ലൈഫിനെ എങ്ങനെ ബെറ്റർ ആക്കാം, സിനിമയെ എങ്ങനെ ബെറ്റർ ആക്കാം, അതൊരു വലിയ തോട്ട് പ്രോസസ്സാണ്. കാരണം ഈ മോട്ടിവേഷനും കിടതാപ്പിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസമില്ല. കാരണം അതെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വലിച്ചിരിക്കുന്നവന്മാരാണ് മോട്ടിവേഷൻ അടിസ്ഥാനമല്ല. പിന്നെ കുറെ ബിസിനസ് ക്ലാസ്സുകൾ ഉണ്ട്. ഇവനൊന്നും 10 രൂപയുടെ ബിസിനസ് ചെയ്തിട്ടുമില്ല, ചെയ്യത്തതുമില്ല. ഈ പാവപ്പെട്ടവന്മാരെയൊക്കെ ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നതും പഠിപ്പിക്കുന്നതും അല്ലാണ്ട് ജീവിതാനുഭവത്തിൽ അല്ലേ അശോകേട്ടാ, വീണ് മുട്ടിടിച്ച് മുട്ടുമുറിഞ്ഞ് മരുന്ന് വെച്ച് എണീറ്റ് നിൽക്കുമ്പോഴേ അതിൻ്റെ വേദനയും യാതനയും ശ്രദ്ധയും ഉണ്ടാവും അല്ലേ അശോകേട്ടാ. അതല്ലാണ്ട് ഞാൻ ക്ലാസ് എടുത്താൽ ഒരു സംവിധായകൻ ഉണ്ടാവും, ഞാൻ ക്ലാസ് എടുത്താൽ ഒരു നടനുണ്ടാവും. എല്ലാ അനുഭവങ്ങളാണ്. അങ്ങനെ 2 അനുഭവങ്ങളുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ക്ലാസ് അനുഭവങ്ങളിലൂടെ ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നവരാ. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ലെറ്റ് us wait for the movie. Thank you. അല്ലേ? God bless you. Thank you so much. Thank you. Cinema is much more than entertainment. It is about passion, perseverance, friendship, and the countless unseen efforts that come together to create stories that touch our hearts. Today's conversation reminded us that every successful film begins with a dream and is brought to life by people who truly believe in their craft. We wish the entire team of Ottamthullal tremendous success and hope the film receives all the love it deserves from audiences around the world. More inspiring conversations with extraordinary personalities are on the way. Until next time, keep believing in great stories, keep supporting good cinema, and above all, keep shining. I'm Nalan Shine, and this is Shine with Nalan. Let's shine together.